ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അഗൈൻ നമ്മൾ രണ്ടാമത്തെ ദിവസത്തെ ക്ലാസ് ആണ്. ഇന്ന് ഇന്ന് ഫ്രഷ് ആയിട്ട് ജോയിൻ ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ? ബാലു ഗോകുലും ഒക്കെയാണ് നമ്മളെ പഴയ സ്റ്റുഡൻസ് ആണ്. അല്ലാതെ കഴിഞ്ഞ ക്ലാസ്സിൽ ഇല്ലാതെ റെസ്പോണ്ട് ചെയ്യണം നിങ്ങൾ. എല്ലാവരും കഴിഞ്ഞ ക്ലാസ്സിലുള്ളവരാണല്ലോ അല്ലേ? ഓക്കെ, നമ്മൾ റെക്കോർഡ് സെഷൻ ഒക്കെ കണ്ടായിരുന്നോ? ഫ്ലോ ചാർട്ട് അൽഗോരിതം ഒക്കെ കണ്ടായിരുന്നോ? കുറെ കണ്ടു സർ. സർ ഒരു സജഷൻ പറഞ്ഞോട്ടെ. ഓക്കെ, സർ അത് പോസ്റ്റ് ആക്കുമ്പോൾ സർ ജസ്റ്റ് ഒന്ന് മറ്റേ ഗ്രൂപ്പിലോട്ടൊന്ന് ജസ്റ്റ് ഒന്ന് പോസ്റ്റ് ആക്കി എന്ന് പറഞ്ഞാണെങ്കിൽ നല്ലതാണ്. അതെ ഞാൻ പറഞ്ഞിരുന്നു. പറഞ്ഞില്ലായിരുന്നു? പറഞ്ഞു എന്നാണ് എൻ്റെ ഓർമ്മ. എന്തായാലും ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട്. ഞാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ സോറി. ഞാൻ ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ഡേ 2. അപ്പോൾ നമ്മൾ ഇന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു? ഞാൻ പറഞ്ഞു കോഡിംഗ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ അൽഗോരിതവും ഫ്ലോ ചാർട്ടും ജസ്റ്റ് ഒന്ന് കണ്ടത്. കുഴപ്പമില്ല, നമുക്കത് ഞാൻ എന്നും അതെന്ത് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മൾ പൈത്തന്റെ ഇൻട്രൊഡക്ഷനിലോട്ട് പോവാണ്. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ സംസാരിക്കുന്നത് പ്രോഗ്രാം കാറ്റഗറീസ് ആണ്. പൈത്തൺ ഉപയോഗിച്ച് നമുക്ക് ഏതൊക്കെ തരത്തിലുള്ള പ്രോഗ്രാംസ് ആണ് നമുക്ക് ചെയ്യാൻ പറ്റുക. ഓക്കെ, പ്രധാനമായിട്ട് 2 കാറ്റഗറീസ് ആയിട്ടാണ് നമ്മൾ പൈത്തൺ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുന്ന പ്രോഗ്രാംസുകളെ തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒന്നിന് ഒരു സെക്കൻഡ്. ഓക്കെ, അതായത് പ്രധാനപ്പെട്ട 2 ടൈപ്പ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ഉണ്ട്. ഒന്ന് ഇന്ററാക്റ്റീവ് പ്രോഗ്രാംസും, 2 നോൺ ഇന്ററാക്റ്റീവ് പ്രോഗ്രാംസും. അപ്പോൾ എന്താണ് ഇന്ററാക്റ്റീവ് പ്രോഗ്രാംസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂസർ ഡയറക്റ്റ് ആയിട്ട് ഇന്ററാക്ട് ചെയ്യുന്ന ആപ്ലിക്കേഷൻസ്. ലൈക്ക് നമ്മളിപ്പം ഉപയോഗിക്കും പോലെ വാട്സപ്പ്, ഈ പറഞ്ഞ പോലെ ഫേസ്ബുക്ക്, ഇതൊക്കെ എന്താണ് നമ്മൾ യൂസേഴ്സ് ഡയറക്റ്റ് ആയിട്ട് ഇന്ററാക്ട് ചെയ്യുന്നതാണ്. ലൈക്ക് ഓൺലൈനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, PDF കൺവേർട്ട് ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള എല്ലാ ആപ്ലിക്കേഷൻസും നമ്മൾ എന്ത് ചെയ്യാണ്, യൂസർ ഡയറക്റ്റ് ആയിട്ട് ഇന്ററാക്ട് ചെയ്യുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ആണ്. നോൺ ഇന്ററാക്റ്റീവ് പ്രോഗ്രാംസ് ഉണ്ട്. അതിന് എക്സാമ്പിൾ എന്ന് പറയുന്നത് നമ്മൾ എന്താ പറയുക, ആന്റിവൈറസ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ. അതെന്താ ചെയ്യുന്ന, ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ആയിക്കോളും അല്ലേ. നമുക്ക് എന്തെങ്കിലും ബഗ് ഉണ്ടെങ്കിൽ അത് ഡിറ്റക്ട് ചെയ്യും. അപ്പൊ അതിനൊരു യൂസറിന്റെ ഇന്ററാക്ഷന്റെ ആവശ്യമില്ല. ചിലപ്പോൾ സ്കാൻ ചെയ്യാനൊക്കെ ചോദിച്ചേക്കാം, ഈ ഇത് പറഞ്ഞ പോലെ ഫോർമാറ്റ് ചെയ്യേണ്ട ആപ്ലിക്കേഷൻസ്. അപ്പോൾ ഒരു യൂസറിന്റെ ഇന്ററാക്ഷൻ ഇല്ലാതെ തന്നെ വർക്ക് ചെയ്യുന്ന പ്രോഗ്രാംസിനെയാണ് നോൺ ഇന്ററാക്റ്റീവ് പ്രോഗ്രാംസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ 2 കാറ്റഗറിയിലുള്ള പ്രോഗ്രാംസും ആർക്ക് ചെയ്യാൻ പറ്റും, പൈത്തൺ ഉപയോഗിച്ച് നമുക്ക് ചെയ്തെടുക്കാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഇന്ററാക്റ്റീവ് പ്രോഗ്രാംസിന്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത്, ആദ്യത്തെ ടൈപ്പ് എന്ന് പറയുന്നത് കമാൻഡ് ലൈൻ ഇന്റർഫേസ് ആണ്. അതായത് നമ്മൾ എന്താണ്, കമാൻഡുകൾ ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു, നമുക്ക് പ്രോഗ്രാം ചെയ്യുന്നു. നമ്മൾ ആദ്യത്തെ ലെവലിൽ നമ്മൾ അതായിരിക്കും ഫോക്കസ് ചെയ്യുന്നത്. നമ്മൾ എന്ത് ചെയ്യുന്നു, കമന്റുകൾ ഉപയോഗിച്ച് അല്ലെങ്കിൽ പ്രോഗ്രാമിന്റെ ഔട്ട്പുട്ട് കൺസോളിൽ നമ്മൾ ടൈപ്പ് ചെയ്യുന്നു, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു, നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നു. അങ്ങനെയാണ് നമ്മൾ പോകുന്നത്. പിന്നെ ഡെസ്ക്ടോപ്പ് ആപ്ലിക്കേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ഗ്രാഫിക്കൽ യൂസർ ഇന്റർഫേസ് ആയിട്ട്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നായിരുന്നു നമ്മൾ ഫൈനലി ചെയ്യുന്ന പ്രൊജക്റ്റുകൾ. അപ്പോൾ അതൊരു വിൻഡോ ഓപ്പൺ ആയി അതിൽ നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ വെബ് ഇന്റർഫേസ്, അതായത് HTML പേജിൽ വെബിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്ക്രിപ്റ്റ് ചെയ്യാൻ പറ്റും പൈത്തൺ ഉപയോഗിച്ച്. അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാൻ സാധിക്കും. ഓക്കെ, നമ്മൾ ഇന്ന് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് പൈത്തൺ കോഡ് എഴുതിയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഫസ്റ്റ് പ്രോഗ്രാം, നമ്മൾ ലാസ്റ്റ് ദിവസം കണ്ട പ്രോഗ്രാം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് അത് എങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് നമ്മളിന്ന് ആദ്യം ഡീൽ ചെയ്യാൻ പോകുന്നത്. ഓക്കെ ആണോ എല്ലാവരും? ഒന്ന് ഓക്കെ പറഞ്ഞേരെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ സർ, മെസ്സേജ് ഇട്ടാലും മതി. ഓക്കെ സർ. ഓക്കെ സർ. ശരി, ഗുഡ് ഗുഡ്. ഓക്കെ, ഇൻട്രാക്ഷൻ വരുന്നുണ്ട്. ഗുഡ്, ശരി, നിങ്ങൾ ചെയ്തോളൂ. ഞാൻ വേറെ ഡിവൈസിലും കൂടെ കയറിയിട്ടുണ്ട്, അപ്പോൾ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും. ഓക്കെ, നമ്മൾ പൈച്ചാം നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ആയിരിക്കും വന്നിട്ടുണ്ടാവുക. ഓക്കെ, ഞാൻ എൻ്റെ പൈച്ചാം ഒക്കെ അൺഇൻസ്റ്റാൾ ചെയ്ത് ഇതായിട്ട് നിൽപ്പുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങളെ ഈ ഒരു ഇന്റർഫേസ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അതിലോട്ട് പോയത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണ്, അപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് നമ്മൾ ഫ്രഷ് ആയിട്ട് പൈച്ചാം ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതിലാദ്യം നമ്മൾ ചെയ്യേണ്ടത് ന്യൂ പ്രൊജക്റ്റ് ക്ലിക്ക് ചെയ്യാം. ന്യൂ പ്രൊജക്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഇങ്ങനെ ഒരു ഇതിലായിരിക്കും പോവുക. ഇവിടെ നമുക്ക് ഫോൾഡർ സെലക്ഷൻ ചെയ്യാൻ പറ്റും. ഇവിടെ എവിടെയാണ് നമ്മുടെ പ്രൊജക്റ്റ് വരേണ്ടത്. അപ്പോൾ ഞാൻ എൻ്റെ
എൻ്റെ ഡെസ്ക്ടോപ്പ് ഫോൾഡറിലാണ് വരേണ്ടെങ്കിൽ ഞാൻ ഇവിടെ രണ്ടാമത്തെ ഇതിൽ ഡെസ്ക്ടോപ്പ് ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ ഒരു സ്ലാഷ് കൊടുക്കുന്നു. സ്ലാഷ് കൊടുത്തതിന് ശേഷം ഞാൻ എൻ്റെ ഫസ്റ്റ് പ്രോഗ്രാം പേര് കൊടുക്കുന്നു. എൻ്റെ പ്രോജക്റ്റിന്റെ പേര് ഫസ്റ്റ് പ്രോഗ്രാം ഓക്കെ കൊടുക്കുന്നു. അങ്ങനെ ഒരു ഫോൾഡർ ഉണ്ടാവാം. സർ എനിക്കൊന്ന് ലാഗ് ആയാലേ. ഇതിപ്പോ നമ്മൾ നേരത്തെ ചെയ്ത സാധനങ്ങൾ തന്നെയല്ലേ, നമ്മൾ കഴിഞ്ഞ ക്ലാസ് ചെയ്ത പ്രൊജക്ടിന്റെ ഇന്റർഫേസിലോട്ട് വരാനുള്ളതല്ലേ? അതെ അതെ. അല്ല, ഇതിപ്പോ ഞാൻ അല്ലാതെ തന്നെ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമ്മൾ മറ്റേ ഡെസ്ക്ടോപ്പിലൂടെ നമ്മൾ ഷോർട്ട് കട്ട് ഒക്കെ വെച്ചാൽ അതല്ലേ? അതെ അതെ. ജസ്റ്റ് അത് ഞാൻ എന്ത് ചെയ്യുന്നു, ആദ്യത്തെ 1-2 ക്ലാസ്സിൽ ഞാൻ എന്ത് ചെയ്യും അത് തന്നെ പറഞ്ഞു. അപ്പോൾ കിട്ടാത്തവർക്ക് അത് എന്ത് ചെയ്യും, കിട്ടും. സോ അതിലേക്ക് വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ പ്രോജക്റ്റ്, അതെ, നമ്മൾ നേരത്തെ കണ്ടതുപോലെ നമ്മൾ പ്രൊജക്റ്റിന്റെ പേര് കൊടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യും, ഒരു വിർച്വൽ എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, സോ വിർച്വൽ എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്തു. ക്രിയേറ്റ് ചെയ്യപ്പോൾ ഓക്കെ, സോ നമുക്ക് 2 ഭാഗങ്ങളാണ് ഉള്ളത് പ്രധാനമായിട്ട്. ഈ സൈഡിൽ, ലെഫ്റ്റ് സൈഡിൽ നമുക്ക് കാണുക നമ്മുടെ പ്രോജക്റ്റ് ഫോൾഡറും അതിൻ്റെ അകത്തുള്ള ഫയൽസും ആയിരിക്കും ഈ ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾ കാണുന്നത്. അപ്പോൾ നമ്മുടെ പ്രോജക്റ്റിന്റെ പേര് ഞാൻ ഫസ്റ്റ് VRGM ഫസ്റ്റ് പ്രോഗ്രാം എന്നാണ് കൊടുത്തത്. അതിൻ്റെ അകത്ത് എൻവയോൺമെന്റ് ഉണ്ട്, വെർച്വൽ എൻവയോൺമെന്റ് ഉണ്ട്. അതായത് പൈത്തൺ തന്നെ നമുക്ക് എന്താണ്, നമുക്ക് ആവശ്യമായിട്ടുള്ള കുറേ കാര്യങ്ങൾ, പാക്കേജസ് എല്ലാം ഒരു ഫോൾഡറിൽ തന്നിട്ടുണ്ട്. ഓക്കെ, പിന്നെ main.py എന്ന് പറയുന്നൊരു പേജ് നമുക്ക് പൈച്ചാം തന്നെ തരും. main.py നമുക്ക് ഈ ഒരു പേജിൽ നമുക്ക് പ്രോഗ്രാം ചെയ്യാൻ തുടങ്ങാം, അല്ലെങ്കിൽ നമുക്ക് ഫ്രഷ് ആയിട്ട് ഒരു പേജ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ഞാൻ ഇവിടെ എന്ത് ചെയ്യാൻ പോകുന്നു, ഒരു ഫ്രഷ് ആയിട്ട് ഒരു പേജ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നു. അത് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ നമ്മുടെ പ്രോജക്റ്റ് ഫോൾഡർ അല്ലെങ്കിൽ റൂട്ട് ഫോൾഡർ അല്ലെങ്കിൽ ഡയറക്ടറി, അപ്പൊ അതിൽ ഞാൻ എന്ത് ചെയ്യുന്നു, ക്ലിക്ക് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ ഫസ്റ്റ് PRGM എന്നാണ് എൻ്റെ ഡയറക്ടറിയുടെ പേര്. ഞാൻ അവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു. അവിടെ ഞാൻ ന്യൂയിലോട്ട് പോകുന്നു, ന്യൂ. എന്നിട്ട് ഞാനൊരു പൈത്തൺ ഫയൽ സെലക്ട് ചെയ്യുന്നു. പൈത്തൺ ഫയൽ എന്ന് പറയുന്ന ഫയൽ സെലക്ട് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഒരു ഇന്റർഫേസ് വരും. അപ്പോൾ അവിടെ നമുക്ക് ഫയലിന്റെ പേര് കൊടുക്കും. അപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്തത് ഫോൾഡറാണ്. അതായത് ഇപ്പോൾ എൻ്റെ ഡെസ്ക്ടോപ്പിൽ ഫസ്റ്റ് PRGM എന്നൊരു ഫോൾഡർ വരും. അതിൻ്റെ അകത്താണ് ഞാൻ വെച്ചത്. സോ ഇനി ഞാൻ എൻ്റെ പൈത്തൺ ഫയൽ എഴുതാൻ പോകുന്നു. പൈത്തൺ ഫയൽ, അതിൻ്റെ അകത്താണ് ഞാൻ കോഡ് എഴുതാൻ പോകുന്നത്. ഓക്കെ, FRSTP എന്ന് ഞാൻ കൊടുത്തു. സോ പേര് മാത്രം കൊടുത്തതിന് ശേഷം ഞാൻ എന്ത് ചെയ്യുന്നു, ഇവിടെ പൈത്തൺ ഫയൽ എന്ന് ഓൾറെഡി സെലക്റ്റഡ് ആണ്. സോ ഓക്കെ, അത് ഞാൻ എന്ത് ചെയ്യുന്നു, സെലക്ട് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ എനിക്ക് എന്തായി, ഫ്രഷ് ആയിട്ടൊരു പേജ് ഉണ്ട്. അപ്പോൾ ഇവിടെ 2 ഫയലുണ്ട്. main.py അത് പൈച്ചാൻ തന്നെ ഡീഫോൾട്ട് ആയിട്ട് എനിക്ക് തരുന്ന ഒരു ഫയലാണ്. അതിന് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിലും എനിക്ക് പ്രൊജക്റ്റ് ചെയ്യാൻ പറ്റും. ഫ്രഷ് ആയിട്ടും ഒരു ഫയൽ എനിക്ക് എടുക്കാൻ പറ്റും. സോ ഞാൻ ഒരു ഫ്രഷ് ആയിട്ട് ഒരു ഫയൽ എടുത്തു. സോ FRSTP.py. സോ ഇതിൽ ആദ്യത്തെ ലൈൻ നമ്മൾ ഫസ്റ്റ് കോഡ് നമ്മൾ എഴുതാൻ പോകും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് കോഡ് എഴുതാൻ ഞാൻ ആദ്യം നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്നത് ഒരു ഫംഗ്ഷനാണ്. ഓക്കെ, ഫംഗ്ഷൻ. അപ്പോൾ എന്താണ് ഫംഗ്ഷൻ എന്ന് നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. സോ അത് നമ്മൾ ആ ടോപ്പിക്കിലോട്ട് പോകുമ്പോൾ എന്താണ് ഫംഗ്ഷൻ എന്നൊക്കെ പഠിക്കും. ഇതിൽ അറിയാന്നുള്ള ആൾക്കാരും ഉണ്ടാവും, ഓക്കെ, അറിഞ്ഞിടാത്ത ആൾക്കാരും ഉണ്ടാവും. ശരി, അതൊക്കെ വിട്ടേക്ക്. ഞാനൊരു ചെറിയൊരു എക്സാമ്പിളിലൂടെ പറഞ്ഞങ്ങ് പോവാം. ഓക്കെ, സോ ഇത് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കും പ്രോഗ്രാം വൈസിൽ. ഇപ്പൊ നമ്മൾ തുടക്കം എന്ന രീതിയിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന ഒരു ഫംഗ്ഷൻ ആണെന്നും അതൊരു ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ ആണെന്നും ഞാൻ പറയുന്നതിന് വേണ്ടി നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറയണം. ഓക്കെ, നമ്മൾ റിയൽ ലൈഫിൽ നമ്മൾ എന്താണ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ, അല്ലേ, നമുക്ക് ബർത്ത്ഡേ ഫംഗ്ഷൻസ് വരാറുണ്ട്, മാരേജ് ഫംഗ്ഷൻസ് വരാറുണ്ട്. അപ്പൊ എല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നു, ഫംഗ്ഷൻ അല്ലേ. അപ്പോൾ ആ ഫംഗ്ഷനൊക്കെ നമുക്കൊരു എന്താണ് പെർട്ടിക്കുലർ ആയിട്ട് ഒരാളുടെ ബർത്ത്ഡേ, അപ്പോൾ അങ്ങനെ കുറെ ആൾക്കാർ വരുന്നു, ഫംഗ്ഷൻ ചെയ്യുന്നു. മാരേജ്, കല്യാണം. അപ്പോൾ ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു ഈവെന്റിനെ നമ്മൾ ആഘോഷിക്കുന്നതിനെയാണ് നമ്മൾ ഫംഗ്ഷൻ എന്ന് വിളിക്കുന്നത് റിയൽ ലൈഫിൽ. അതേപോലെ പ്രോഗ്രാമിൽ ഒരു പെർട്ടിക്കുലർ ടാസ്ക്, ഒരു പെർട്ടിക്കുലർ ആയിട്ട് ഒരു ജോലി ചെയ്യാൻ വേണ്ടി നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷനെയാണ് നമ്മൾ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു പെർട്ടിക്കുലർ ജോലി ഉണ്ടാവും. ആ ജോലി പെർഫോം ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു ഫംഗ്ഷൻ നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു. ഓക്കെ, ശരി. അപ്പോൾ അതാണ് ഫംഗ്ഷൻ. വളരെ ഡീപ്പ് ആൻഡ് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കും. ഇപ്പം നിങ്ങളെ മനസ്സിലാതിരിക്കുക. അപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്ന ഒരു ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ ആണ്. ഓക്കെ, അപ്പോൾ ഫംഗ്ഷന്റെ ഫ്രണ്ടിൽ ഒരു ബിൽറ്റ് ഇൻ എന്നൊരു വേർഡ് വന്നു. അപ്പോൾ എന്താണ് ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ എന്ന് ഞാൻ പറയാം. ഇതിന് ഒരു എക്സാമ്പിൾ പറയാം.
നമ്മൾ ഷർട്ട് ഇപ്പോൾ ഓണക്കാലമാണല്ലോ അല്ലേ, നമ്മളെല്ലാവരും പുത്തൻ ഡ്രസ്സൊക്കെ എടുക്കുന്ന സമയമാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ വെച്ച് തന്നെ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞത്. നമ്മൾ എന്താ പറയുക, ഇപ്പം എല്ലാവരും നമ്മൾ കടയിൽ പോയി നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ഷർട്ട് മേടിക്കുന്നു അല്ലേ, റെഡിമെയ്ഡ് ഷർട്ടാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ തന്നെ നമുക്ക് എക്സാമ്പിൾ പറയാം. അപ്പോൾ എന്താ പറയുക, നമ്മളിപ്പോൾ കടയിൽ പോയി നമ്മൾ ഒരു ഷർട്ട്, റെഡിമെയ്ഡ് ഷർട്ട് മേടിക്കുന്നു. സോ അപ്പോൾ എന്താണ്, അതിൻ്റെ ലെന്തും കാര്യങ്ങളൊക്കെ അവർ തന്നെ കൊടുത്ത് കമ്പനിയുടെ ഇതിൽ നമുക്കൊരു സ്റ്റൈൽ, ഒരു കളർ എല്ലാം ഉണ്ടാവും. നമുക്ക് ഇഷ്ടമുള്ള ഷർട്ട് നമുക്ക് മേടിക്കാൻ പറ്റും. പക്ഷേ നമുക്ക് തന്നെ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. എങ്ങനെയാണ്, ഒരു ഷോപ്പിൽ പോയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിൻ്റെ മെറ്റീരിയൽ എടുത്ത് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഷോപ്പിൽ കൊണ്ടുപോയി നമ്മുടെ സൈസിന് അനുസരിച്ച് മെഷർമെൻ്റ് എടുത്ത് നമുക്ക് ഇഷ്ടമുള്ള സ്റ്റൈലിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ പറയാൻ പോകുന്നത് ബിൽറ്റ് ഇൻ ഫംഗ്ഷനെ കുറിച്ചാണ്. അതായത് നമ്മളൊരു കടയിൽ പോയി നേരത്തെ ചെയ്ത് വെച്ച ഒരു ഷർട്ട് മേടിക്കും പോലെ. സോ ഇതിൽ നമ്മൾ ഇതെങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് നമ്മൾ അറിയുന്നില്ലല്ലേ. ഇത് ആര് ചെയ്യുന്നു, ആര് ഇതിൻ്റെ മെറ്റീരിയൽ മേടിക്കുന്നു, എവിടെ ഇത് ഡിസൈൻ ചെയ്യുന്നു, എവിടെ ഇത് എന്ത് ചെയ്യുന്നു, എവിടെ ഇത് ചെയ്യുന്നു, ഇതൊന്നും നമ്മൾ അറിയാതെ നമ്മൾ എന്ത് ചെയ്യുന്നു, പോയി ആ ഷർട്ട് മേടിക്കുന്നു. നമുക്ക് വേണമെങ്കിൽ ആ കടയിൽ നിന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇട്ടുകൊണ്ട് തിരിച്ചിറങ്ങി വരാം അല്ലേ. അപ്പോൾ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നു. സോ ലൈക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, ഫംഗ്ഷനെ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, ഫംഗ്ഷനെ നമ്മൾ അതെന്താണ്, അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും മനസ്സിലാക്കാതെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു റെഡിമെയ്ഡ് ഷർട്ട് മേടിക്കും പോലെ നമ്മൾ എന്ത് ചെയ്യുന്നു, യൂസ് ചെയ്യുന്നു. സോ അങ്ങനെ യൂസ് ചെയ്യുന്ന ഫംഗ്ഷനെയാണ് നമ്മൾ ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ എന്ന് വിളിക്കുന്നത്. നമ്മൾ ഇന്ന് നമ്മളെ കോഴ്സിൽ ആദ്യം പഠിക്കാൻ പോകുന്ന ബിൽറ്റ് ഇൻ ഫംഗ്ഷന്റെ പേരാണ് പ്രിന്റ്. അപ്പോൾ ഫംഗ്ഷൻ, ഇപ്പൊ നമ്മൾ ഒരുപാട് ഡീറ്റെയിൽസ് ഒന്നും അറിയണ്ട. ഫംഗ്ഷൻ എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കണം. ഫംഗ്ഷൻ ഒരു പേരുണ്ടാവും. ഓക്കെ, അപ്പൊ നമ്മൾ പഠിക്കാൻ പോകുന്ന ഫംഗ്ഷന്റെ പേര് പ്രിന്റ് എന്നാണ്. ഫംഗ്ഷൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ അതിന്റെ കൂടെ ഉള്ള ഒരു കാര്യമാണ് ബ്രാക്കറ്റ്സ്, ഓപ്പണിംഗ് ബ്രാക്കറ്റും ക്ലോസിംഗ് ബ്രാക്കറ്റും. അപ്പോൾ എന്താണ്, ഫംഗ്ഷൻ എന്നുണ്ടാവും, ഫംഗ്ഷൻ ഒരു പേരുണ്ടാവും, ഫംഗ്ഷന്റെ കൂടെ ഓപ്പണിംഗ് ബ്രാക്കറ്റും ക്ലോസിംഗ് ബ്രാക്കറ്റും ഉണ്ടാവും, അത് കൂടെ ഉള്ളതാണ്. ഓക്കെ, നമ്മൾ എന്താ പറയുക, ബിൽറ്റ് ഇൻ ഫംഗ്ഷനെ പോലെ തന്നെ നമ്മൾ തന്നെ ഫംഗ്ഷൻ ഒക്കെ ഉണ്ടാകും കേട്ടോ. നമ്മളൊരു ഏകദേശം ഒരു 16 ഡേ അല്ലെങ്കിൽ 17 ആകുമ്പോൾ നമ്മൾ തന്നെ ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, ഇപ്പൊ നമ്മൾ അതിനെക്കുറിച്ച് ബോധർ ചെയ്യണ്ട. അപ്പൊ നമുക്ക് ഫംഗ്ഷൻ ഒരു പേരുണ്ടാവും, ഓപ്പണിംഗ് ബ്രാക്കറ്റ്, ക്ലോസിംഗ് ബ്രാക്കറ്റ് ഉണ്ടാവും. ഓക്കെ, ശരി, നമുക്കത് എഴുതാം. സോ പ്രിന്റ്, ഓപ്പണിംഗ് ബ്രാക്കറ്റ്, ക്ലോസിംഗ് ബ്രാക്കറ്റ്, ഇത് ആണ് നമ്മൾ പ്രിന്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഫംഗ്ഷൻ. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ ലൈക്ക് ഫംഗ്ഷൻ ഒരു പെർട്ടിക്കുലർ ടാസ്ക് ഉണ്ടാവും. അപ്പൊ ഈ പ്രിന്റ് എന്ന് പറയുന്ന ഫംഗ്ഷന്റെ ടാസ്ക് എന്ന് പറയുന്നത് നമ്മുടെ പ്രോഗ്രാം, നമുക്കിപ്പോൾ ഒരു ഫസ്റ്റ് p.py എന്ന് പറയുന്ന ഒരു ഫയലുണ്ട്. ഈ ഫയലിൽ രണ്ട് പ്രധാനപ്പെട്ട റൺ ചെയ്യപ്പോഴത്തേക്കും നമുക്ക് കോഡ് എഴുതാനുള്ള ഇന്റർഫേസ് ഉണ്ടാവും. അവിടെയാണ് നമ്മൾ കോഡ് എഴുതുന്നത്. ഓക്കെ, കോഡ് എഴുതാനുള്ള ഇന്റർഫേസ്. രണ്ട്, നമുക്ക് ഇതിന്റെ ഉത്തരം കിട്ടുന്ന ഒരു ഇന്റർഫേസ് ഉണ്ട്, അതിന് ഔട്ട്പുട്ട് കൺസോൾ എന്നാണ് പറയുന്നത്. ഓക്കെ, പ്രോഗ്രാം കൺസോൾ ആൻഡ് ഔട്ട്പുട്ട് കൺസോൾ. അപ്പോൾ ഈ പൈച്ചാമിന്റെ തന്നെ ഔട്ട്പുട്ട് കൺസോളിൽ നമുക്ക് എന്തെങ്കിലും റിസൾട്ട് വരണമെങ്കിൽ, അപ്പോൾ പൈച്ചാമിന്റെ തന്നെ ഔട്ട്പുട്ട് കൺസോളിൽ നമുക്ക് എന്തെങ്കിലും റിസൾട്ട് വരണമെങ്കിൽ നമ്മൾ എഴുതേണ്ടത് പ്രിന്റ് എന്ന് പറയുന്ന ഫംഗ്ഷന്റെ ഉള്ളിലാണ്. ഓക്കെ, അതായത് ഈ ഓപ്പണിംഗ് ബ്രാക്കറ്റിന്റെയും ക്ലോസിംഗ് ബ്രാക്കറ്റിന്റെയും ഉള്ളിലാണ് നമ്മൾ എഴുതേണ്ടത്. ശരി, ഇനി പ്രിന്റ് നമുക്ക് പല രീതിയിൽ ഉപയോഗിക്കാം, നമ്മളൊന്ന് അത് പഠിക്കും. ആദ്യമായിട്ട് എനിക്കൊരു മെസ്സേജ് കാണിക്കണം, ഒരു മെസ്സേജ് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കണം. അപ്പോൾ ഒരു മെസ്സേജ് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കാനായിട്ട് ഞാൻ പ്രിന്റ് ഫംഗ്ഷൻ എങ്ങനെ ഉപയോഗിക്കണമെന്ന് ചോദിച്ചാൽ, എൻ്റെ മെസ്സേജിനെ ഞാൻ എന്ത് ചെയ്യണം, ഡബിൾ കോട്ട്സിൽ, ഓക്കെ, ഡബിൾ കോട്ട്സിൻ്റെ അകത്ത് കൊടുക്കുക. സോ ഹലോ സ്റ്റുഡൻസ്. ഓക്കെ, അപ്പോൾ എന്താണ് അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ പ്രിന്റ് ഫംഗ്ഷൻ എഴുതിയപ്പോൾ നമ്മളെല്ലാം സ്മോൾ ലെറ്ററിലാണ് എഴുതിയത്. നമ്മൾ എവിടെ തുടങ്ങി, ഇവിടെ പൈച്ചാമിൽ 1 എന്ന് എഴുതിയിട്ട് ഒരു മാർജിൻ കാണാം. നിങ്ങൾക്കത് കാണാൻ പറ്റുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു ചെറിയൊരു മാർജിൻ ഉണ്ട്. ആ മാർജിനിൽ തുടക്കത്തിൽ തന്നെയാണ് നമ്മൾ പ്രിന്റ് ചെയ്തത്. അവിടെ നിന്ന് നമ്മളൊരു സ്പേസും കൊടുത്തിട്ടില്ല. സ്പേസ് ഇങ്ങനെ കൊടുക്കാൻ പാടില്ല കേട്ടോ. നമുക്ക് ഒരു സ്പേസ് കൊടുക്കേണ്ട ചില റൂൾസ് ഉണ്ട്. അപ്പോൾ നമ്മൾ പ്രോഗ്രാം കൺസോളിൽ നമ്മൾ എന്ത് ചെയ്താലും അതിന് കുറച്ച് റൂൾസ് ഒക്കെ ഉണ്ട്. സോ നമ്മൾ അതേ ഇതിൽ തന്നെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. പ്രിന്റ് എന്ന് സ്മോൾ ലെറ്ററിലാണ് എഴുതിയത്. ഈ ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതിയാലും നമുക്ക് എന്താവും, എറർ വരും. സോ അങ്ങനെ ഒരു കമന്റ് ഇല്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഫംഗ്ഷൻ ഇല്ല. സോ സ്മോൾ ലെറ്ററിലാണ് എഴുതേണ്ടത്. ഫംഗ്ഷന്റെ പേര് എഴുതി, ഓപ്പണിംഗ് ബ്രാക്കറ്റ്, ക്ലോസിംഗ് ബ്രാക്കറ്റ്, എന്നിട്ട് ഡബിൾ കോട്ട്സിന്റെ അകത്ത് എൻ്റെ മെസ്സേജ് കൊടുത്തു. അപ്പൊ ഡബിൾ കോട്ട്സിന്റെ അകത്ത് എനിക്ക് എങ്ങനെ വേണമെങ്കിലും എഴുതാം. ക്യാപിറ്റൽ ലെറ്റർ എഴുതാം, സ്മോൾ ലെറ്റർ എഴുതാം, സ്പേസ് കൊടുക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാം, സിമ്പിൾസും കൊടുക്കാം, എന്ത് വേണമെങ്കിലും എനിക്ക് കൊടുക്കാൻ പറ്റും. സോ അവിടെ നമുക്ക് ഫ്രീഡം ഉണ്ട്. സോ ഞാൻ റൺ ചെയ്യുന്നു. അപ്പോൾ എങ്ങനെ റൺ ചെയ്യണം, ഇവിടെ നമുക്കൊരു ഗ്രീൻ ബട്ടൺ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്താൽ നമുക്ക് പ്രോഗ്രാം എക്സിക്യൂഷനിലോട്ട് പോകും. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്, ഈ ലൈന്
ഒബ്ജക്റ്റ് കോഡായി മാറും, അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു, ഇതിനെ കൺവേർട്ട് ചെയ്യുന്നു. ഓക്കെ, അതായത് ഇന്റർപ്രറ്റർ കൺവേർട്ട് ചെയ്യുന്നു, എന്നിട്ട് നമുക്ക് റിസൾട്ട് കാണിച്ചു തരുന്നു. അതാ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ചെയ്യാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ റൺ ചെയ്യുന്നതിന് തൊട്ടടുത്തായിട്ട് ഏത് ഫയലാണ് റൺ ചെയ്യേണ്ടത് നമ്മൾ സെലക്ട് ചെയ്യണം. ഇപ്പൊ ഇവിടെ നമുക്ക് main.py എന്ന് പറയുന്ന ഒരു ഫയലും ഉണ്ട്, നമ്മൾ ക്രിയേറ്റ് ചെയ്ത നമ്മളെ ഫയലും ഉണ്ട്. അപ്പൊ അത് എന്ത് ചെയ്യണം, അത് നമുക്ക് സെലക്ട് ചെയ്യണം. അത് സെലക്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, ഇപ്പൊ main.py ആണ് കാണിച്ചിരിക്കുന്നത്, നമുക്ക് ഇവിടെ കറണ്ട് ഫയൽ എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് എന്ത് കിട്ടി, നമുക്ക് ഔട്ട്പുട്ട് കിട്ടി, ഹലോ സ്റ്റുഡൻസ് എന്ന് എനിക്ക് എന്ത് ചെയ്തു. അപ്പോൾ ഇത് നമ്മളെ പ്രോഗ്രാം കൺസോൾ, ഇത് നമ്മളെ ഔട്ട്പുട്ട് കൺസോൾ. സോ ഒറ്റ ലൈൻ എഴുതിയുള്ളൂ, അതുകൊണ്ട് അത് എന്ത് ചെയ്തു, അത് എക്സിക്യൂട്ട് ആയി. എന്നിട്ട് എന്ത് എഴുതി കാണിച്ചു, പ്രോസസ് ഫിനിഷ്ഡ് വിത്ത് എക്സിറ്റ് കോഡ് 0 എന്ന് എഴുതി കാണിച്ചു. അതായത് പ്രോഗ്രാം ഇവിടെ കഴിഞ്ഞു എന്നാണ് കാണിച്ചത്. ഓക്കെ, സോ ഇതാണ് നമ്മൾ പ്രിന്റ് ഫംഗ്ഷൻ പറയുന്നത്. പ്രിന്റ് ഫംഗ്ഷന്റെ ഉള്ളിൽ നമ്മൾ മെസ്സേജ് കൊടുക്കുന്നത്. അപ്പോൾ മെസ്സേജ് ഡബിൾ കോഡ്സിന്റെ ഉള്ളിലേ കൊടുക്കാൻ പറ്റുള്ളൂ എന്ന് ചോദിച്ചാൽ അല്ല, നമുക്ക് രണ്ട് രീതിയിൽ കൊടുക്കാം, സിംഗിൾ കോഡ്സിന്റെ ഉള്ളിലും കൊടുക്കാം. അപ്പോൾ ഓപ്പണിംഗ് സിംഗിൾ കോഡ്സ്, ക്ലോസിംഗ് സിംഗിൾ കോഡ്സ്. അപ്പോൾ സിംഗിൾ കോഡ്സിന്റെ അകത്ത് നമുക്ക് മെസ്സേജ് എഴുതാം. ഓക്കെ, സോ ഇതും എന്തായിട്ട് എടുക്കത്തുള്ളൂ, ഇതും നമുക്ക് മെസ്സേജ് ആയിട്ട് എടുക്കത്തുള്ളൂ. ഓക്കെ, ശരി. അപ്പം ഡബിൾ കോഡ്സ്, സിംഗിൾ കോഡ്സ്, ഇനി ട്രിപ്പിൾ കോഡ്സ് ഉണ്ട്. ട്രിപ്പിൾ കോഡ്സ് 1 2. ഓക്കെ, അതായത് 3 കോഡ്സ്, ട്രിപ്പിൾ കോഡ്സ്. അപ്പോൾ ട്രിപ്പിൾ കോഡ്സ് യൂസ് ചെയ്താൽ നമുക്ക് മൾട്ടിപ്പിൾ ലൈൻസ് എഴുതാൻ പറ്റും. നമുക്ക് എത്ര ലൈൻ വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൻ്റെ അകത്ത് കൊടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ മൾട്ടിപ്പിൾ ലൈൻസ് നമുക്ക് പ്രിന്റ് ചെയ്യണമെങ്കിൽ നമ്മൾ കൊടുക്കേണ്ടത് എന്തിലാണ്, ട്രിപ്പിൾ കോഡ്സിലാണ്. സോ പ്രിന്റ് ഫംഗ്ഷൻ്റെ അകത്ത് ഡബിൾ കോഡ്സ് കൊടുത്താൽ നമുക്ക് സിംഗിൾ ലൈൻ പ്രിന്റ് ചെയ്യാം, സിംഗിൾ കോഡ്സ് കൊടുത്താലും നമുക്ക് സിംഗിൾ ലൈൻ പ്രിന്റ് ചെയ്യാം. ട്രിപ്പിൾ കോഡ്സ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മൾട്ടിപ്പിൾ ലൈൻസ് നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, നമുക്ക് റൺ ചെയ്യാം. സോ നമുക്ക് എന്താണ് മൾട്ടിപ്പിൾ ലൈൻ ആയിട്ട് നമുക്ക് എന്തായി പ്രിന്റ് ചെയ്തു. ഓക്കെ, അപ്പൊ എന്തായി നമ്മൾ ഡൗട്ട് ഉണ്ട്. ഈ നമ്മൾ ഡബിൾ കോഡ്സ് യൂഷ്വലി നമുക്ക് ചെയ്യുമ്പം നമുക്ക് നമ്മളിപ്പോൾ എന്ത് വേണമെങ്കിൽ നമുക്ക് ടൈപ്പ് ചെയ്യുന്നുണ്ട് സാർ, നമുക്ക് സ്പേസ് ക്യാപ്സ് എന്ത് വേണമെങ്കിൽ നമുക്ക് ക്യാപ്പ് പ്രോബ്ലംസ് ഒന്നും ഇല്ലല്ലോ അതിനകത്ത്. പക്ഷെ അപ്പം ഈ സിംഗിൾ കോഡ്സും ഡബിൾ കോഡ്സ് യൂസ് ചെയ്യുന്ന പേർപ്പസ് സെയിം ആണോ? അല്ല, അതിനെ കുറിച്ച് ഞാൻ അടുത്ത് പറയാം. അപ്പൊ ഈ സോറി ടു ഇന്ററപ്റ്റ് സർ, അപ്പൊ ഈ 3 കോഡ്സിന്റെ നമുക്ക് ഈ ഡിഫറെന്റ് പാരാഗ്രാഫ്സ് വരാൻ വേണ്ടിയാണ് നമ്മൾ 3 കോഡ്സ് യൂസ് ചെയ്യുന്നത്. അതെ, അതായത് നമുക്ക് മൾട്ടിപ്പിൾ ലൈൻസ് വേണം, ഒറ്റ ലൈനിൽ നിൽക്കത്തില്ല. സോ നമ്മൾ ഒരു പ്രൊജക്ട് ചെയ്യുന്നുണ്ട്, നമ്മൾ ഗെയിം ചെയ്യാൻ നേരത്ത് നമുക്ക് ആസ്കി ക്യാരക്ടർ വെക്കേണ്ടി വരും. അപ്പോൾ നമുക്ക് മൾട്ടിപ്പിൾ ലൈനിൽ നമുക്ക് പ്രിന്റ് ചെയ്യേണ്ടി വരും. സോ നമുക്ക് മൾട്ടിപ്പിൾ ലൈനിൽ നമുക്ക് കണ്ടന്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും സിംഗിൾ കോഡ്സ് ഉപയോഗിച്ചോ ഡബിൾ കോഡ്സ് ഉപയോഗിച്ചോ നമുക്ക് പ്രിന്റ് ചെയ്യാൻ പറ്റത്തില്ല. സോ നമുക്ക് അതിന് വേണ്ടിയിട്ടാണ് മൾട്ടിപ്പിൾ ലൈൻസ് പ്രിന്റ് ചെയ്യാൻ വേണ്ടി ട്രിപ്പിൾ കോഡ്സ് കൊടുക്കും. ഓക്കെ, സോ ഇനി സിംഗിൾ ലൈനേ ഉള്ളൂ, നമ്മൾ ട്രിപ്പിൾ കോഡ്സ് കൊടുത്തെന്ന് പറഞ്ഞാലും നമുക്ക് ഇഷ്യൂ ഒന്നുമില്ല, അതും വർക്ക് ചെയ്യും. ഓക്കെ, സോ മൾട്ടിപ്പിൾ ലൈൻ ഉണ്ടെങ്കിൽ നമുക്ക് ട്രിപ്പിൾ കോഡ്സിലേക്ക് കൊടുക്കാൻ പറ്റും. ഓക്കെ, ശരി. അപ്പോൾ അതാണ്. ഇനി ചോദിച്ച പോലെ മാധവ് ചോദിച്ച പോലെ അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, അപ്പോൾ സിംഗിൾ കോഡ്സ് ഉപയോഗിക്കാം, ഡബിൾ കോഡ്സ് ഉപയോഗിക്കാം, ഇത് തമ്മിലുള്ള വ്യത്യാസം ഞാൻ പറയാം. ഓക്കെ, ഞാൻ ഇതിൻ്റെ അകത്ത് സിംഗിൾ കോഡ്സ് തുടങ്ങുകയാണ്. സോ സിംഗിൾ കോഡ്സ്, അപ്പോൾ സിംഗിൾ കോഡ്സ് തുടങ്ങിക്കഴിഞ്ഞാൽ എൻഡ് ചെയ്യേണ്ടതും സിംഗിൾ കോഡ്സ് തന്നെയാണ്. അപ്പോൾ ഇവിടെ പൈച്ചാം ഉപയോഗിക്കുന്നുണ്ട്, നമ്മൾ ഒരു പ്രാവശ്യം കോട്ട് ഇട്ടാൽ എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കായിട്ട് പൈച്ചാം തന്നെ നമുക്ക് ഒരു കോട്ടും കൂടെ തരും. ഓക്കെ, ഇനി നമുക്ക് അതിൻ്റെ ഉള്ളിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി, നമ്മൾ മെസ്സേജ് എഴുതിയാൽ മതി. ഓക്കെ, അപ്പോൾ ഞാൻ ഇങ്ങനെ എഴുതാൻ പോവാണ്, ലെറ്റ്സ് കോഡ് വിത്ത് അസ്. ഇവിടെ എന്താ സംഭവിച്ചേ, ഞാൻ എന്ത് പറയുന്നു, എനിക്ക് എൻ്റെ മെസ്സേജിൻ്റെ അകത്ത് ഒരു സിംഗിൾ കോട്ട് ഉണ്ട്. അപ്പോൾ എൻ്റെ മെസ്സേജിൻ്റെ ഉള്ളിൽ ഒരു സിംഗിൾ കോട്ട് ഉണ്ട്, പക്ഷെ ഞാൻ എൻ്റെ പ്രിന്റ് സ്റ്റേറ്റ്മെന്റ് എഴുതിയതും സിംഗിൾ കോഡ്സിലാണ്. ആ സമയത്ത് എനിക്ക് എന്ത് വരും, ഇഷ്യൂ വരും. അപ്പോൾ എന്ത് ചെയ്യാം, ഇങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ കൊടുക്കുന്ന മെസ്സേജിന്റെ ഉള്ളിൽ തന്നെ സിംഗിൾ കോഡ്സോ ഡബിൾ കോഡ്സോ ഉണ്ടെങ്കിൽ നമ്മളിത് എന്ത് ചെയ്യും, അപ്പോൾ നമ്മൾ ഇവിടെ എന്ത് ചെയ്യും, പുറത്ത് പ്രിന്റിന്റെ അകത്ത് ഡബിൾ കോഡ്സ് ഇട്ട് തുടങ്ങും. സോ ഇത് ഡബിൾ കോഡ്സ് നമുക്ക് തുടങ്ങിക്കഴിഞ്ഞാൽ ആ എറർ നമുക്ക് എന്ത് ചെയ്യും, സോൾവ് ആയി. അപ്പോൾ ലെറ്റ്സ് കോഡ് വിത്ത് അസ്. അപ്പോൾ ഇത് എന്താണ്, നമ്മളെ മെസ്സേജ് ഡബിൾ കോഡ്സിന്റെ ഉള്ളിലാണ്, അതിൻ്റെ അകത്ത് ഒരു സിംഗിൾ കോഡ്സ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. സോ കറക്റ്റായിട്ട് വന്നു. സോ ഇവിടെ പുറത്ത് നമ്മൾ സിംഗിൾ കോഡ്സ് ആണ് ഉപയോഗിച്ചെങ്കിൽ എന്താണ് വിചാരിക്കുക എന്ന് വെച്ചാൽ, ഇന്റർപ്രറ്റർ വിചാരിക്കും ഇവിടെ വെച്ച് ഇത് കഴിഞ്ഞു. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇവിടെയും കൂടെ കൊടുത്താൽ പോരെയെന്ന് ചോദിക്കും. ഓക്കെ, സോ ആ സമയത്ത് നമുക്ക് എന്ത് വരും, നമുക്ക് ഇഷ്യൂസ് വരാം. ഓക്കെ, അപ്പൊ നമുക്ക് അവിടുത്തെ അപ്പോസ്ട്രോഫി എസ് കൊടുക്കാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പൊ നമുക്ക് ഇങ്ങനെ ആയിരിക്കും വരിക. ഓക്കെ, ലെറ്റ്സ് കോഡ് വിത്ത് എന്ന് വരത്തുള്ളൂ. അപ്പൊ നമുക്ക് എന്താണ്,
നമ്മുടെ മെസ്സേജിന്റെ ഉള്ളിൽ സിംഗിൾ കോട്ട്സോ ഡബിൾ കോട്ട്സോ ഉണ്ടെങ്കിൽ നമ്മൾ ഇത് ചേഞ്ച് ചെയ്ത് കൊടുക്കണം. സോ അതിലേക്ക് വേണ്ടിയിട്ടാണ് നമുക്ക് സിംഗിൾ കോട്ട്സും ഡബിൾ കോട്ട്സും നമുക്ക് പ്രിന്റ് സ്റ്റേറ്റ്മെന്റിൽ നമ്മൾ ഉപയോഗിക്കുന്നത്. സോറി സർ, ഈ സിംഗിൾ കോട്ട്സ് അപ്പോൾ ബേസിക്കലി നമ്മൾ യൂഷ്വലി കോഡിംഗ് ഉപയോഗിക്കാറില്ല അപ്പോൾ അല്ലേ? സിംഗിൾ കോട്ട്സ് ഉപയോഗിക്കും, ഡബിൾ കോട്ട്സ് ഉപയോഗിക്കും, എങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കും. സർ സിംഗിൾ കോട്ട്സിനോട് ഒന്ന് ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമോ? അതായത് നമുക്ക് ഇപ്പോൾ എനിക്ക് തോന്നുന്നു മാധവന് ആ ഡൗട്ട് വരാൻ കാരണം ഈ ജാവ പഠിച്ചപ്പോഴത്തേക്ക് സിംഗിൾ കോട്ട്സ് ക്യാരക്ടറിലും ഡബിൾ കോട്ട്സ് സ്ട്രിങ്ങിൽ ഉപയോഗിക്കും എന്നുള്ളൊരു ഐഡിയ ഉണ്ടായതുകൊണ്ടാണ് ആ പ്രശ്നം വന്നത്. പക്ഷെ പൈത്തണിൽ അങ്ങനെ ഒരു പ്രശ്നമില്ല. നമുക്ക് ഒരു മെസ്സേജ് പ്രിന്റ് ചെയ്യാൻ നമുക്ക് സിംഗിൾ കോട്ട്സ് ഇപ്പം ഞാൻ ഡബിൾ കോട്ട്സ് ഉപയോഗിച്ച് ഗുഡ് ഈവനിങ് എന്ന് പ്രിന്റ് ചെയ്യുന്നു. സോ നമുക്ക് അതേപോലെ തന്നെ പ്രിന്റ് ആയി. സിംഗിൾ കോട്ട്സിൽ നമ്മൾ ഗുഡ് ഈവനിങ് എന്ന് പ്രിന്റ് ചെയ്യുന്നു. സോ സെയിം ലൈക്ക് ഡബിൾ കോട്ട്സ് നമുക്ക് എന്ത് ഉപയോഗിക്കാം, നമുക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, സോ അത് തമ്മിൽ യാതൊരു വ്യത്യാസമില്ല. ഇത് നമുക്ക് ഇതിന്റെ ഉള്ളിൽ രണ്ടും ഉപയോഗിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഇത് തമ്മിൽ മാറ്റി നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, സോ അതാണ് സിംഗിൾ കോട്ട്സും ഡബിൾ കോട്ട്സും തമ്മിലുള്ള വ്യത്യാസം. ഓക്കെ, നമുക്കത് ഉപയോഗിക്കേണ്ട രീതി വരുമ്പോഴത്തേക്ക് ഞാൻ പറയാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഉപയോഗിക്കാം. നിങ്ങൾക്ക് മെസ്സേജ് പ്രിന്റ് ചെയ്യാൻ സിംഗിൾ കോട്ട്സ് ആണ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സിംഗിൾ കോട്ട്സ് ഉപയോഗിക്കാം. ഡബിൾ കോട്ട്സ് ഉപയോഗിക്കണമെങ്കിൽ ഡബിൾ കോട്ട്സ് നിങ്ങൾക്ക് ഉപയോഗിക്കാം. സോ അതാണ് സ്ട്രിംഗ് ഇതിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ പ്രിന്റ് സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, അപ്പോൾ നമ്മൾ പ്രിന്റ് സ്റ്റേറ്റ്മെന്റ് നമ്മളെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ എന്താണ് നമ്മൾ പ്രിന്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്ന ഒരു ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ ആണ്. ഇത് എന്തിനാണ് ഉപയോഗിക്കുന്നത്? നമുക്ക് ഒരു മെസ്സേജ് നമുക്ക് പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്ക് എന്ത് ഉപയോഗിക്കുന്നത്, നമ്മൾ പ്രിന്റ് സ്റ്റേറ്റ്മെന്റ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും? നമുക്ക് നമ്പേഴ്സ് നമുക്ക് വേണമെങ്കിൽ നമുക്ക് പ്രിന്റ് ചെയ്യാം. നമുക്ക് ഒരു മെസ്സേജ് നമുക്ക് പ്രിന്റ് ചെയ്യാം. നമുക്ക് ഇങ്ങനെ ഒരു ഇങ്ങനെ മൾട്ടിപ്പിൾ ലൈൻ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പ്രിന്റ് ചെയ്യാം. എല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ലൈക്ക് ഇപ്പോൾ നമുക്കൊരു 1000 എന്ന് നമുക്ക് പ്രിന്റ് ചെയ്യണം. സോ ഇത് നമ്മൾ സിംഗിൾ കോട്ട്സിൻ്റെ അകത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതേപോലെ എന്താണോ നമ്മൾ സിംഗിൾ കോട്ട്സിൻ്റെ അകത്തോ എന്താണ് നമ്മൾ ഡബിൾ കോട്ട്സിൻ്റെ അകത്തോ കൊടുക്കുന്നത് അത് അതേപോലെ നമുക്ക് എന്ത് വരും, നമുക്ക് പ്രിന്റ് ആയി വരും. ഓക്കെ, നമുക്ക് ഇതിൻ്റെ അകത്ത് സിമ്പിൾസും കൊടുക്കാം. ഓക്കെ, ഇതെല്ലാം നമുക്ക് എന്താ അതേപോലെ എന്താണോ ഉള്ളത് അതേപോലെ നമുക്ക് എന്തായി പ്രിന്റ് ആയി വരും. ഓക്കെ, സോ ട്രിപ്പിൾ കോട്ടിന്റെ കാര്യം ഞാൻ പറഞ്ഞു. ഓക്കെ, ട്രിപ്പിൾ കോട്ടിന്റെ കാര്യം പറഞ്ഞു. നമുക്ക് മൾട്ടിപ്പിൾ ലൈൻസ് പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ട്രിപ്പിൾ കോട്ട്സ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇനി ഞാൻ പറയാൻ പോകുന്ന സ്ട്രിങ് എന്താണ്. ഓക്കെ, ആ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. എന്താണ് സ്ട്രിങ്? അതായത് നമ്മളിപ്പം പറഞ്ഞു കേട്ടോ, നമ്മൾ പ്രിന്റ് സ്റ്റേറ്റ്മെന്റിന്റെ അകത്ത് ഡബിൾ കോട്ട്സിന്റെ അകത്ത് നമുക്ക് കൊടുക്കണം. അപ്പോൾ എനിത്തിങ് ഇൻസൈഡ് ഡബിൾ കോട്ട്സ് അല്ലെങ്കിൽ സിംഗിൾ കോട്ട്സ് അല്ലെങ്കിൽ ട്രിപ്പിൾ കോട്ട്സ് നമ്മൾ എന്ത് എഴുതിയാലും പൈത്തൺ അതിനെ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ അതിനെ സ്ട്രിങ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് എനിത്തിങ് ഇൻസൈഡ് എ സിംഗിൾ കോട്ട്സ് അല്ലെങ്കിൽ ഒരു ട്രിപ്പിൾ കോട്ട്സ് അല്ലെങ്കിൽ ഡബിൾ കോട്ട്സ് അതിനെ വിളിക്കുന്നതാണ് സ്ട്രിങ്. അപ്പോൾ എന്താണ് സ്ട്രിങ് എന്ന് ചോദിച്ചാൽ നമുക്ക് ഈ പറഞ്ഞ പോലെ സിംഗിൾ കോട്ട്സിന്റെ അകത്തോ ഡബിൾ കോട്ട്സിന്റെ അകത്തോ ട്രിപ്പിൾ കോട്ട്സിന്റെ അകത്തോ നമുക്ക് എന്ത് നമ്മൾ എഴുതിയാലും നമ്മൾ അതിനെ എന്ത് വിളിക്കും, അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്ട്രിങ്സ്. ഓക്കെ, അപ്പോൾ അതാണ് സ്ട്രിങ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ, എല്ലാവർക്കും അത് മനസ്സിലായോ? ഓക്കെ ആണോ? ഡൗട്ട് ഉണ്ടോ? അപ്പോൾ നമ്മൾ ഈ എഴുതിയിരിക്കുന്ന മെസ്സേജിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്ട്രിങ്. ഓക്കെ അല്ലേ? ഓക്കെ സർ. ശരി, അടുത്ത് ഞാൻ നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്ന അടുത്തൊരു ഫംഗ്ഷനാണ്. അപ്പോൾ നമ്മൾ പ്രിന്റ് ഫംഗ്ഷനെ കുറിച്ച് സംസാരിച്ചു. അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്ന ഒരു ഫംഗ്ഷനാണ് ഇൻപുട്ട് ഫംഗ്ഷൻ. ഓക്കെ, അടുത്ത് നമ്മളൊരു ഫംഗ്ഷൻ പഠിക്കാൻ പോകുന്നു, ഇൻപുട്ട് ഫംഗ്ഷൻ. ഇൻപുട്ട് ഫംഗ്ഷൻ പഠിക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ ഒരു കാര്യം പറയാം. പ്രിന്റ്, ഞാൻ ഒരു മെസ്സേജ് കൊടുക്കണം, വാട്ട് ഈസ് യുവർ നെയിം. സോ പ്രിന്റ് വാട്ട് ഈസ് യുവർ നെയിം എന്ന് ഞാൻ എന്ത് ചെയ്യുന്നു, പ്രിന്റ് ചെയ്യാൻ പോകണം. റൺ ചെയ്തു. ഓക്കെ, അപ്പോൾ വാട്ട് ഈസ് യുവർ നെയിം എന്ന് പറഞ്ഞു പ്രിന്റ് ചെയ്തു. ഓക്കെ, പ്രോസസ് ഫിനിഷ്ഡ് വിത്ത് എക്സിറ്റ് കോഡ് 0 ആണ്. എനിക്ക് ഇവിടെ ഒന്നും ടൈപ്പ് ചെയ്യാൻ പറ്റില്ല. വാട്ട് ഈസ് യുവർ നെയിം എന്ന് പ്രോഗ്രാം ചോദിച്ചു, പക്ഷെ എൻ്റെ പേര് എനിക്ക് അടിക്കണം. പക്ഷെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ചെയ്യാൻ പറ്റില്ല. വൈ? ബിക്കോസ് പ്രിന്റ് ഫംഗ്ഷൻ എന്തേ ചെയ്യത്തുള്ളൂ, എന്താണോ പ്രിന്റ് ഫംഗ്ഷൻ്റെ അകത്ത് കൊടുത്തിട്ടുള്ളത് അത് അതേപോലെ എന്ത് ചെയ്യത്തുള്ളൂ, പ്രിന്റ് ചെയ്യത്തേ ഉള്ളൂ പ്രിന്റ് ഫംഗ്ഷൻ. അപ്പോൾ പ്രിന്റ് ഫംഗ്ഷൻ്റെ അകത്ത് നമ്മൾ എന്ത് ചെയ്താൽ നമ്മൾ എന്താണോ എഴുതിയത് അത് അതേപോലെ ഔട്ട്പുട്ട് കൺസോളിൽ പ്രിന്റ് ചെയ്യുക മാത്രമേ ആര് ചെയ്യത്തുള്ളൂ, പ്രിന്റ് ഫംഗ്ഷൻ ചെയ്യത്തുള്ളൂ. അപ്പോൾ എനിക്ക് പേരും കൂടെ വാങ്ങണം, ഒരാളുടെ പേരും കൂടെ വാങ്ങണം. സോ ആ സമയത്ത് ഞാൻ എന്ത് ചെയ്യണം, യൂസറിന്റെ കയ്യിൽ നിന്ന് എന്ത് വാങ്ങുകയാണ്, ജസ്റ്റ് മെസ്സേജ് അല്ല, യൂസറിന്റെ കയ്യിൽ നിന്ന് ഞാൻ എന്ത് വാങ്ങുകയാണ്, അയാളുടെ ഡേറ്റയും കൂടെ കളക്ട് ചെയ്യണം. സോ അങ്ങനെ വാങ്ങുന്നെങ്കിൽ ഞാൻ അവിടെ ഉപയോഗിക്കേണ്ട ഫംഗ്ഷനാണ് ഇൻപുട്ട് ഫംഗ്ഷൻ. എന്ത് ഫംഗ്ഷൻ? ഇൻപുട്ട് ഫംഗ്ഷൻ. സോ ഇൻപുട്ട് ഫംഗ്ഷൻ എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ
നമുക്ക് യൂസറിന്റെ കയ്യിൽ നിന്ന് നമുക്ക് വാല്യൂ മേടിക്കാൻ പറ്റും. അപ്പൊ യൂസറിന്റെ കയ്യിൽ നിന്ന് വാല്യൂ മേടിച്ച് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ, അപ്പൊ നമുക്ക് രണ്ട് രണ്ട് ഇതുണ്ടെന്ന് പറഞ്ഞല്ലേ, പൈച്ചാമിൽ രണ്ട് ഇന്റർഫേസ് ഉണ്ട്, പ്രോഗ്രാം ഇന്റർഫേസും ഔട്ട്പുട്ട് പ്രോഗ്രാം കൺസോളും ഔട്ട്പുട്ട് കൺസോളും. അപ്പൊ ഔട്ട്പുട്ട് കൺസോളിൽ വരുന്ന ഡേറ്റയെ എന്ത് ചെയ്യും, ഇത് പ്രോഗ്രാം കൺസോളിലോട്ട് കൊണ്ടുപോകും. അപ്പൊ വാട്ട് ഈസ് യുവർ നെയിം എന്ന് ചോദിച്ചാൽ, ഇപ്പൊ ഞാൻ എൻ്റെ പേര് മനോജ് എന്ന് എൻ്റർ ചെയ്താൽ നമ്മൾ എൻ്റർ ചെയ്യപ്പോൾ ഈ മനോജ് എന്ന് പറയുന്ന ഈ ഒരു ഡേറ്റ ഫസ്റ്റ് ലൈനിൽ പോകും, നമ്മളെ കോഡിലോട്ട് ട്രാവൽ ചെയ്യും. ഓക്കെ, അത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നു. ഓക്കെ, ഇപ്പൊ തൽക്കാലത്തേക്ക് ഞാൻ എന്ത് ചെയ്യുന്നു, ഞാനിത് റൺ ചെയ്യുന്നു. ഓക്കെ, അപ്പൊ ഇപ്പൊ കണ്ടോ, ഇൻപുട്ട് ഞാൻ കൊടുത്ത സമയത്ത് എന്ത് സംഭവിച്ചു, വാട്ട് ഈസ് യുവർ നെയിം എന്ന് ചോദിച്ച് എന്ത് ചെയ്യുന്നു, ഇപ്പോൾ ഒരു കർസർ ബ്ലിങ്ക് ചെയ്യുന്നുണ്ട്. അതായത് നമ്മുടെ പ്രോഗ്രാം വെയിറ്റ് ചെയ്യണം, യൂസർ എന്തെങ്കിലും ടൈപ്പ് ചെയ്യുമോ എന്ന് നോക്കി വെയിറ്റ് ചെയ്യണം. അല്ലെങ്കിൽ ഇവിടെ എന്ത് എഴുതി കാണിച്ചേനെ, പ്രോഗ്രാം എക്സിറ്റ് വിത്ത് കോഡ് 0 എന്ന് എഴുതി കാണിച്ചേനെ. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു, മനോജ് എന്ന് എൻ്റർ ചെയ്തു. സോ ഇപ്പൊ എന്ത് ചെയ്തു, യൂസർ ഒരു വാല്യൂ കൊടുത്തു, എൻ്റർ അടിച്ചു. യൂസർ ഒരു വാല്യൂ കൊടുത്തു, എൻ്റർ അടിച്ചപ്പോൾ എന്തായി, പ്രോസസ് ഫിനിഷ്ഡ് വിത്ത് എക്സിറ്റ് കോഡ് 0 ആയി. ഇവിടെ ആക്ച്വലി സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, ഈ മനോജ് എന്ന് പറയുന്ന ഡേറ്റ എവിടെ പോകുന്നു ചോദിച്ചാൽ, ഈ ഇൻപുട്ട് വാട്ട് ഈസ് യുവർ നെയിം എന്ന് പറയുന്ന കോഡ് റീപ്ലേസ് ചെയ്തിട്ട് അവിടെ എന്ത് വരും, മനോജ് എന്ന് പറയുന്ന ഡേറ്റ വരും. അത് നിങ്ങളെ ഞാൻ കാണിച്ചു തരാൻ പോകും, എങ്ങനെയാണ് ഈ കോഡ് എക്സിക്യൂട്ട് ചെയ്യുന്നതെന്ന് നിങ്ങളെ ഞാൻ എന്ത് ചെയ്യാമെന്ന് കാണിച്ചു തരാം. സോ കാണിച്ചു തരാൻ വേണ്ടി നമുക്ക് അതിനൊരു ഐ ഡി ഉണ്ട്. സോ ഞാൻ ആ ഐ ഡി നിങ്ങൾ എല്ലാവരും ഇൻസ്റ്റാൾ ചെയ്യണമെന്ന് പറയത്തില്ല, പക്ഷെ നമ്മൾ പഠിക്കുന്ന സമയത്ത് ആ ഒരു തോണി എന്ന് പറയുന്ന ഒരു ഐ ഡിയും കൂടെ എടുത്താണ് പഠിക്കുക. സോ അതിൽ ഞാൻ ഇട്ട് റൺ ചെയ്ത് കാണിച്ചു തരും. അപ്പോൾ തോണി എന്ന് പറയുന്ന ഒരു ഐ ഡി ഉണ്ട്, തോണി. സോ അത് നമുക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ലാപ്ടോപ്പ് യൂസ് ചെയ്യുന്നവർക്ക് എന്ത് ചെയ്യാം, ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാം. നമുക്ക് പ്രോഗ്രാം എങ്ങനെയാണ് എക്സിക്യൂട്ട് ചെയ്യുന്നതെന്ന് നമുക്ക് കണ്ടുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് പ്രോഗ്രാം ചെയ്യാൻ പറ്റും തോണിയിൽ. ഓക്കെ, അപ്പോൾ തോണി ഞാൻ എന്ത് ചെയ്യുന്നു, തോണി ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് തോണി.org, തോണി എന്ന് ഗൂഗിൾ സെർച്ച് ചെയ്താൽ മതി. നമുക്കതിൽ ഇവിടെ ഡൗൺലോഡ് ഉണ്ട്, വിൻഡോസ് ഉണ്ട്. ജസ്റ്റ് ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, വിൻഡോസിൽ നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് അത് എന്ത് ചെയ്യാം, ഡൗൺലോഡ് ചെയ്യാം. ഇപ്പം ഞാൻ നിങ്ങൾക്ക് ഈ കോഡ് എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യുന്നു എന്ന് കാണിച്ചു തരാം. ഇന്റർപ്രറ്റർ ഈ കോഡ് എങ്ങനെയാണ് എക്സിക്യൂട്ട് ചെയ്യുന്നതെന്ന് കാണിക്കാൻ പോവാണ്. സോ അപ്പം ഞാൻ ഈ എഴുതിയിരിക്കുന്ന കോഡ് ഇവിടെ നിന്ന് കോപ്പി ചെയ്യുന്നു, ഞാൻ ഇതിനെ തോണി എന്ന് പറയുന്ന ഐ ഡിയിലോട്ട് പേസ്റ്റ് ചെയ്യുന്നു. സോ ഫസ്റ്റ് ലൈൻ വാട്ട് ഈസ് യുവർ നെയിം. സോ ഞാൻ എന്ത് ചെയ്യുന്നു, ഇതിനെ ഡീബഗ് ചെയ്യാൻ പോവാണ്. സോ ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇപ്പോൾ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു യെല്ലോ ലൈൻ വന്നല്ലേ, ആക്ച്വലി ഇന്റർപ്രറ്റർ അത് റീഡ് ചെയ്യുന്നതാണ്. സോ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഇന്റർപ്രറ്റർ റീഡ് ചെയ്യും എന്താണ് കമന്റ് ചെയ്തിട്ടുള്ളത്. സോ വാട്ട് ഈസ് യുവർ നെയിം എന്നാണ് ഡബിൾ കോട്ട്സിൻ്റെ അകത്ത് കൊടുത്തിട്ടുള്ളത്. സോ ഇൻപുട്ട് വാട്ട് ഈസ് യുവർ നെയിം. ഓക്കെ, അപ്പോൾ ആ വാട്ട് ഈസ് യുവർ നെയിം എന്ന് നമുക്ക് ഔട്ട്പുട്ട് കൺസോളിൽ പ്രിന്റ് ചെയ്യും. സോ ഞാൻ മനോജ് എന്ന് കൊടുത്ത് എൻ്റർ ചെയ്യും. സോ എൻ്റർ ചെയ്തപ്പോൾ എന്ത് സംഭവിച്ചു കണ്ടോ, ആ മനോജ് എന്ന് പറയുന്ന ആ വാല്യൂ എവിടെ വന്നു, ഫസ്റ്റ് ലൈനിൽ വന്നു, എന്നിട്ട് ആ കോഡിനെ റീപ്ലേസ് ചെയ്തു. സോ ആക്ച്വലി ഇതാണ് സംഭവിക്കുക. ഓക്കെ, അപ്പോൾ എന്താണ്, കോഡിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് ആ ഡേറ്റ വന്നു. സോ ഇൻപുട്ട് ഫംഗ്ഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇൻപുട്ട് ഫംഗ്ഷൻ ഉപയോഗിച്ച് നമുക്ക് യൂസറിന്റെ കയ്യിൽ നിന്ന് ഡേറ്റ പ്രോഗ്രാമിലോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. ഓക്കെ, ശരി. അപ്പോൾ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കും. സോ അതിനാണ് നമ്മൾ എന്ത് ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത്, ഇൻപുട്ട് ഫംഗ്ഷൻ. അപ്പോൾ ഇൻപുട്ട് ഫംഗ്ഷൻ ഈസ് യൂസ് ടു കളക്ട് ഡേറ്റ ഫ്രം യൂസറിന്റെ കയ്യിൽ നിന്ന് ഡേറ്റ കളക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഫംഗ്ഷനാണ് ഇൻപുട്ട് ഫംഗ്ഷൻ. അപ്പോൾ ഇൻപുട്ട് എന്ന് സ്മോൾ ലെറ്ററിൽ എഴുതി ഓപ്പണിംഗ് ബ്രാക്കറ്റ് ക്ലോസിംഗ് ബ്രാക്കറ്റ് കൊടുത്താൽ നമുക്ക് എന്തായി, നമുക്ക് ഇൻപുട്ട് ഫംഗ്ഷൻ ആയി. ഇതിന്റെ അകത്ത് നമ്മൾ കൊടുക്കുന്ന ഈ ഒരു മെസ്സേജിന്റെ പേരാണ് പ്രോംപ്റ്റ്. അപ്പൊ എന്താണ് ഈ എഴുതിയിരിക്കുന്ന ഡബിൾ കോട്ട്സിന്റെ അകത്ത് എഴുതിയിരിക്കുന്ന ഈ മെസ്സേജിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പ്രോംപ്റ്റ്. അതായത് യൂസറിന്റെ അടുത്ത് പറയണം എന്താണ്, വാട്ട് ഈസ് യുവർ നെയിം. അല്ലെങ്കിൽ നമ്മൾ ഇനി പറയും എൻ്റർ ടു നമ്പർ, അല്ലെങ്കിൽ എൻ്റർ യുവർ പാസ്വേഡ്, എൻ്റർ യുവർ യൂസർ നെയിം എന്നൊക്കെ നമ്മൾ യൂസറിന്റെ അടുത്ത് പറയും അല്ലേ. അല്ലെങ്കിൽ നമുക്ക് ആപ്ലിക്കേഷൻ നമ്മുടെ അടുത്ത് പറയും. അതായത് നമ്മളിപ്പോൾ ഇൻസ്റ്റയിൽ നമ്മൾ ലോഗിൻ ചെയ്യുമ്പോൾ യൂസർ നെയിം ഒരു ടെക്സ്റ്റ് ബോക്സ്, പാസ്വേഡ് ഒരു ടെക്സ്റ്റ് ബോക്സ്. ആക്ച്വലി അത് പ്രോംപ്റ്റ് ആണ്. നമ്മൾ അവിടെ എന്ത് ചെയ്യണം, ടൈപ്പ് ചെയ്യണം, ബട്ടൺ ക്ലിക്ക് ചെയ്യണം. സോ അപ്പോഴായിരിക്കണം നമുക്ക് ലോഗിൻ ചെയ്യാൻ പറ്റും. സോ ഇവിടെ നമ്മൾ കമാൻഡ് ലൈനിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇൻപുട്ടിന്റെ അകത്ത് നമ്മൾ എന്ത് ചെയ്യണം, ഒരു പ്രോംപ്റ്റ് എഴുതണം. അപ്പോൾ പ്രോംപ്റ്റ് എഴുതുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഡബിൾ കോട്ട്സിന്റെ ഉള്ളിൽ തന്നെയാണ് നമ്മൾ പ്രോംപ്റ്റ് എഴുതേണ്ടത്. ഓക്കെ, സോ ഇതാണ് നമുക്ക് ഇൻപുട്ട്. അപ്പോൾ ഇവിടെ ആക്ച്വലി ഇപ്പോൾ സംഭവിക്കുന്നത്, ഞാൻ ഇവിടെ ക്ലിക്ക് ചെയ്തു, ഞാൻ മാധവ് എന്ന് ടൈപ്പ് ചെയ്തു, എൻ്റർ ചെയ്തു. സോ ഈ മാധവ് എന്ന് പറയുന്ന വാല്യൂ ഒന്നാമത്തെ ലൈനിൽ പോകും. പക്ഷെ ഈ വാല്യൂ ഞാൻ ഇവിടെ എന്ത് ചെയ്യുന്നില്ല, സ്റ്റോർ ചെയ്യുന്നില്ല. ഈ വാല്യൂ എനിക്ക് സ്റ്റോർ ചെയ്യണം. അതെങ്ങനെ എനിക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും എന്നാണ് ഞാൻ അടുത്ത് പറയാൻ പോകുന്നത്. എനിക്ക് അങ്ങനെ സ്റ്റോർ ചെയ്യണമെങ്കിൽ ഞാൻ എന്ത് ഉപയോഗിക്കണം, വേരിയബിൾ എന്ന് പറയുന്ന കൺസെപ്റ്റ് ഉപയോഗിക്കണം.
അപ്പോൾ നമ്മൾ പറയാൻ പോകുന്നത് എന്താണ് വേരിയബിൾ എന്ന് പറയാൻ പോവാണ്. ഓക്കെ, അപ്പോൾ വേരിയബിൾ എന്താണ്? സോ അത് ഞാൻ പറയാൻ വേണ്ടി വീണ്ടും ഞാൻ ഒരു എക്സാമ്പിൾ പറയാണ്. ഞാൻ നമ്മുടെ വീട്ടിലെല്ലാം നമ്മൾ കിച്ചൺ ഉണ്ടല്ലേ, ഞാൻ ഒരു കിച്ചൻ്റെ എക്സാമ്പിൾ വെച്ചിട്ട് ആ വേരിയബിൾ സാധാരണ പറയാം, കിച്ചൺ. അപ്പോൾ നമ്മൾ കിച്ചണിലോട്ട് കടന്ന് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് കുറേ ബോട്ടിൽസ് കാണാൻ പറ്റും. ഓക്കെ ഓക്കെ ശരി. അപ്പോൾ നമ്മളെല്ലാവരും കിച്ചണിൽ കയറിയിട്ടുള്ളവരാണ്. ഓക്കെ ശരി. അപ്പോൾ നമ്മൾ എന്താണ്, നമ്മുടെ വീട്ടിലെ ബോട്ടിൽസിൽ നമ്മൾ ഷുഗർ എന്ന് പറയുന്ന ഒരു ബോക്സ്, സോൾട്ട് അല്ലേ, സോൾട്ട്, ടീ. അപ്പോൾ ഇതിൻ്റെ അകത്തൊക്കെ എന്തുണ്ടാവും, ഈ പറഞ്ഞ ഐറ്റംസ് ഉണ്ടാവും അല്ലേ. അപ്പോൾ ഇത് നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് എന്താണ്, നമുക്ക് വേണമെങ്കിൽ എഴുതി ഒട്ടിക്കാം. ഇതിൻ്റെ അകത്ത് ഷുഗർ ഉണ്ട്, ഇതിൻ്റെ അകത്ത് സോൾട്ട് ഉണ്ട്, ഇതിൻ്റെ അകത്ത് ടീ ഉണ്ട്. സോ ഇതിൻ്റെ അകത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ഒരു മെറ്റീരിയൽസ് സ്റ്റോർ ചെയ്യുന്നല്ലേ. ഷുഗറിൻ്റെ ബോട്ടിലിൻ്റെ അകത്ത് ഷുഗർ, സോൾട്ടിൻ്റെ അകത്ത് സോൾട്ട്, ടീൻ്റെ അകത്ത് ടീ അല്ലേ. സോ അതുപോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് നമ്മുടെ പ്രോഗ്രാമിൽ നമുക്ക് വാല്യൂസിനെ സ്റ്റോർ ചെയ്യാൻ പറ്റും, ലൈക്ക് എ കണ്ടെയ്നർ. സോ എന്ത് ചെയ്യാൻ പറ്റും, നമുക്കിപ്പോൾ 5 എന്ന് പറയുന്ന ഡാറ്റ വയ്ക്കണം. ഓക്കെ, നമുക്ക് ഒരു കണ്ടെയ്നറിൻ്റെ അകത്ത് വയ്ക്കാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് ഒരാളുടെ പേര് വെക്കണം. നേരത്തെ പറഞ്ഞ പോലെ മാധവ് എന്ന് പറയുന്ന പേര് സ്റ്റോർ ചെയ്യണം. സോ ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. അങ്ങനെ സ്റ്റോർ ചെയ്യുന്ന മെമ്മറി സ്പേസിനെ വിളിക്കുന്ന പേരാണ് വേരിയബിൾ. അപ്പോൾ ഇതുപോലെ ഇപ്പം നമ്മൾ പറഞ്ഞ പോലെ എന്തിനാണ് ഷുഗർ, സോൾട്ട്, ടീ എന്നൊക്കെ കൊടുക്കുന്നത്? അപ്പോൾ നമുക്ക് ഇപ്പോൾ ഗ്ലാസ്സിലെ ഐറ്റം ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് കണ്ടാൽ മനസ്സിലാവും. ഇല്ലെങ്കിൽ ഈ മെറ്റീരിയൽ എവിടെയാണ് ഇരിക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ലേബൽ ഒട്ടിച്ചിരിക്കുന്നത്. അതുപോലെ നമ്മുടെ പൈത്തൻ്റെ പ്രോഗ്രാം മാനേജറിന് നമ്മൾ ചോദിക്കുന്ന ഡേറ്റ നമുക്ക് കറക്റ്റ് സമയത്ത് എടുക്കണം അല്ലേ. ആ സമയത്ത് എടുക്കാനായിട്ട് ഇത് എവിടെയാണ് ഇരിക്കുന്നതെന്ന് ഐഡൻറ്റിഫൈ ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ വേരിയബിളിന് ലേബൽ കൊടുക്കണം. ഓക്കെ, അപ്പോൾ ആ വേരിയബിളിന് എന്തുണ്ടാവും, ഒരു ലേബൽ ഉണ്ടാവും, അതിൻ്റെ പേരുണ്ടാവും. സോ നെയിം, ലൈക്ക് ഇതിനെ നമുക്ക് വേണമെങ്കിൽ നമ്പർ എന്ന് കൊടുക്കാം, ഇതിനെ നമുക്ക് വേണമെങ്കിൽ നെയിം എന്ന് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനെ പറയാം, നെയിംഡ് മെമ്മറി ലൊക്കേഷനെയാണ് നമ്മൾ വേരിയബിൾ എന്ന് പറയുന്നത്. ഓക്കെ, അല്ലെങ്കിൽ നെയിംഡ് കണ്ടെയ്നർ ടു സ്റ്റോർ ഡേറ്റ. അപ്പോൾ നമുക്ക് പ്രോഗ്രാമിൽ നമ്മൾ ഉപയോഗിക്കേണ്ട ഡേറ്റാസ് സ്റ്റോർ ചെയ്യേണ്ട എന്താണ്, കണ്ടെയ്നർ, നെയിംഡ് കണ്ടെയ്നറിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, വേരിയബിൾ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അതിന് ഉറപ്പായിട്ട് നമുക്ക് എന്ത് കൊടുക്കണം, പേര് കൊടുക്കണം. ലൈക്ക് നമ്മൾ റിയൽ ലൈഫിൽ കൊടുക്കും പോലെ നമ്മൾ എന്ത് ചെയ്യണം, ആ ഡേറ്റയെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് കൊടുക്കണം, പേര് കൊടുക്കണം. അതെങ്ങനെയാണ് പേര് കൊടുക്കുന്നതെന്ന് ഞാൻ പെട്ടെന്ന് പറയാം. അത് നമുക്ക് പഠിക്കാനുണ്ട്, എങ്ങനെയൊക്കെയാണ് നെയിമിങ് കൊടുക്കേണ്ടത്. സോ ചില റൂൾസ് ഉണ്ട്. സോ ലൈക്ക് നമുക്ക് ഇങ്ങനെ കൊടുക്കാം, A = 10. സോ ഇതെങ്ങനെ വയ്ക്കുന്നത് ഞാൻ പറഞ്ഞുതരാം. അതായത് A എന്ന് പറയുന്ന ഒരു കണ്ടെയ്നറിൻ്റെ അകത്ത് നമുക്ക് 10 എന്ന് പറയുന്ന വാല്യൂ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. സോ B = 25. അപ്പം B എന്ന് പറയുന്ന കണ്ടെയ്നർ, അതിൻ്റെ അകത്ത് നമുക്ക് 25 എന്ന് പറയുന്ന വാല്യൂ വയ്ക്കാം. സോ അപ്പോൾ നമുക്ക് മെസ്സേജ് = ഹലോ. അപ്പോൾ മെസ്സേജ് എന്ന് പറയുന്ന ഒരു കണ്ടെയ്നർ, അതിൻ്റെ അകത്ത് ഹലോ വേൾഡ് എന്ന് പറയുന്ന മെസ്സേജ് നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതെല്ലാം പറയണമെങ്കിൽ നമുക്ക് വേറൊരു കൺസെപ്റ്റ് പഠിക്കണം, പൈത്തൻ്റെ കുറച്ച് കൺസെപ്റ്റുകൾ പഠിക്കണം. ഓക്കെ, അതിലോട്ട് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നത് ടോക്കൺസ്. ആദ്യം ഞാൻ പറയാൻ പോകുന്നത് എന്താണ് ടോക്കൺസ് എന്ന് പറയാൻ പോകുന്നത്. ടോക്കൺസ് എന്ന് വെച്ചാൽ പൈത്തൺ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലെ ചെറിയ ഇൻഡിവിജ്വൽ യൂണിറ്റ്സിനെയാണ് നമ്മൾ ടോക്കൺസ് എന്ന് പറയുന്നത്. ലൈക്ക് നമ്മളൊരു വീട് വയ്ക്കാൻ നമുക്ക് എന്താണ്, ബ്രിക്സ് ഉപയോഗിക്കാം അല്ലേ, വിൻഡോസ് ഉപയോഗിക്കാം അല്ലേ, അങ്ങനെ പിന്നെ എന്തെങ്കിലും വുഡൻ പീസസ് ഉപയോഗിക്കാം. അപ്പം അങ്ങനെ ഇതെല്ലാം കൂടെ ചേർത്ത് നമ്മളൊരു വീട് നിർമ്മിക്കുന്നു. അതേപോലെ നമ്മൾ കോഡ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കറക്റ്റ് ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യാൻ, അല്ലെങ്കിൽ നമ്മുടെ പ്രോഗ്രാം ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ചെറിയ ഇൻഡിവിജ്വൽ പീസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ടോക്കൺസ്. അത്രേ ഉള്ളൂ ടോക്കൺസിനെ കുറിച്ച് പറയാൻ. ഇനി കീവേഡ് ടോക്കൺസ്, പ്രധാനമായിട്ട് 5 ടൈപ്പ് ടോക്കൺസ് ആണ് നമുക്ക് പൈത്തൺ പ്രോഗ്രാമിൽ ഉള്ളത്. 5 ടൈപ്പ് ടോക്കൺസ്. സോ അതിൽ ആദ്യത്തെ ടോക്കണിന്റെ പേരാണ് കീവേഡുകൾ. പക്ഷേ ഇത് ജസ്റ്റ് നിങ്ങൾ കേട്ട് വെച്ചിരുന്നാൽ മതി. ഓക്കെ, നമ്മൾ പ്രാക്ടിക്കലി ചെയ്തു പോകുമ്പോൾ നിങ്ങൾ അത് ചെയ്തോളൂ. ഓക്കെ, ആദ്യം നമ്മൾ പറയാൻ പോകുന്ന ടോക്കണാണ് കീവേഡ്. എന്താണ് കീവേഡ്? പൈത്തൺ പ്രോഗ്രാമിൽ തന്നെ റിസർവ് ചെയ്ത് വെച്ചിരിക്കുന്ന വേർഡ്സിനെയാണ് നമ്മൾ കീവേഡുകൾ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഓരോ കീവേഡിനും അതിൻ്റെതായ മീനിങ് ഉണ്ട്. സോ ആ ഒരു കാര്യത്തിന് വേണ്ടി മാത്രമേ നമ്മൾ ആ കീവേഡ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ പൈത്തൺ ഈസ് എ കേസ് സെൻസിറ്റീവ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. പൈത്തൺ എന്ന് പറഞ്ഞൊരു കേസ് സെൻസിറ്റീവ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പ്രിന്റ് എന്ന് എഴുതപ്പോൾ എല്ലാം സ്മോൾ കേസ് തന്നെ കൊടുക്കണം. ക്യാപിറ്റലിൽ കൊടുത്തു കഴിഞ്ഞാൽ പൈത്തൺ അത് അറിയത്തില്ല. സോ അപ്പോൾ നമുക്ക് എറർ സംഭവിക്കും. സോ അപ്പോൾ എന്താണ്, സ്മോൾ ലെറ്റർ തന്നെ കമന്റുകളും ഫംഗ്ഷൻസും എല്ലാം കൊടുക്കണം.
സോ എവിടെയാണ് ക്യാപിറ്റൽ ലെറ്റർ കൊടുക്കേണ്ടത് അവിടെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ അവിടെ മാത്രം നിങ്ങൾ ക്യാപിറ്റൽ ലെറ്റർ കൊടുത്താൽ മതി. സോ അപ്പോൾ അങ്ങനെ, അതായത് സ്മോൾ കേസും അപ്പർ കേസും ലോവർ കേസും ഡിഫറെൻ്റ് ആയിട്ടാണ് ആര് ട്രീറ്റ് ചെയ്യുന്നത്, പൈത്തൺ ട്രീറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഒരുപാട് കീവേഡ്സുകളുണ്ട്. അപ്പോൾ ഈ കീവേഡ്സ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതിന് പ്രത്യേകം എന്തുണ്ട്, പ്രത്യേക സാഹചര്യങ്ങൾ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ആ കീവേഡ്സുകൾ ഉപയോഗിക്കും. ലൈക്ക് ഇഫ്, എലിഫ്, ഇന്ന്, എൽസ്, ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ഇമ്പോർട്ട്, അങ്ങനെയൊക്കെയുള്ള കീവേഡുകൾ നമ്മൾ ഉപയോഗിക്കും. അപ്പോൾ ഞാൻ പറയും ഇന്ന ഒരു കീവേഡ് ഉപയോഗിച്ചാണ് ഇത് ചെയ്യേണ്ടത്. അപ്പോൾ കീവേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ റിസർവ്. ഫോർ എക്സാമ്പിൾ ഞാൻ ഇത് എപ്പോഴും കുട്ടികളടുത്ത് പറയാറ്, ഞാൻ കുട്ടികളടുത്ത് പറയുന്നത്, നമ്മുടെ വീട്ടിൽ അമ്മയുണ്ടല്ലേ, അപ്പോൾ അമ്മ എന്ന് വരുമ്പോൾ തന്നെ നമ്മളെ മനസ്സിൽ വരും അല്ലേ, അമ്മ, അച്ഛ എന്ന് വിളിക്കുമ്പോഴത്തേക്ക് അച്ഛൻ അല്ലേ. ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ റിയൽ ലൈഫിൽ നമ്മൾ സ്റ്റോർ ചെയ്തിരിക്കുന്ന വേർഡുകളാണ്. നമ്മൾ ഒരിക്കലും നമ്മൾ സ്കൂളിൽ പോയി അമ്മ അച്ഛ എന്ന് വിളിക്കാറില്ല അല്ലേ, ടീച്ചർ എന്ന് വിളിക്കും. അപ്പോൾ ടീച്ചർ എന്ന് പറയുമ്പോൾ അറിയാം, സ്കൂളിൽ നമ്മൾ പഠിപ്പിക്കുന്ന ആള്. സോ റിയൽ ലൈഫിൽ അമ്മ എന്ന് പറയുമ്പോൾ നമ്മുടെ വീട്ടിൽ നമ്മളെ പ്രസവിച്ച അമ്മ അല്ലേ, അച്ഛൻ. അപ്പോൾ അങ്ങനെ കുറേ വേർഡ്സുകൾ നമ്മൾ റിയൽ ലൈഫിൽ നമ്മൾ സ്റ്റോർ ചെയ്യുന്നു. അതേപോലെ നമ്മൾ പ്രോഗ്രാം ചെയ്യുന്ന സമയത്തും അതിൻ്റെ മീനിങ് കൺവേ ചെയ്യുന്ന കുറേ ലെറ്റേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. സോ അതിനെ വിളിക്കുന്ന പേരാണ് കീവേഡ്. വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ അതാണ് കീവേഡ്. അടുത്ത് രണ്ടാമത് പ്രധാനമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് ഐഡന്റിഫയർ നെയിം. ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന പേരുകളെയാണ് ഐഡന്റിഫയർ നെയിം എന്ന് പറയുന്നത്. നമ്മൾ കുറച്ച് ബാക്കിലോട്ട് വന്ന് പറഞ്ഞാൽ വേരിയബിൾ ഞാൻ പറഞ്ഞു. വേരിയബിൾ എന്ന് പറയുന്ന ഒരു കണ്ടെയ്നറാണ്. ഈ കണ്ടെയ്നറിൻ്റെ അകത്ത് നമുക്ക് എന്ത് ഡേറ്റ വേണമെങ്കിലും വെക്കാൻ പറ്റും. പൈത്തണിൽ എന്ത് ഡേറ്റ വേണമെങ്കിലും വെക്കാൻ പറ്റും കേട്ടോ. ഇത് 5 ഒരു കണ്ടെയ്നർ ഉണ്ട്, അതിൻ്റെ അകത്ത് 5 വെച്ചാൽ ഇത് നമ്പറായി മാറും. ഒരു കണ്ടെയ്നർ ഉണ്ട്, അതിൻ്റെ അകത്ത് ഒരു ഫിഗർ വെച്ചാൽ നമുക്ക് വയ്ക്കാൻ പറ്റും, ആസ്കി ഫിഗർ വയ്ക്കാൻ പറ്റും. അപ്പോൾ ഇത് എന്തായി മാറും, ഈ കണ്ടെയ്നർ ഫിഗറായി മാറും. അങ്ങനെ നമുക്ക് പൈത്തണിൽ എന്ത് ചെയ്യും, നമ്മൾ എന്ത് ഡേറ്റ വയ്ക്കുമോ അതനുസരിച്ച് പൈത്തണിലെ കണ്ടെയ്നർ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. ഓക്കെ, ശരി. അപ്പോൾ നമുക്ക് ഈ കണ്ടെയ്നർ ഉണ്ട്, പക്ഷേ ഈ കണ്ടെയ്നർ എന്താണെന്ന് ആർക്ക് മനസ്സിലാവണം, പൈത്തൺ പ്രോഗ്രാമിംഗ് മാനേജറിന് മനസ്സിലാവണം. കാര്യം യൂസർ പറയും ഇന്ന ഡേറ്റ എനിക്ക് വേണം, ഇന്ന ഡേറ്റ വേണം എന്ന് നമ്മൾ പറയുമ്പോൾ അതനുസരിച്ച് എന്ത് ചെയ്യണം, നമുക്ക് കൊണ്ടുപോയി തരണം അല്ലേ, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, അക്സസ് ചെയ്യണം. അപ്പോൾ നമുക്ക് അക്സസ് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്ത് കൊടുക്കണം, പേര് കൊടുക്കണം. വേരിയബിൾസിന് പേര് കൊടുക്കണം, ഫംഗ്ഷന് പേര് കൊടുക്കണം. നമ്മൾ ഫയലൊക്കെ എടുക്കും കേട്ടോ, നമ്മുടെ സിസ്റ്റത്തിലുള്ള ഒരു ഫയൽ നമുക്ക് സ്റ്റോർ ചെയ്യേണ്ടി വരും, അവിടെ നമ്മൾ വേരിയബിൾ ഉപയോഗിക്കും. അങ്ങനെ പല രീതിയിൽ നമ്മൾ എന്ത് ഉപയോഗിക്കും, നമ്മൾ വേരിയബിളും ഫംഗ്ഷൻസും ഒക്കെ ഉപയോഗിക്കും. അപ്പോൾ നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ നമ്മൾ ഇതിന് എന്ത് കൊടുക്കണം, പേര് കൊടുക്കണം അല്ലെ. നമ്മളെ വീട്ടിൽ ഞാൻ പറഞ്ഞല്ലോ, ഒരു ഷുഗർ ഇട്ട് വയ്ക്കുന്ന ഇതിന് നമുക്ക് വേണമെങ്കിൽ ഷുഗർ എന്ന് എഴുതി നമുക്ക് ലേബൽ ഒട്ടിക്കാം. അതുപോലെ പക്ഷെ നമ്മൾ കോഡ് എഴുതപ്പോൾ നമ്മളൊരു കണ്ടെയ്നറിൻ്റെ ഉള്ളിൽ നമ്മൾ ഡേറ്റ വയ്ക്കുകയാണെങ്കിൽ ആ പേര് കൊടുക്കണമെങ്കിൽ നമ്മൾ കുറച്ച് റൂൾസ് എന്ത് ചെയ്യണം, ഫോളോ ചെയ്യണം. ആ റൂൾസ് ആണ് ഞാൻ പറയുന്നത്, വളരെ സിമ്പിൾ ആണ്, നിങ്ങൾ കേട്ടിരുന്നാൽ മതി. നമ്മളൊരു പേര് കൊടുക്കുകയാണ്. അപ്പോൾ അതായത് ഈ 5 സ്റ്റോർ ചെയ്യുന്ന ഈ ഒരു കണ്ടെയ്നറിന് നമ്മൾ പേര് കൊടുക്കണം. അപ്പോൾ ആ പേരിന് 1-2 റൂൾസ് ഉണ്ട്. ഫസ്റ്റ് റൂൾ എന്ന് പറയുന്നത്, ഈ നെയിമിൽ എന്തൊക്കെ വരാവൂ എന്ന് ചോദിച്ചാൽ, അപ്പർ കേസ് ലെറ്റർ എന്ന് വെച്ചാൽ A മുതൽ Z വരെയുള്ള വാല്യൂസ് വരാം. ഇനി സ്മോൾ ലെറ്റർ A to Z വരാം. പിന്നെ നമ്പേഴ്സ് വരാം 0 to 9. പിന്നെ അഡീഷണൽ ആയിട്ട് ഒരു സിമ്പലും കൂടെ ഉപയോഗിക്കാം. ഇത് സിംഗിൾ കോഡ്സ് അല്ല, അണ്ടർസ്കോർ എന്ന് പറയുന്ന ഒരു സിമ്പലും കൂടെ ഉപയോഗിക്കാം. അപ്പോൾ എന്തൊക്കെ വരാം, നമ്മൾ എഴുതാൻ പോകുന്ന ഈ പേരിൽ A to Z വരുന്ന ലെറ്റേഴ്സ് വരാം, സ്മോൾ ലെറ്റർ വരാം, നമ്പേഴ്സ് വരാം, അണ്ടർസ്കോർ വരാം. ശരി, ഇനി ആ എഴുതുന്ന ലെറ്റർ തുടങ്ങുന്നത്, ഫോർ എക്സാമ്പിൾ ഞാൻ ഇവിടെ ഇതിന് നമ്പർ എന്ന് കൊടുക്കുകയാണ്. സോ ഞാൻ തുടങ്ങുന്നത് ലെറ്ററിൽ തന്നെ തുടങ്ങണം. അത് ക്യാപിറ്റൽ ലെറ്റർ ആവാം, സ്മോൾ ലെറ്റർ ആവാം. ഓക്കെ, അപ്പോൾ എന്താണ് തുടങ്ങുന്നത്, എന്തിൽ തന്നെ തുടങ്ങണം, ലെറ്ററിൽ തന്നെ തുടങ്ങണം. സോ ക്യാപിറ്റൽ ലെറ്റർ തുടങ്ങാം, സ്മോൾ ലെറ്റർ തുടങ്ങാം. ഒരു കാര്യം കൂടെ, നമുക്ക് അണ്ടർസ്കോറിലും തുടങ്ങാം. അപ്പോൾ നമ്മൾ എഴുതാൻ പോകുന്ന പേര് അണ്ടർസ്കോർ നെയിം എന്ന് തുടങ്ങാം, കുഴപ്പമില്ല. കാരണം അണ്ടർസ്കോർ നെയിം പൈത്തൺ അല്ലെങ്കിൽ ഈ പറഞ്ഞ C++ എല്ലാം അങ്ങനെ തന്നെ ട്രീറ്റ് ചെയ്യുന്നത്. അണ്ടർസ്കോർ നെയിം ക്യാരക്ടർ ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. ലൈക്ക് A-B-C അതുപോലെ അണ്ടർസ്കോറിനെ ട്രീറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മൾ പേര് കൊടുക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, നമുക്ക് ക്യാപിറ്റൽ ലെറ്റർ ഉപയോഗിക്കാം, സ്മോൾ ലെറ്റർ ഉപയോഗിക്കാം, നമ്പർ ഉപയോഗിക്കാം, അണ്ടർസ്കോർ ഉപയോഗിക്കാം. പക്ഷെ ഞാൻ പേര് തുടങ്ങുമ്പോൾ, പേരിന്റെ എഴുതി തുടങ്ങുമ്പോൾ ആദ്യത്തെ ലെറ്റർ എന്ന് പറയുന്നത് എന്തായിരിക്കാവും, ഒരു ക്യാരക്ടർ തന്നെ ആയിരിക്കണം. A to Z ഉള്ള ക്യാരക്ടർ, അത് അപ്പർ കേസ് ആവാം, ലോവർ കേസ് ആവാം, അല്ലെങ്കിൽ അണ്ടർസ്കോറും ആവാം. ഒരിക്കലും ഒരു നമ്പറിൽ തുടങ്ങാൻ പാടില്ല. അതായത് ഇവിടെ നമ്മൾ കൊടുക്കുകയാണ് 1 നം
എന്നൊരിക്കലും തുടങ്ങാൻ പാടില്ല, അത് തെറ്റാണ്. നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? num1 എന്ന് എഴുതാം, അണ്ടർസ്കോർ num1 എന്നും എഴുതാം, കുഴപ്പമില്ല. ശരി, ഇനി ഇറ്റ് ക്യാൻ ബി ഓഫ് എനി ലെന്ത്, ഏത് ലെന്ത് ഉള്ള എത്ര വേണമെങ്കിലും നമുക്ക് ലെന്ത് ആക്കാം. ഓക്കെ, അടുത്തൊരു റൂൾ എന്ന് പറയുന്നത് ഇറ്റ് ഷുഡ് നോട്ട് ബി എ കീവേഡ്. ഒരിക്കലും, ഞാൻ പറഞ്ഞല്ലോ നമുക്ക് പൈത്തണിൽ പ്രധാനമായിട്ടും 33 കീവേഡുകളുണ്ട്, അതിന് പ്രത്യേകം യൂസുകളും ഉണ്ട്. അപ്പൊ ഈ 33 കീവേഡും നമുക്ക് ഒരു വേരിയബിൾ എഴുതപ്പോൾ ഒരിക്കലും അതിൻ്റെ അകത്ത് ആസ് അല്ലെങ്കിൽ ഇഫ് അല്ലെങ്കിൽ എൽസ് എന്ന് കൊടുക്കാൻ പാടില്ല. കാര്യം ഈ ഇഫും എൽസും ഇതെല്ലാം നമ്മൾ വേറെ കാര്യത്തിന് നമ്മൾ ഉപയോഗിക്കുകയാണ്. അതൊരിക്കലും എന്ത് കൊടുക്കാൻ പാടില്ല, നമുക്കൊരു വേരിയബിൾ നെയിം ആയിട്ട് കൊടുക്കാൻ പാടില്ല. ഓക്കെ, വി ഷുഡ് നോട്ട് യൂസ് എനി സ്പെഷ്യൽ സിമ്പിൾ ഇൻ ദ ഐഡന്റിഫയർ. അപ്പോൾ നമ്മൾ ഒരിക്കലും എന്ത് ഉപയോഗിക്കില്ലേ, സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് ഒന്നും ഉപയോഗിക്കില്ല. ഈ എക്സ്ക്ലമേഷൻ, @ ഹാഷ്, ഡോളർ അങ്ങനെയുള്ള സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് ഒന്നും നമ്മൾ ഉപയോഗിക്കില്ല. പിന്നെ നോ വൈറ്റ് സ്പേസ് ബിറ്റ്വീൻ വേരിയബിൾ നെയിം, പേര് കൊടുക്കുന്ന സമയത്ത് നം സ്പേസ് 1 അങ്ങനെ കൊടുക്കത്തില്ല, അത് തെറ്റാണ്, നമുക്ക് സ്പേസ് കൊടുക്കാൻ പറ്റത്തില്ല. സോ എക്സാമ്പിൾ ആണ് പറയുന്നത് നമ്പർ 1, num1, n1, മാർക്ക് 1, മാർക്ക് 2, മാർക്ക്. സോ ഇങ്ങനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. സോ ഓക്കെ, അപ്പോൾ ഇത് ആ ഒരു പറഞ്ഞ ഒരു കാര്യം മനസ്സിലായല്ലോ അല്ലേ എല്ലാവർക്കും? ഡൗട്ട് ഉണ്ടോ? ഐഡന്റിഫയർ നെയിമുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞില്ലേ, ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ ആണെങ്കിൽ ഒന്ന് ഓക്കെ പറയൂ. ഓക്കെ ആണ്, അപ്പൊ ഞാൻ 1-2 പേരെ വിളിക്കാം. ഈ പറഞ്ഞതില് എന്താണ് ട്രൂ ആണോ ഫോൾസ് ആണോ, മീൻസ് ഇത് കൊടുക്കാൻ പറ്റുമോ എന്നൊക്കെ ഞാനൊന്ന് ചെക്ക് ചെയ്യണം. നിങ്ങൾക്ക് ആ റൂൾസ് ഒക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്താൽ മതി. വിജീഷ് ഒന്ന് അൺമ്യൂട്ട് ചെയ്യൂ. ഓക്കെ വിജീഷ്, ഞാൻ ഈ എഴുതിയിരിക്കുന്നത് ട്രൂ ഓർ ഫാൾസ് കൊടുക്കാൻ പറ്റില്ല. അല്ല, മീൻസ് അതല്ല, ഞാൻ ഇത് നം അണ്ടർസ്കോർ 1 ഇത് എനിക്കൊരു വേരിയബിൾ നെയിം ആയിട്ട് കൊടുക്കാൻ പറ്റുമോ? അത് കൊടുക്കാം സർ, നം അണ്ടർസ്കോർ 1 കൊടുക്കാം. ഓക്കെ ഓക്കെ, അപ്പൊ അത് ട്രൂ ആണ് അല്ലേ? അത് കൊടുക്കാൻ പറ്റും, അത് കറക്റ്റ് ആണ്. ശരി, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ ശരി, അടുത്ത് മിനി മാഡം ഒന്ന് പറയൂ. ഓക്കെ, കറക്റ്റ് ആണ് കേട്ടോ വിജീഷേ. ഹലോ, പറഞ്ഞോ മാഡം. ഓക്കെ, ഇത് ഈ ഞാൻ എഴുതിയിരിക്കുന്നത് നമുക്കൊരു വേരിയബിൾ നെയിം ആയിട്ട് കൊടുക്കാൻ പറ്റും? ഫസ്റ്റ് ലെറ്റർ മസ്റ്റ് ബി ആൻ ആൽഫബറ്റ്. മസ്റ്റ് ബി എ ആൽഫബറ്റ് ഇല്ലേ? അതെ, ഫസ്റ്റ് ലെറ്റർ മസ്റ്റ് ബി ആൻ ആൽഫബറ്റ്. അപ്പൊ ഇത് എന്താണ്? ഇത് തെറ്റാണ്. സോ ഇങ്ങനെ കൊടുക്കാൻ പറ്റില്ല, നമുക്ക് എറർ വരും. ഗുഡ് ഗുഡ്. രഞ്ജിത്ത് ഒന്ന് അൺമ്യൂട്ട് ചെയ്യോ രഞ്ജിത്ത്? ഓക്കെ, ഇത് നമുക്ക് ചെയ്യാൻ പറ്റുമോ? പറ്റും. കറക്റ്റ് ആണ്. കാര്യം എന്താണ്, അതിൻ്റെ അകത്ത് ക്യാപിറ്റൽ ലെറ്റർ ഉണ്ട്, നമ്പർ ഉണ്ട്, തുടങ്ങിയിരിക്കുന്ന ക്യാപിറ്റൽ ലെറ്ററിലാണ്, സ്പേസ് ഇല്ല, വേറെ സിമ്പിൾസ് ഒന്നും ഇല്ല. സോ ഇത് നമുക്ക് ചെയ്യാൻ പറ്റും. ഗുഡ്, വെരി ഗുഡ്. അനു ഒന്ന് പറയോ, ഇത് കറക്റ്റ് ആണോ എന്ന്? അനു ഉണ്ടോ? അനു. ഓക്കെ, അജിത. അല്ല സാർ, അത് കൊടുക്കാൻ പറ്റില്ല, അതില് സ്പെഷ്യൽ സിമ്പിൾ വന്നിട്ടില്ലേ? സ്റ്റാർ ഉണ്ട്, വെരി ഗുഡ്, കറക്റ്റ് ആണ്. ഓക്കെ, ഇതും കൊടുക്കാം, സ്റ്റാർ വന്നിട്ടുണ്ട്. ശരി, വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പോൾ അതാണ് സംഭവം. ഇനി വേറൊരു കാര്യം കൂടെ നോക്കേണ്ടത്, നമ്മളൊരു കാര്യം നമ്മൾ സ്റ്റോർ ചെയ്യുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു പേര് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വളരെ യൂസ്ഫുൾ, മീൻസ് നമുക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു വാല്യൂ നമ്മൾ സ്റ്റോർ ചെയ്യണം, അത് ഒരാളുടെ പേരാണ്, അപ്പോൾ നമുക്ക് നെയിം എന്ന് തന്നെ എഴുതാം. അപ്പോൾ മനസ്സിലാവും ഇതിൻ്റെ അകത്ത് വരുന്നത് ഒരാളുടെ പേരാണ് എന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ എപ്പോഴും ആ ഒരു മീനിങ് കൺവേ ചെയ്യുന്ന പേര് തന്നെ കൊടുത്താൽ അത്രയും നല്ലത്. ഫസ്റ്റ് നമ്പർ, ആദ്യത്തെ നമ്പർ ആണ് വരുന്നത്, അപ്പോൾ നമുക്ക് ഉറപ്പായിട്ടും num1 എന്നോ നമ്പർ 1 എന്നോ n1 എന്നോ ഒക്കെ കൊടുക്കാം. സോ അപ്പോൾ എന്താണ്, നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും ഇതിൻ്റെ അകത്ത് ഫസ്റ്റ് നമ്പർ ആണ് വരുന്നത്. സോ ഇത് ഇതൊരു പ്രത്യേക റൂൾ ആയിട്ടൊന്നുമില്ല, പക്ഷെ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് സംഭവിക്കും, നമുക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ ശരി, അപ്പോൾ നമുക്ക് അതൊന്ന് അപ്ലൈ ചെയ്യാം. ഓക്കെ, സോ അത് ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ ചെയ്ത പ്രോഗ്രാമിലോട്ട് നമുക്കൊന്ന് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, വാട്ട് ഈസ് യുവർ നെയിം എന്ന് ഞാൻ ചോദിച്ചല്ലേ, ഇതിനെ ഞാൻ സ്റ്റോർ ചെയ്യാൻ പോവാം. അപ്പോൾ ഇതെങ്ങനെ സ്റ്റോർ ചെയ്യാന്ന് ചോദിച്ചാൽ, ആദ്യം ഞാൻ ഒരു വേരിയബിൾ എഴുതണം. സോ അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, ഒരാളുടെ പേരാണ് ഞാൻ വാങ്ങാൻ പോകുന്നത്. അപ്പോൾ എനിക്ക് എന്ത് ചെയ്യണം, ഒരു സ്റ്റോർ ചെയ്യാനുള്ള, നമ്മൾ പറഞ്ഞില്ല കണ്ടെയ്നർ ഉണ്ട്, അതിൻ്റെ അകത്ത് നമ്മൾ വാല്യൂ വയ്ക്കുന്നു. സോ അതിനൊരു പേര് കൊടുക്കണം. സോ ഞാൻ കൊടുക്കാൻ പോകുന്നത് നെയിം, ഇങ്ങനെ കൊടുക്കാം.
സ്മോൾ ലെറ്റർ നെയിം എന്ന് കൊടുക്കാം. ഓക്കെ, സോ അല്ലെങ്കിൽ നമുക്ക് അണ്ടർസ്കോർ നെയിം എന്ന് കൊടുക്കാം, എങ്ങനെ വേണമെങ്കിലും കൊടുക്കാം. സോ അപ്പോൾ ഞാൻ നെയിം എന്ന് എഴുതി ഈക്വൽ ടു, ഓക്കെ, നെയിം എന്ന് എഴുതി ഈക്വൽ ടു കൊടുത്തു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ഇൻപുട്ട് വാട്ട് ഈസ് യുവർ നെയിം. ശരി, ഈക്വൽ ടു സിമ്പിൾ. നമ്മൾ ഓപ്പറേറ്റേഴ്സ് നമ്മൾ പഠിക്കാൻ പോകുന്നേ ഉള്ളൂ, പക്ഷെ അതിന് മുമ്പായിട്ട് ഞാൻ ഈക്വൽ ടു സിമ്പിളിന്റെ ഒരു പ്രത്യേകത പറയാം. അപ്പോൾ ഇൻപുട്ട് ഫംഗ്ഷൻ നമ്മൾ പഠിച്ചു. ഇൻപുട്ട് ഫംഗ്ഷൻ എന്തിനാണ് യൂസ് ചെയ്യുന്നത് ചോദിച്ചാൽ, നമ്മൾ യൂസറിന്റെ കയ്യിൽ നിന്ന് ഡേറ്റ കളക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഫംഗ്ഷനാണ് ഇൻപുട്ട് ഫംഗ്ഷൻ. അതിൻ്റെ അകത്ത് പ്രോംപ്റ്റ് ഉണ്ട്. പ്രോംപ്റ്റ് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യൂസറിന് മനസ്സിലാവണം നമ്മൾ എന്താണ് എഴുതുന്നത്, അല്ലെങ്കിൽ നമ്മൾ എന്താണ് കൊടുക്കുന്നതെന്ന് യൂസറിന് മനസ്സിലാവണം. അതിന് കൊടുക്കുന്ന മെസ്സേജിനെയാണ് നമ്മൾ പ്രോംപ്റ്റ് എന്ന് പറയുന്നത്. അത് എപ്പോഴും ഡബിൾ കോട്ട്സിൻ്റെ അകത്തേ കൊടുക്കാവും. ശരി, അപ്പോൾ എന്താണ്, നമ്മൾ ഇൻപുട്ട് വാങ്ങുന്നു, അപ്പോൾ നമ്മൾ പേര് കൊടുക്കുന്നു. ഈ പേര് എന്ത് ചെയ്യണം, നമ്മുടെ വേരിയബിളിന്റെ ഉള്ളിലോട്ട് സ്റ്റോർ ചെയ്യണം. അപ്പൊ ഈ എഴുതിയിരിക്കുന്ന സാധനം, ഈ നമ്മൾ കൊടുക്കുന്ന വാല്യൂ ഒരു സ്ഥലത്തോട്ട് പോയി സ്റ്റോർ ചെയ്യണം. സോ അങ്ങനെ നമ്മൾ കൊടുക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം, ഉറപ്പായിട്ട് നമുക്ക് വേരിയബിളിന് ഒരു പേര് വേണം. അത് നമ്മൾ എഴുതി, അത് ആദ്യം എഴുതി നെയിം. ഇനി ഈക്വൽ ടുവിന്റെ ഈ ഒരു ഓപ്പറേറ്ററിന്റെ പേരാണ് അസൈൻമെന്റ് ഓപ്പറേറ്റർ. ഈ അസൈൻമെന്റ് ഓപ്പറേറ്ററിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഈ ഈക്വൽ ടു എന്ന് പറയുന്ന അസൈൻമെന്റ് ഓപ്പറേറ്റർ ആണ് കേട്ടോ. അസൈൻമെന്റ് ഓപ്പറേറ്റർ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, ഈ റൈറ്റ് സൈഡിലുള്ള വാല്യൂവിനെ ലെഫ്റ്റ് സൈഡിലോട്ട് വയ്ക്കും. അതായത് നമ്മൾ നെയിം ഈസ് ഈക്വൽ ടു മനോജ് എന്ന് കൊടുത്താൽ, മനോജ് എന്ന് പറയുന്ന ഡേറ്റ നെയിം എന്ന് പറയുന്ന വേരിയബിൾ ഉണ്ടാക്കി അതിൻ്റെ അകത്ത് സ്റ്റോർ ചെയ്യും. അപ്പൊ എന്ത് സംഭവിക്കും, നെയിം ഈസ് ഈക്വൽ ടു മനോജ് എന്ന് കണ്ടാൽ പൈത്തൺ പ്രോഗ്രാമിംഗ് മാനേജർ എന്ത് ചെയ്യും, ഒരു കണ്ടെയ്നർ എടുക്കും, അതിന്റെ പേര് നെയിം എന്ന് വയ്ക്കും, അതിൻ്റെ അകത്ത് മനോജ് എന്ന് പറയുന്ന ഡേറ്റ സ്റ്റോർ ചെയ്യും. ഓക്കെ, ലൈക്ക് ഇങ്ങനെ നമ്പർ ഈസ് ഈക്വൽ ടു 5 എന്ന് കൊടുത്താൽ എന്ത് സംഭവിക്കും, നമ്പർ എന്ന് പറയുന്ന ഒരു വേരിയബിൾ, അതിൻ്റെ അകത്ത് 5 എന്ന് പറയുന്ന ഡേറ്റ സ്റ്റോർ ചെയ്യും. ഓക്കെ, സോ അങ്ങനെയാണ് പോകുന്നത്. അപ്പൊ ഈക്വൽ ടു എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, റൈറ്റ് സൈഡിൽ ഇരിക്കുന്ന വാല്യൂവിനെ ലെഫ്റ്റ് സൈഡിലോട്ട് കൊണ്ടുപോകും. സോ അതാണ് ആര് ചെയ്യുന്നത്, ഈക്വൽ ടു ചെയ്യുന്നത്. ഓക്കെ, സോ അതിനെ വിളിക്കുന്ന പേരാണ് അസൈൻമെന്റ് ഓപ്പറേറ്റർ. അപ്പൊ ഈക്വൽ ടുവിനെ വിളിക്കുന്ന പേരാണ് അസൈൻമെന്റ് ഓപ്പറേറ്റർ കേട്ടോ. അപ്പൊ ഞാൻ ഇവിടെ എഴുതുന്നു നെയിം ഈസ് ഈക്വൽ ടു ഇൻപുട്ട് വാട്ട് ഈസ് യുവർ നെയിം. ഓക്കെ, സോ കൊടുത്തു. ഇനി ഒന്ന് റൺ ചെയ്യാം. അപ്പൊ നമ്മൾ വാട്ട് ഈസ് യുവർ നെയിം എന്ന് ചോദിക്കുന്നു. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഓക്കെ, എൻ്റെ പേര് ഞാൻ മിനി എന്ന് കൊടുത്തു. എൻ്റർ ചെയ്താൽ ഈ മിനി എന്ന് പറയുന്ന ഡേറ്റ നെയിം എന്ന് പറയുന്ന വേരിയബിളിൽ സ്റ്റോർ ആവും. സോ അത് നമുക്ക് നേരെ നോക്കാം. ഇത് ഞാൻ ഇവിടെ നിന്ന് കോപ്പി ചെയ്യുന്നു, തോണി എന്ന് പറയുന്ന ഇതിലിടുന്നു. ഓക്കെ, സോ ഞാൻ ഒന്ന് റൺ ചെയ്യാം, ഡീബഗ്. സോ വാട്ട് ഈസ് യുവർ നെയിം. ഓക്കെ, സോ ഈ പറഞ്ഞാൽ മിനി എന്ന് കൊടുത്തു, മിനി, എൻ്റർ. കണ്ടോ ഇപ്പൊ എന്ത് സംഭവിച്ചു, ഈ നെയിം എവിടെ വന്നു, മിനി എന്ന് പറഞ്ഞ വാല്യൂ എവിടെ വന്നിട്ടുണ്ട്, നെയിം ഈസ് ഈക്വൽ ടു മിനി എന്നായി. അതായത് ഇപ്പോൾ ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യും, അതിൻ്റെ അകത്ത് മിനി എന്ന് പറയുന്ന ഈ ഡേറ്റ സ്റ്റോർ ആയിരിക്കും. സോ അത് നമുക്കൊന്ന് പ്രിന്റ് ചെയ്ത് കഴിഞ്ഞാൽ, പ്രിന്റ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് പറയണം, പ്രിന്റ് യുവർ നെയിം ഈസ്. അപ്പൊ എന്ത് ചെയ്തു, ഞാൻ എന്ത് ചെയ്തു, ഔട്ട്പുട്ട് കൺസോളിൽ യുവർ നെയിം ഈസ് എന്ന് പ്രിന്റ് ചെയ്യണം. അപ്പൊ ഞാൻ എന്ത് പറഞ്ഞു, പ്രിന്റ് എഴുതണം, ഓപ്പണിംഗ് ബ്രാക്കറ്റ് ക്ലോസിംഗ് ബ്രാക്കറ്റ് കൊടുക്കണം, ഡബിൾ കോഡ്സിൻ്റെ അകത്ത് ഞാൻ എന്ത് പറയാണ്, നിങ്ങളുടെ പേര് യുവർ നെയിം ഈസ് എന്ന് കൊടുത്തു. അത് മെസ്സേജ് ആണ്. ഓക്കെ, ഇനി എന്ത് പറയണോടെ, ഇനി പറയേണ്ടത് നമ്മൾ ഇവിടെ എൻ്റർ ചെയ്ത പേര് പറയണം. ഓക്കെ, ഇവിടെ എൻ്റർ ചെയ്ത പേര് പറയണമെങ്കിൽ ആ പേര് എവിടെ ഉണ്ടാവും, നെയിം എന്ന് പറയുന്ന കണ്ടെയ്നറിൻ്റെ അകത്ത് ഉണ്ടാവും, വേരിയബിളിൻ്റെ അകത്ത് ഉണ്ടാവും. അതെനിക്ക് കൊടുക്കണം. സോ ഞാൻ നെയിം എന്ന് കൊടുത്തു. അപ്പൊ എനിക്ക് എറർ മെസ്സേജ് വന്നു. അപ്പൊ ആ എറർ മെസ്സേജ് മാറ്റാൻ വേണ്ടി ഞാൻ ഇവിടെ കോമ കൊടുക്കും. അപ്പൊ എന്ത് സംഭവിക്കും, ഇവിടെ 2 പാർട്ടാണ്, പ്രിന്റിന്റെ അകത്ത് 2 പാർട്ട് കൊടുത്തു, ഡബിൾ കോഡ്സിന്റെ അകത്ത് കൊടുത്തു. അപ്പൊ ഡബിൾ കോഡ്സിന്റെ അകത്ത് കൊടുത്താൽ ഡബിൾ കോഡ്സിന്റെ അകത്ത് എന്തുണ്ടോ അതുപോലെ പ്രിന്റ് ചെയ്യും. അപ്പൊ യുവർ നെയിം ഈസ് എന്ന് പറഞ്ഞ് അതേപോലെ പ്രിന്റ് ചെയ്യും. ഇനി ഇവിടെ കൊടുത്തിട്ടുള്ള ഈ വേരിയബിളിന്റെ പേര്, അത് ഡബിൾ കോഡ്സ് കൊടുക്കേണ്ട കാര്യമില്ല, അതിൻ്റെ അകത്തിരിക്കുന്ന ഡേറ്റയാണ് എനിക്ക് ഇവിടെ എന്ത് ചെയ്യേണ്ടത്, പ്രിന്റ് ചെയ്യേണ്ടത്. അത് ചെയ്യണമെങ്കിൽ ഞാൻ എന്ത് ചെയ്താൽ മതി, ആ വേരിയബിളിന്റെ പേര് അതേപോലെ കൊടുത്താൽ മതി. സോ ഇത് സെപ്പറേറ്റ് ചെയ്യാൻ, ഇതൊരു ഡേറ്റയാണ്, ഇതൊരു മെസ്സേജ് ആണ്, ഇതൊരു വേരിയബിൾ നെയിമാണ്. ഇത് നമ്മൾ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി കോമയും കൊടുത്തു. സോ റൺ ചെയ്യാം. വാട്ട് ഈസ് യുവർ നെയിം, മിനി എന്ന് കൊടുത്തു, എൻ്റർ.
ഇപ്പം എന്ത് പറഞ്ഞു? യുവർ നെയിം ഈസ് മിനി എന്ന് പറഞ്ഞു. ഓക്കെ, സോ ഇത് ഞാൻ ഒന്നും കൂടെ ഞാൻ തോണിയിലിട്ട് കാണിച്ചു തരാം. ഓക്കെ, സ്റ്റോപ്പ് ഒന്നും കൂടെ കൊടുക്കാം. എൻ്റർ ചെയ്തു, ഡീബഗ്. ഓക്കെ, സോ ഫസ്റ്റ് വാട്ട് ഈസ് യുവർ നെയിം? മിനി. എൻ്റർ. ഓക്കെ, സോ യുവർ നെയിം ഈസ്, നെയിമിൻ്റെ അകത്ത് മിനി എന്നുണ്ട്. സോ അത് എന്ത് ചെയ്തു? അത് പ്രിന്റ് ചെയ്തു. ഓക്കെ, സോ അത് അതേപോലെ പ്രിന്റ്. സോ ഇങ്ങനെയാണ് എന്ത് വർക്ക് ചെയ്യുന്നത്? ഇൻപുട്ട് ഫംഗ്ഷൻ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, സോ വേരിയബിളിൽ ഇങ്ങനെയാണ് വാല്യൂ സ്റ്റോർ ചെയ്യുന്നത്. എങ്ങനെയാണ് സ്റ്റോർ ചെയ്യുന്നത്? ഈക്വൽ ടു സിമ്പിൾ യൂസ് ചെയ്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മൾ ഡാറ്റ നമ്മൾ ഫെച്ച് ചെയ്യുന്നത്. ഓക്കെ, ഈ പറഞ്ഞ മനസ്സിലായോ? ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഒന്ന് പറയാവോ? യെസ് സർ. ഓക്കെ സർ. ശരി, fine. ശരി, നമുക്ക് അടുത്ത ഒരു പാർട്ടിലോട്ട് പോവാം. ഓക്കെ, അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഓപ്പറേറ്റേഴ്സിനെ കുറിച്ചാണ്. സോ ഐഡന്റിഫയേഴ്സിൽ നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്നത് ഓപ്പറേറ്റേഴ്സിനെ കുറിച്ച് നമുക്ക് പഠിക്കാം. അതായത് നമ്മൾ പൈത്തണിൽ നമുക്ക് ഒരുപാട് ഓപ്പറേറ്റേഴ്സ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ലൈക്ക് എന്താണ്? നമുക്ക് ഈ പറഞ്ഞ പോലെ നമ്മൾ ഈ ഈക്വൽ ടു സിമ്പിൾ ഉപയോഗിച്ച് അതൊരു ഓപ്പറേറ്റർ ആണ്. സോ അതിനെക്കുറിച്ച് നമുക്ക് പറയാൻ മുമ്പായിട്ട് നമുക്ക് എന്താ പറയുക, നമുക്ക് അർത്ഥമെറ്റിക്കൽ ഓപ്പറേഷൻസ് ഒക്കെ നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റും. സോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സിമ്പിൾസിനെയാണ് നമ്മൾ ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അഡീഷൻ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഓപ്പറേറ്റർ പ്ലസ് ആണ്. മൈനസ് ഉപയോഗിക്കും. മൾട്ടിപ്ലിക്കേഷന് സ്റ്റാർ ആണ് ഉപയോഗിക്കുന്നത് കേട്ടോ, സ്റ്റാർ. ഓക്കെ, സ്റ്റാർ ആണ് ഉപയോഗിക്കുന്നത്. ഡിവിഷന് വേണ്ടിയിട്ട് സ്ലാഷ്. ഓക്കെ, മോഡുലസ് ഓപ്പറേഷൻ ഉണ്ട്. മോഡുലസ് ഓപ്പറേഷൻ എന്താണ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, മോഡുലസ് ഓപ്പറേഷൻ ചെയ്യുന്നത് ഇപ്പോൾ രണ്ട് സംഖ്യ 5ഉം 2ഉം 5ഉം 2ഉം 5/2 ചോദിച്ചാൽ നമുക്ക് 2.5 എന്ന് കിട്ടും ഉത്തരം. ഓക്കെ, അപ്പോൾ എന്താ സംഭവിക്കുന്നത്? 5ന് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. എന്നിട്ട് അതിൻ്റെ കോഷ്യന്റ് മീൻസ് ഇതിൻ്റെ ഉത്തരം നമുക്ക് തരുന്നു. സോ ഇതാണ് ആര് ചെയ്യുന്നത്? ഡിവിഷൻ ഓപ്പറേറ്റർ ചെയ്യുന്നത്. ഓക്കെ, മോഡുലസ് ഓപ്പറേറ്റർ എന്താ തരുന്നതെന്ന് ചോദിച്ചാൽ, ഇപ്പം 5 മോഡുലസ് 2. 5 മോഡുലസ് 2 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്ന് വെച്ചാൽ, നമുക്ക് ഡിവൈഡ് ചെയ്യുന്നു. ഡിവൈഡ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ റിമൈൻഡർ, ഓക്കെ, അതായത് 5ഉം 4ഉം റിമൈൻഡർ 1 വരും അല്ലേ? ഈ 1നെ നമുക്ക് തരും. അപ്പോൾ രണ്ട് സംഖ്യ തമ്മിൽ ഡിവൈഡ് ചെയ്തിട്ട് അതിൻ്റെ റിമൈൻഡർ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ഉപയോഗിക്കും? മോഡുലസ് ഉപയോഗിക്കും. ഓക്കെ, അതിൻ്റെ ആപ്ലിക്കേഷൻ നമുക്കുണ്ട്. സോ ഓക്കെ, അത് നമുക്ക് അപ്പം നോക്കാം. അപ്പോൾ മോഡുലസ് ഓപ്പറേറ്റർ എന്താ ചെയ്യുന്നത്? ഡിവൈഡ് ചെയ്തിട്ട് റിമൈൻഡർ കാണാൻ വേണ്ടി മോഡുലസ് ഓപ്പറേറ്ററും ഡിവിഷൻ പെർഫോം ചെയ്യാൻ വേണ്ടി സ്ലാഷും നമ്മൾ ഉപയോഗിക്കും. അടുത്തത് എക്സ്പൊണൻഷ്യൻ ആണ്. എക്സ്പൊണൻഷ്യൻ ചെയ്യുന്നത് പവർ ചെയ്യാനാണ്. അത് 2⁵5. 2⁵5 നമ്മൾ എങ്ങനെ പ്രോഗ്രാമിൽ എഴുതുമെന്ന് ചോദിച്ചാൽ, നമ്മൾ 2 പ്രാവശ്യം 2*5 എന്ന് നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താണ്? 2⁵5 എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ അതാണ് ഈ ഡബിൾ സ്റ്റാർ യൂസ് ചെയ്യുന്നത്. ഈ ഫ്ലോർ ഡിവിഷൻ ഉണ്ട്. ഫ്ലോർ ഡിവിഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് രണ്ട് സംഖ്യ തമ്മിൽ ഡിവൈഡ് ചെയ്തിട്ട് റൗണ്ട് ചെയ്ത് കിട്ടും. അതായത് ഇവിടെ എന്ത് സംഭവിക്കുമെന്ന് വെച്ചാൽ 5/2 5/2 ചെയ്താൽ നമുക്ക് 2 എന്ന് ഉത്തരം കിട്ടും. അതായത് ഇതിന്റെ ഡെസിമൽ പാർട്ട് എന്ത് ചെയ്യില്ല, എടുക്കത്തില്ല. ഓക്കെ, അപ്പോൾ 5 അതായത് ഫ്ലോർ എന്നും കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും താഴത്തെ വാല്യൂ കാണിക്കത്തുള്ളൂ. അത് നമുക്ക് ഞാനൊന്ന് പൈച്ചാമിൽ കാണിച്ചുതരാം. ഓക്കെ, സോ ഇങ്ങനെ പറഞ്ഞാൽ മനസ്സിലാവത്തില്ല, ഞാൻ കാണിച്ചുതരാം. ഓക്കെ, പ്രിന്റ് ഞാൻ ആദ്യം പറഞ്ഞില്ല 3 + 5 എനിക്ക് ഉത്തരം 8 എന്നായിരിക്കും കിട്ടുക. ഓക്കെ, നമുക്ക് ഇതുപോലെ തന്നെ മൈനസ് ഓപ്പറേറ്റർ ഉണ്ട്. ഓക്കെ, മൈനസ് ഓപ്പറേറ്റർ നമുക്ക് -2 എന്ന് കിട്ടും. ഓക്കെ, ഡിവിഷൻ. ഓക്കെ, ഡിവിഷൻ നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റും. ഓക്കെ, 0.6 എന്ന് കിട്ടി. ഓക്കെ, ഇനി മോഡുലസ് 5 മോഡുലസ് 2. സോ എനിക്ക് സ്ക്രീനിലൊന്നും കാണുന്നില്ല. സ്ക്രീൻ കാണുന്നില്ല. ഓക്കെ, ഒറ്റ സെക്കൻഡ് ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്തോട്ടെ. സോറി ഞാൻ സോറി. ഓക്കെ, അപ്പോൾ പ്രിന്റ് 5 മോഡുലസ് 2 എന്താ തരുന്നതെന്ന് വെച്ചാൽ 1 ആണ്. കാര്യം റിമൈൻഡർ ആണ് തരുന്നത്. ഓക്കെ, ഇനി ഈ പറഞ്ഞ പോലെ 2⁵5 നമ്മൾ എങ്ങനെ കാണിക്കുന്നു വെച്ചാൽ 2 എന്ന് എഴുതി 2 സ്റ്റാർ. താങ്ക് യു കേട്ടോ, ആര് പറഞ്ഞത് താങ്ക് യു കേട്ടോ, ഞാൻ മറന്നുപോയി, സ്ക്രീൻ ഷെയർ ചെയ്യാൻ വിട്ടുപോയതാ, സോറി. 2*5 ചെയ്താൽ നമുക്ക് ഉത്തരം 32 എന്ന് കിട്ടും. അപ്പോൾ 2⁵5 കാണിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ഡബിൾ സ്റ്റാർ കൊടുക്കണം. ശരി, ഇനി ഫ്ലോർ ഡിവിഷൻ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ 5 സർ അപ്പം ബേസിക്കലി ക്യൂബ് ആണെങ്കിൽ 3 സ്റ്റാർസ് കൊടുക്കും. 3 സ്റ്റാർ അല്ല, 3 സ്റ്റാർ 2⁵3 അല്ലേ? ഇപ്പൊ 2ന്റെ ക്യൂബ് ആണെങ്കിൽ 2 ഡബിൾ സ്റ്റാർ 3
അപ്പൊ നമ്മൾ എത്രയാണ് എക്സ്പോണൻഷ്യൽ പവർ വരുന്ന അത്രയും സ്റ്റാർസ് കൊടുക്കുക? ഇല്ല, നമ്മൾ എക്സ്പോണൻഷ്യൽ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് സ്റ്റാർ കൊടുക്കുന്നത്. 2⁻³ ആണെങ്കിൽ 2 ഡബിൾ സ്റ്റാർ 3 എന്ന് കൊടുത്താൽ മതി. ഓക്കെ ഓക്കെ. ഈ ഡബിൾ സ്റ്റാർസ് ആണ് എക്സ്പോണൻഷ്യൽ വരുന്നത് അല്ലേ? അതെ, ഈ ഡബിൾ സ്റ്റാർ ആണ് എക്സ്പോണൻഷ്യൽ. ഓക്കെ ഓക്കെ. ഇനി ഫ്ലോർ ഡിവിഷൻ. ഫ്ലോർ ഡിവിഷൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ റൗണ്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ 5/2 കൊടുത്താൽ നമുക്ക് 2 ആയിട്ട് കിട്ടും. അതായത് 2.5 ആണ്. ഫ്ലോർ ഡിവിഷൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ തൊട്ട് താഴത്തെ വാല്യൂയിലോട്ട് എന്ത് ചെയ്യും, അതായത് 2.5 3 ആയിട്ടല്ല റൗണ്ട് ചെയ്യുന്നത്, 2 ആയിട്ട് റൗണ്ട് ചെയ്യും. താഴത്തെ വാല്യൂ ആയിട്ട് റൗണ്ട് ചെയ്യും. അതായത് നമുക്ക് 8.5 എന്നാണ് ഉത്തരം കിട്ടുന്നതെങ്കിൽ 8 ആയിട്ട് കിട്ടും. അവിടുത്തെ ഡെസിമൽ പാർട്ട് മാറ്റി ഇൻറ്റിജർ പാർട്ട് മാത്രം നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫ്ലോർ ഡിവിഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത്. സാധാരണഗതിയിൽ നമ്മളത് ഉപയോഗിക്കാറില്ല, നമുക്ക് അതിന് ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ ഒക്കെ ഉണ്ട്, അത് നമ്മൾ ഉപയോഗിക്കും. ഓക്കെ, ശരി. അടുത്ത നമ്മൾ പറയാൻ പോകുന്ന ഓപ്പറേറ്റേഴ്സിനെ കുറിച്ച്. അടുത്ത ഓപ്പറേറ്ററിന്റെ പേരാണ് അസൈൻമെന്റ് ഓപ്പറേറ്റർ. അസൈൻമെന്റ് ഓപ്പറേറ്റർ നമ്മൾ കണ്ടതാണ്. എന്താണ്, നമുക്ക് വാല്യൂസ് സ്റ്റോർ ചെയ്യാൻ വേണ്ടി, വേരിയബിളിൽ നമ്മൾ വാല്യൂസ് സ്റ്റോർ ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ഉപയോഗിക്കും, അസൈൻമെന്റ് ഓപ്പറേറ്റർ ഉപയോഗിക്കും. ഈക്വൽ ടു, അപ്പോൾ A = 10 എന്ന് പറഞ്ഞാൽ A എന്ന് പറയുന്ന ഒരു കണ്ടെയ്നർ വരും, അതിൻ്റെ അകത്ത് 10 എന്ന് പറയുന്ന വാല്യൂ സ്റ്റോർ ആവും. ഓക്കെ, സോ അതാണ് ഉപയോഗിക്കുന്നത്. വളരെ സിമ്പിൾ ആണ് നമ്മൾ, പക്ഷേ എല്ലായിടത്തും നമ്മൾ ഇത് ഉപയോഗിക്കും, നിങ്ങളത് ഓർത്ത് വെച്ചോണം. ശരി, ഇനി നമുക്ക് കുറച്ച് ഷോർട്ട് കട്ടുകളുണ്ട്. പ്ലസ് ഈക്വൽ ടു എന്നാണ്. അതായത് ഇപ്പോൾ A = 10 ആണ്. ഇപ്പോൾ Aക്കകത്ത് 10 എന്ന് പറയുന്ന വാല്യൂ ഉണ്ട്. തൊട്ട് താഴെ ഞാൻ ഇങ്ങനെ പറയാണ്, A = 1 എന്ന് പറഞ്ഞാൽ അതിന് അർത്ഥം എന്ന് ചോദിച്ചാൽ, ഇപ്പോൾ 10 ഉണ്ടല്ലോ, എനിക്ക് 11-ലോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഞാൻ ഇങ്ങനെ പറഞ്ഞു കൊടുക്കണം. സോ ഇതിൻ്റെ അർത്ഥം A = A+1 എന്നാണ്. A = A+1. അപ്പോൾ എന്താണ് പ്ലസ് ഈക്വൽ ടു എന്താ ചെയ്യുന്നത്? പ്ലസ് ഈക്വൽ ടു ചെയ്യുന്നതെന്ന് വെച്ചാൽ എന്താണ്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ A + 1 ആണെങ്കിൽ A = A+1. ഓക്കെ, +1. A + 2 ആണെങ്കിൽ A = A+2 എന്നാണ് ചെയ്യുന്നത്. ഇത് നമ്മൾ യൂസ് ചെയ്യും പല സ്ഥലത്തും. അതുപോലെ മൈനസ് ഈക്വൽ ടു ഉണ്ട്, സ്റ്റാർ ഈക്വൽ ടു ഉണ്ട്, സ്ലാഷ് ഈക്വൽ ടു ഉണ്ട്. അതെല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഷോർട്ട് കട്ടായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ യൂസ് ചെയ്യുന്നത് പ്ലസ് ഈക്വൽ ടു ആണ് കേട്ടോ. ശരി, നമ്മളത് ആ സമയത്ത് നമുക്ക് ഉപയോഗിക്കാം. കമ്പാരിസൺ ഓപ്പറേറ്റർ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? വാല്യൂസ് കമ്പയർ ചെയ്യാനാണ് നമ്മൾ കമ്പാരിസൺ ഓപ്പറേറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. ലൈക്ക് രണ്ട് വാല്യൂസ്, ഇപ്പം Aക്കകത്ത് ഒരു വാല്യൂ ഉണ്ട് 50, Bക്കകത്ത് ഒരു വാല്യൂ ഉണ്ട് 45. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൻ്റെ അകത്തുള്ള വാല്യൂസ് കമ്പയർ ചെയ്യാൻ പറ്റും. സോ കമ്പയർ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഈക്വൽ. ഇവിടെ പ്രോഗ്രാമിങ്ങിൽ, പൈത്തൺ പ്രോഗ്രാമിങ്ങിൽ, എല്ലാ പ്രോഗ്രാമിങ്ങിലും ഇത് തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഈക്വൽ ടു ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് 2 ഈക്വൽ ടു ആണ്. കാര്യം ഒരു ഈക്വൽ ടു അസൈൻമെന്റിന് വേണ്ടി നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്തു. സോ അതുകൊണ്ട് തന്നെ ഈക്വൽ ടു തുല്യമാണോ, Aക്കകത്തിരിക്കുന്ന വാല്യൂവും Bക്കകത്തിരിക്കുന്ന, അപ്പോൾ A എന്ന് പറയുന്ന കണ്ടെയ്നർ ആണ് അല്ലേ, B എന്ന് പറയുന്ന കണ്ടെയ്നർ ആണ്, അതിൻ്റെ അകത്ത് ഡേറ്റ ഉണ്ട്. ഇത് തമ്മിൽ ഈക്വൽ ആണോ എന്ന് കമ്പയർ ചെയ്യണമെങ്കിൽ നമ്മൾ ഉപയോഗിക്കേണ്ട ഓപ്പറേറ്റർ എന്ന് പറയുന്നത് 2 ഈക്വൽ ടു ആണ്, ഡബിൾ ഈക്വൽ ടു. ഇനി നോട്ട് ഈക്വൽ, തുല്യമല്ല, നോട്ട് ഈക്വൽ ടു എന്ന് കാണിക്കാനായിട്ട് നമ്മൾ എക്സ്ക്ലമേഷൻ സിമ്പിൾ ഈക്വൽ ടു കൊടുക്കണം. ഓക്കെ, ഇനി ഗ്രേറ്റർ ദാൻ സിമ്പിൾ, ലെസ് ദാൻ സിമ്പിൾ, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, ലെസ് ദാൻ ഓർ ഈക്വൽ ടു. സോ ഇത് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ബൂളിയൻ വാല്യൂസ് ആണ് കേട്ടോ. എന്താണ് ബൂളിയൻ വാല്യൂ എന്ന് വെച്ചാൽ ട്രൂ അല്ലെങ്കിൽ ഫോൾസ് എന്ന് പറയുന്ന വാല്യൂ ആണ് കിട്ടുക. അപ്പം അതിനെയാണ് ബൂളിയൻ. അപ്പം നമ്മൾ പൈത്തണിൽ ട്രൂ, TRUE, T ക്യാപിറ്റൽ ലെറ്റർ ആണ്, അല്ലെങ്കിൽ ഫോൾസ്, FALS, ഫോൾസ്. ഇതിനെ വിളിക്കുന്ന പേര് ബൂളിയൻ വാല്യൂസ് എന്നാണ്. ബൂളിയൻ വാല്യൂസ് എന്നാണ് വിളിക്കുന്നത്. നമുക്ക് പഠിക്കുക എന്താണെന്ന്. ഓക്കെ, അപ്പോൾ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താണ്, ഈ ബൂളിയൻ വാല്യൂസ് ആണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ A = 90, B = 89. ഓക്കെ, ഞാൻ ഇങ്ങനെ പറയാണ്, പ്രിന്റ് A = B. ഓക്കെ, ഇവിടെ റൺ ചെയ്താൽ എനിക്ക് എന്ത് കിട്ടും, ഫോൾസ് ഉണ്ട്. ഓക്കെ, ഇനി എനിക്ക് A ഗ്രേറ്റർ ദാൻ B, അപ്പോൾ A ഗ്രേറ്റർ ദാൻ B ആണ്, അപ്പോൾ എനിക്ക് എന്ത് കിട്ടും, ട്രൂ എന്ന് കിട്ടും. ഓക്കെ, സോ A ലെസ് ദാൻ B, അപ്പോൾ എനിക്ക് അവിടെ ഫോൾസ് ആയിരിക്കും കിട്ടുക. A നോട്ട് ഈക്വൽ ടു B, അപ്പോൾ എനിക്ക് അവിടെ ട്രൂ ആയിരിക്കും കിട്ടുക. A നോട്ട് ഈക്വൽ ടു B ആണ്, സോ അപ്പോൾ നമുക്ക് ട്രൂ കിട്ടും. സോ ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റും. സോ അതിനാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്, കമ്പാരിസൺ ഓപ്പറേറ്റർ നമ്മൾ ഉപയോഗിക്കുന്നത്. കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അടുത്തത് ലാസ്റ്റ് വൺ, ലോജിക്കൽ ഓപ്പറേറ്റർ. നമുക്ക് ലോജിക്കൽ ഓപ്പറേറ്റർ യൂസ് ചെയ്യുന്നത് നമ്മൾ പ്രധാനമായിട്ടും നമുക്ക് ഒന്നിലധികം
ഓക്കെ, നമ്മൾ ഈ എഴുതിയതിനെ എക്സ്പ്രഷൻ എന്നാണ് പറയുന്നത്. അതായത് എ ഗ്രേറ്റർ ദാൻ ബി. എ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആണെങ്കിൽ എന്താ സംഭവിക്കുക? ഒന്നെങ്കിൽ ഗ്രേറ്റർ ദാൻ അല്ലെങ്കിൽ ഈക്വൽ ടു. അതിനാണ് നമ്മൾ ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു പറയുന്നത് ലെസ് ദാൻ അല്ലെങ്കിൽ ഈക്വൽ ടു. അതിനാണ് നമ്മൾ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങൾക്കറിയാം. അപ്പൊ ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ലോജിക്കൽ ഓപ്പറേറ്റർ ഉപയോഗിച്ച് നമ്മൾ എഴുതുന്ന എക്സ്പ്രഷനെയാണ്, ഇതിനെ വിളിക്കുന്ന പേരാണ് എക്സ്പ്രഷൻ. എ ഗ്രേറ്റർ ദാൻ ബി. ഇതിനെ നമ്മളൊരു എക്സ്പ്രഷൻ എന്ന് പറയും. അപ്പൊ നമുക്ക് വീണ്ടും എക്സ്പ്രഷൻ എഴുതാം, ബി ലെസ് ദാൻ സി. സോ ഇതിനെ നമുക്ക് എക്സ്പ്രഷൻ എന്ന് പറയാം. അപ്പൊ രണ്ട് എക്സ്പ്രഷൻ ഉണ്ട്. അപ്പൊ സാധാരണഗതിയിൽ നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ കോമയൊക്കെ ഇടാറുണ്ട് അല്ലേ? അപ്പൊ അങ്ങനെ രണ്ട് എക്സ്പ്രഷനെ നമ്മൾ എന്ത് ചെയ്യുന്നു? രണ്ട് എക്സ്പ്രഷനെ നമ്മൾ കമ്പൈൻ ചെയ്യുമ്പോൾ നമ്മൾ കൊടുക്കുന്ന ഓപ്പറേറ്റേഴ്സിനെ വിളിക്കുന്ന പേരാണ് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ്. അപ്പൊ രണ്ട് എക്സ്പ്രഷൻ ഉണ്ടെങ്കിൽ അതിനെ കമ്പൈൻ ചെയ്യാൻ വേണ്ടി നമ്മൾ ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് ആണ് ഉപയോഗിക്കുന്നത്. ലൈക്ക് ആൻഡ് അല്ലെങ്കിൽ ഓർ. ഇതെല്ലാം നമ്മൾ എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചാൽ നമ്മൾ എക്സ്പ്രഷൻസ് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ആൻഡ് ഉണ്ട്, ഓർ ഉണ്ട്, നോട്ട് ഉണ്ട്. ഇത് മൂന്ന് എന്താണെന്ന് പറയാം. ഓക്കെ, ഓക്കെ, ആൻഡ് ആദ്യം നമുക്ക് ആൻഡ് നോക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ചെറിയ വാല്യൂസ് കൊടുക്കാം. A5 B10. അപ്പോൾ എ ഗ്രേറ്റർ ദാൻ ബി, എ ഗ്രേറ്റർ ദാൻ ബി ആൻഡ് എ ലെസ് ദാൻ ബി. അപ്പോൾ ഇവിടെ രണ്ട് ഓപ്പറേഷൻ ഉണ്ട്, രണ്ട് എക്സ്പ്രഷൻ ഉണ്ട്. എ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ബി ആണോ, ആൻഡ് എ ലെസ് ദാൻ ബി. അപ്പൊ രണ്ട് എക്സ്പ്രഷനെ കമ്പയർ ചെയ്യാൻ വേണ്ടി നമുക്ക് ആൻഡ് ഉപയോഗിക്കാം. ആൻഡ് ഉപയോഗിച്ചുള്ള പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആൻഡ് ഉപയോഗിച്ചാൽ രണ്ട് എക്സ്പ്രഷനും ട്രൂ ആണെങ്കിൽ മാത്രമേ നമുക്ക് ട്രൂ വാല്യൂ വരത്തുള്ളൂ. ഓക്കെ, അപ്പൊ ഇവിടെ റൺ ചെയ്യുമ്പോൾ നമുക്ക് ഫോൾസ് ആയിരിക്കും കിട്ടുക. കാര്യം എന്താണ്? എ ഗ്രേറ്റർ ദാൻ ബി അല്ല, എയുടെ വാല്യൂ 5 ആണ്. സോ ഇനി ഓർ ഓപ്പറേറ്റർ. ഓർ ഓപ്പറേറ്ററിന്റെ പ്രത്യേകത ഇത് നമ്മൾ പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് ഡീറ്റെയിൽ ആയിട്ട് കാണും. ഓർ ഓപ്പറേറ്റർ യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നു? എ ഗ്രേറ്റർ ദാൻ ബി ഓർ എ ലെസ് ദാൻ ബി. അപ്പൊ ഏതെങ്കിലും ഒന്ന് ട്രൂ ആണെങ്കിൽ നമുക്ക് ട്രൂ തരും. എന്താണ്? ഓർ ഓപ്പറേറ്റർ. ഇവിടെ നമ്മൾ റൺ ചെയ്യുമ്പോൾ നമുക്ക് ട്രൂ കിട്ടും. കാര്യം എന്താണ്? ഇവിടെ ഇത് ഫോൾസ് ആണെങ്കിൽ ഇവിടെ എന്താണ്? ഇത് ട്രൂ ആണ്. ഓക്കെ, സോ ഇത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? ആൻഡ് ഓർ ഉപയോഗിക്കുന്നത്. ഇനി നോട്ട് ഉപയോഗിക്കുന്നത് നമ്മൾ ഈ ആൻഡും ഓറും വെച്ച് ജനറേറ്റ് ചെയ്യുന്ന ഈ വാല്യൂവിനെ നെഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നോട്ട് ഉപയോഗിക്കും. അതായത് നമുക്ക് ഇങ്ങനെ ഉപയോഗിക്കാം. ലൈക്ക് ഇത് ഞാൻ ഇങ്ങനെ പറഞ്ഞുതരാം. ഓക്കെ, അതായത് പ്രിന്റ് നോട്ട് ഓഫ് ട്രൂ. പ്രിന്റ് നോട്ട് ഓഫ് ട്രൂ എന്ന് പറയുന്നത് നമുക്ക് ഫോൾസ് കിട്ടും. അപ്പൊ നമുക്ക് വരുന്ന ഒരു സാധനത്തിനെ തിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ഉപയോഗിക്കാം? നോട്ട് ഉപയോഗിക്കാം. സോ അതിനാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? നോട്ട് ഉപയോഗിക്കുന്നത്. സോ ഇത്രയാണ് ഓപ്പറേറ്റേഴ്സിനെ കുറിച്ച് പറയാനുള്ളത്. ഇത് എല്ലാവർക്കും മനസ്സിലായോ? ഇതുവരെ പറഞ്ഞ കാര്യങ്ങളിൽ ഡൗട്ട് ഉണ്ടോ? ഒന്ന് ചോദിക്കാമോ? എല്ലാം നമ്മള് ഓർത്ത് വെക്കണം സാറേ. കുറെ ഇതൊന്നും ഓർത്ത് ഉണ്ടല്ലോ അല്ലേ? ഇതൊന്നും ഓർത്ത് വെക്കണ്ട. ഇതൊന്നും കാണാതെ പഠിക്കുകയൊന്നും വേണ്ട. നമ്മളത് എന്ത് ചെയ്യുന്നു? ബൈ പ്രോഗ്രാമിൽ നമ്മൾ ചെയ്ത് നമ്മൾ എന്ത് ചെയ്യുന്നു? പ്രാക്ടീസ് ചെയ്ത് പോകുന്നതേ ഉള്ളൂ. ഒന്നും കാണാതെ പഠിക്കണം. പക്ഷെ ഈ കാര്യങ്ങളൊക്കെ ഇതാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമേ ഉള്ളൂ. ഓക്കെ അല്ലേ? അല്ല, ഈ പറഞ്ഞെല്ലാം ഓക്കെ അല്ലേ? അതെ സർ, നമ്മൾ പ്രോഗ്രാം ചെയ്യുമ്പോൾ നമുക്ക് അത് കണ്ടിന്യൂ ആയിട്ട് ഓർമ്മയിലുണ്ടാവും. ഇത് ജസ്റ്റ് തിയറി പാർട്ട് മാത്രമേ ആയിട്ടുള്ളൂ. നമ്മൾ എന്ത് ചെയ്യുന്നു? പ്രോഗ്രാം ചെയ്യാൻ പോകണം. നമ്മളിപ്പോ ചെയ്യാൻ പോവാണ്. ഓക്കെ ആണല്ലോ? നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ആദ്യത്തെ പ്രോഗ്രാം ചെയ്യാൻ പോകും. നമ്മൾ ആദ്യം എല്ലാ കൺസെപ്റ്റും വളരെ സിമ്പിൾ ആയിട്ടാണ് പഠിക്കാൻ പോകുന്നത്. അപ്പൊ നമ്മൾ ആദ്യമായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്ന പ്രോഗ്രാം വളരെ സിമ്പിൾ പ്രോഗ്രാമാണ്. സോ അതിന്റെ അൽഗോരിതം ഫ്ലോ ചാർട്ട് ഒക്കെ നമുക്ക് വരയ്ക്കണം. അത് നമുക്ക് വരയ്ക്കാം. ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് കോഡ് ചെയ്യാം. അപ്പൊ ഞാൻ കോഡ് ചെയ്യാൻ പോകുന്ന ഇതാണ്. എന്താണ്? രണ്ട് നമ്പറിന്റെ തുകയാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് രണ്ട് ടാസ്ക് ആണുള്ളത്. ഫസ്റ്റ് ടാസ്ക് എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യുന്നു? നമുക്ക് ഇവിടെ എന്താണ്? ഞാൻ ആദ്യമേ നമുക്ക് നമ്പർ യൂസ് ചെയ്യാം. നമ്മൾ ആദ്യം നമ്പർ സ്റ്റോർ ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം. അപ്പോൾ 500 എന്ന് പറയുന്ന വാല്യൂ സ്റ്റോർ ചെയ്യണം. ഇനി 850 എന്ന് പറയുന്ന വാല്യൂ സ്റ്റോർ ചെയ്യണം. എന്നിട്ട് ഇത് എന്ത് ചെയ്യണം? ഇതിന്റെ സം കണ്ടുപിടിക്കണം. സോ ഇതാണ് നമ്മൾ ആദ്യത്തെ ടാസ്ക്. ഓക്കെ, ഇത് അറിയാന്നുള്ളവർ ചെയ്യുക, അല്ലാത്തവർക്ക് ഞാൻ കാണിച്ചു തരും. അല്ലെങ്കിൽ വേണ്ട, നമുക്ക് ഒരുമിച്ച് ചെയ്യാം. അപ്പൊ നമ്മൾ ഫസ്റ്റ് ടാസ്ക് എന്താണ്? ഫസ്റ്റ് ടാസ്ക് എന്ന് പറയുന്നത് നമുക്ക് 500 എന്ന് പറയുന്ന വാല്യൂ നമുക്ക് സ്റ്റോർ ചെയ്യണം. 850 എന്ന് പറയുന്ന വാല്യൂ നമുക്ക് സ്റ്റോർ ചെയ്യണം. അതിന്റെ തുക കണ്ടുപിടിച്ച് അതിന്റെ ഔട്ട്പുട്ട് നമുക്ക് ഡിസ്പ്ലേ ചെയ്യണം. ഓക്കെ, അത് നമുക്ക് ചെയ്യാം. ഓക്കെ, സോ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് നമുക്ക് ഞാനൊന്ന് സ്ക്രീൻ ഷെയർ ചെയ്യാമേ.
സോ ഇവിടെ ഞാൻ ഇടയ്ക്കൊക്കെ ഹാഷ് എഴുതി. ഹാഷിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഹാഷ് നമ്മൾ ഉപയോഗിക്കുന്നത് കമന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കമന്റ് അല്ലേ, കമന്റ് നമുക്കറിയാലോ, നമ്മളെല്ലാം കമന്റ് പറഞ്ഞിട്ടുള്ളവരാണ് അല്ലേ. നമ്മൾ പഠിപ്പിക്കാൻ വന്ന് നിൽക്കുന്ന ടീച്ചറിന്റെ അല്ലെങ്കിൽ നമ്മൾ നടന്നു പോകുന്ന സമയത്ത് നമ്മളൊരു പോസ്റ്റർ കണ്ടാൽ അതിന്റെയൊക്കെ കമന്റ് പറയും. അപ്പൊ കമന്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കാര്യം മനസ്സിലാവാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ മീൻസ് അത്യാവശ്യം എന്നുള്ള കാര്യമായിരിക്കില്ല, ചില കാര്യങ്ങൾ നമ്മളിങ്ങനെ പറയും. സോ അതുപോലെ നമുക്ക് പ്രോഗ്രാമിൽ നമുക്ക് കമന്റ് ചെയ്യാൻ പറ്റും. കമന്റ് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാളൊരു സമയത്ത് വേറൊരു നമ്മൾ വലിയൊരു ആപ്ലിക്കേഷൻ ഒക്കെ ഡെവലപ്പ് ചെയ്തു. അപ്പൊ നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് നാളൊരു കാലത്ത് ഒരാൾ അല്ലെങ്കിൽ നമ്മൾ തന്നെ ഒരു 10 ദിവസം കഴിഞ്ഞ് നോക്കുമ്പോൾ ഇതിൻ്റെ അകത്ത് ആക്ച്വലി എന്താണ്, അല്ലെങ്കിൽ സ്റ്റാർട്ട് ഇവിടെയാണ് നമ്മൾ ലോഗിൻ ബട്ടൺ എഴുതിയിരിക്കുന്നത് എന്നൊക്കെ നമുക്ക് മനസ്സിലാവണമെങ്കിൽ നമ്മൾ എന്തെങ്കിലും നോട്ട് ചെയ്ത് വെക്കണം. അപ്പൊ പൈത്തന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ എന്ത് എഴുതിയാലും അത് ലൈനാക്കി കൺസിഡർ ചെയ്യും. അപ്പോൾ പൈത്തൺ ഹാഷ് എന്ന് പറയുന്ന ഒരു സിമ്പിൾ കണ്ടു കഴിഞ്ഞാൽ അതിനെ എന്താക്കി എടുക്കത്തില്ല, കോഡായിട്ട് എടുക്കത്തില്ല, അതൊരു ഡൾ കളറിൽ കാണിക്കും. അപ്പൊ ഞാൻ ഇവിടെ എഴുതാൻ പോവാണ്. ഫസ്റ്റ് നമ്പർ എനിക്ക് 500 വരേണ്ടത്. ഓക്കെ, സെക്കൻഡ് നമ്പർ ഓക്കെ എനിക്ക് 850 വരേണ്ടത്. ഓക്കെ, ഇനി എനിക്ക് അതിന്റെ തുക കണ്ടുപിടിക്കണം, എന്നിട്ട് അതിനെ ഡിസ്പ്ലേ ചെയ്യിപ്പിക്കണം. ഇതാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. സിമ്പിൾ. ഇതിന്റെ ഔട്ട്പുട്ട് എനിക്ക് ഡിസ്പ്ലേ ചെയ്യിപ്പിക്കണം. ഓക്കെ, ഡിസ്പ്ലേ ചെയ്യിപ്പിക്കണം. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യം. ഇതാദ്യം നമുക്ക് ചെയ്യാം. സോ ഇത് എല്ലാം ഞാൻ ഹാഷ് ആയിട്ട് എഴുതി കഴിഞ്ഞാൽ എന്താ സംഭവിക്കും, ഇതൊന്നും കോഡായിട്ട് എടുക്കത്തില്ല, റൺ ചെയ്താലും ഒന്നും സംഭവിക്കത്തില്ല, എറർ ഒന്നും വരത്തില്ല. പക്ഷേ ഈ ഹാഷ് മാറിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, റൺ ചെയ്താൽ എറർ കണ്ടുപിടിക്കും. കാര്യം എന്താണ്, ഡിസ്പ്ലേ ഈസ് നോട്ട് ഡിഫൈൻഡ് എന്ന് കാണിക്കും. ഓക്കെ, അതായത് ഇതിനെ എറർ മെസ്സേജ് എന്നാ പറയുന്നത്. ആദ്യത്തെ എറർ നമുക്ക് വന്ന കേട്ടോ. അതായത് നമ്മൾ ഇവിടെ പ്രോഗ്രാമിൽ ഡിസ്പ്ലേ എന്ന് എഴുതിയിട്ടുണ്ട്, പക്ഷെ അത് എന്താണെന്ന് പറഞ്ഞു കൊടുത്തിട്ടില്ല എന്നാണ് കമ്പൈലർ പറയുന്നത്. നമ്മളൊരു ലൈൻ എഴുതി എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അത് ഇക്വലന്റ് മെഷീൻ കോഡിലോട്ട് കൺവേർട്ട് ചെയ്യും. അങ്ങനെ കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് ഇത് എന്താണെന്ന് പറഞ്ഞു കൊടുക്കണം. അപ്പൊ ഡിസ്പ്ലേ ഈസ് ഈക്വൽ ടു 10 എന്ന് എഴുതി കൊടുത്തിരുന്നെങ്കിൽ മനസ്സിലായി, കണ്ട ആ എറർ മാറി. ശരി, അതിപ്പോ നമ്മൾ പറയുന്നില്ല, അത് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞാണ്. ഓക്കെ, ഞാൻ എന്ത് ചെയ്യുന്നു, ഇതിനെ ഒന്ന് കമന്റ് ചെയ്യാണ്. സോ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, ഇതിനെ എനിക്ക് കമന്റ് ചെയ്യാം. നമ്മൾ പ്രോഗ്രാമിൽ എറർ വരും. കമന്റ് രണ്ട് രീതിയിൽ ഉപയോഗിക്കാം. അതായത് ഒന്ന്, നമുക്കൊരു ഇൻഫർമേഷൻ എഴുതി വെക്കാൻ വേണ്ടി നമുക്ക് കമന്റ് എഴുതാം. ഇനി നമ്മൾ എഴുതപ്പോൾ ഒരു സെറ്റ് ഓഫ് കോഡിന്റെ എറർ വന്നു, തൽക്കാലം അത് എക്സിക്യൂട്ട് ചെയ്യണ്ട, പിന്നീട് അത് ചെയ്താൽ മതി. അങ്ങനെയുള്ള സമയത്ത് എന്ത് ചെയ്യാം, അതിനെ എനിക്ക് കമന്റ് ചെയ്യാം. അത് ആ ഒരു ബ്ലോക്ക് ഓഫ് കോഡ് മാത്രം എന്ത് ചെയ്യത്തില്ല, കോഡ് അത് കൺസിഡർ ചെയ്യത്തില്ല, ബാക്കി എടുക്കും. സോ അതിന് അപ്പൊ എനിക്ക് ഡിസ്പ്ലേ വേണ്ടെങ്കിൽ ഞാൻ ഇതിനെ സെലക്ട് ചെയ്തിട്ട് കൺട്രോൾ സ്ലാഷ് ഫോർവേഡ് സ്ലാഷ് ആണ്, കൺട്രോൾ സ്ലാഷ് കൊടുക്കുക, ഡിവിഷന്റെ സ്ലാഷ്. കൺട്രോൾ സ്ലാഷ് കൊടുത്തു കഴിഞ്ഞാൽ എന്തായി മാറും, അത് കോഡാക്കി മാറും. ഓക്കെ, ശരി. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് 500 സ്റ്റോർ ചെയ്യണം. അപ്പൊ 500 എവിടെ സ്റ്റോർ ചെയ്യാൻ പറ്റൂ, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, 500 നമുക്ക് സ്റ്റോർ ചെയ്യണമെങ്കിൽ നമുക്കൊരു വേരിയബിളിലോട്ട് വെക്കണം. ഓക്കെ, അപ്പൊ നമുക്കൊരു വേരിയബിൾ വേണം. അപ്പൊ ഇത് ഫസ്റ്റ് നമ്പർ ആണ്. സോ അപ്പൊ ഞാൻ എപ്പോഴും പറഞ്ഞില്ലേ, നമ്മളൊരു വേരിയബിളിന്റെ നെയിം എഴുതുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ എഴുതി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. അപ്പൊ ഞാൻ FRSTNUM, നിങ്ങൾക്ക് ഫസ്റ്റ് നമ്പർ എന്ന് വേണമെങ്കിൽ കൊടുക്കാം കേട്ടോ, ഫസ്റ്റ് അണ്ടർസ്കോർ നം. ഓക്കെ, ഇങ്ങനെ കൊടുക്കാം, അല്ലെങ്കിൽ ഫസ്റ്റ് നമ്പർ എന്ന് എഴുതാം, എങ്ങനെ വേണോ എഴുതാം. പക്ഷെ ഇങ്ങനെ എഴുതാൻ പറ്റത്തില്ല, ഫസ്റ്റ് സ്പേസ് നമ്പർ എന്ന് കൊടുക്കാൻ പറ്റത്തില്ല. ശരി, അപ്പോൾ ഞാൻ പെട്ടെന്ന് മനസ്സിലാൻ വേണ്ടി FRSTNUM എന്ന് കൊടുക്കാം. ഓക്കെ, ഇനി ഇതിന്റെ അകത്തോട്ട് 500 വയ്ക്കണമെങ്കിൽ ഞാൻ ഒരു സിമ്പിൾ എഴുതണം. ആ സിമ്പിളിന്റെ പേരാണ് ഈക്വൽ ടു 500. അപ്പൊ എന്തായി, ഒന്നുമായി എന്ത് സംഭവിച്ചു, 500 എന്ന് പറയുന്ന ഡേറ്റ ഫസ്റ്റ് നം എന്ന് പറയുന്ന ഒരു കണ്ടെയ്നറിൽ ഇപ്പൊ എന്തായി, സ്റ്റോർ ആയി. ഓക്കെ, ഇനി സെക്കൻഡ് നം ഈസ് ഈക്വൽ ടു 850. അപ്പൊ എന്തായി, എനിക്ക് രണ്ടാമത്തെ കണ്ടെയ്നർ വന്നു, അതിൻ്റെ അകത്ത് എന്ത് വന്നു, 850 സ്റ്റോർ ആയി. ശരി, എനിക്ക് ഇതിന്റെ ഉത്തരം കണ്ടുപിടിക്കണം. വളരെ സിമ്പിൾ, പ്രിന്റ് ഫസ്റ്റ് നം പ്ലസ് സെക്കൻഡ് നം. കഴിഞ്ഞു, റൺ ചെയ്യാം. 1350 ഉത്തരം കിട്ടി. ശരി, ഇനി നമുക്ക് ഈ ഔട്ട്പുട്ടിനെ കുറച്ച് ഭംഗിയാക്കാം. ഉത്തരം എഴുതി കാണിക്കാൻ പോകണം. യുവർ റിസൾട്ട് ഈസ് 1350 എന്നല്ലേ, 1350 എന്ന് പറയണം. സോ അപ്പൊ അവിടെ നമുക്ക് രണ്ട് പാർട്ടാണ് ഉള്ളത്. എന്താണ്, നമുക്ക് ആഡ് ചെയ്ത റിസൾട്ടും ഉണ്ട്, ഒരു മെസ്സേജും ഉണ്ട് അല്ലെ. അപ്പൊ നമുക്ക് ഡിസ്പ്ലേ ചെയ്യുന്ന ഇങ്ങനെയാണ്, രണ്ട് രീതിയിൽ. എങ്ങനെ കാണിക്കണം, യുവർ ഓക്കെ, ഇങ്ങനെ കാണിക്കണം, യുവർ റിസൾട്ട് ഈസ്
1350 എന്ന് പറഞ്ഞു. ഈ 1350 ആദ്യത്തെ സംഖ്യയും രണ്ടാമത്തെ സംഖ്യയും തമ്മിൽ ആഡ് ചെയ്യപ്പോൾ വരുന്നതാണ്. അപ്പോൾ യുവർ റിസൾട്ട് ഈസ് 1350 എന്ന് പറഞ്ഞു. അപ്പൊ ഇത് മെസ്സേജ് ആണ്. ആ മെസ്സേജ് നമുക്ക് കാണിക്കണമെങ്കിൽ ഇങ്ങനെ എഴുതിയാൽ മതി. പ്രിന്റിന്റെ അകത്ത് ഡബിൾ കോട്ട്സ് ഇട്ട് യുവർ റിസൾട്ട് ഈസ് എന്ന് എഴുതിയാൽ മതി. ഓക്കെ, ഇനി അതിന്റെ കൂടെ 1350 എന്നുണ്ട്. അത് നമുക്ക് വേണമെങ്കിൽ 1350 എന്ന് കൊടുത്ത് ഇങ്ങനെ റൺ ചെയ്താൽ 1350 എന്ന് വരും. യുവർ റിസൾട്ട് ഈസ് 1350 എന്ന് തോന്നും. ഓക്കെ, അത് ഇതിന്റെ തുകയാണ്. അപ്പൊ ഈ 500 മാറ്റി ഇവിടെ 550 ആക്കിയാലും എന്തേ വരത്തുള്ളൂ, യുവർ റിസൾട്ട് ഈസ് 1350 എന്ന് വരത്തുള്ളൂ. അവിടെ മാറ്റമൊന്നുമില്ല. എനിക്ക് വേണ്ട ഇതാണ്, ഈ കണ്ടെയ്നറും ഈ കണ്ടെയ്നറും ഈ രണ്ട് വേരിയബിളും തമ്മിൽ ആഡ് ചെയ്ത് അതിന്റെ ഉത്തരമാണ് ഇവിടെ വരേണ്ടത്. സോ അത് വരണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്ത് ചെയ്യണം, എനിക്കിവിടെ എന്ത് ചെയ്യണം, ഫസ്റ്റ് നമ്പർ പ്ലസ് സെക്കൻഡ് നമ്പർ ഒന്ന് കൊടുക്കണം. ഓക്കെ, സെക്കൻഡ് നമ്പർ ഒന്ന് കൊടുക്കണം. അപ്പൊ എന്ത് ചെയ്തു, എനിക്ക് എറർ വന്നു. കാരണം എന്താണ്, ഇതൊരു മെസ്സേജ് ആണ്. ഇത് ഞാൻ ഇവിടെ പെർഫോം ചെയ്തത് അഡീഷൻ ആണ്. അപ്പോൾ പ്രിന്റിന്റെ അകത്ത് രണ്ട് കാര്യങ്ങൾ വന്നു. പ്രിന്റിന്റെ അകത്ത് രണ്ട് കാര്യങ്ങൾ വന്നെങ്കിൽ ഞാൻ ഇവിടെ എന്ത് കൊടുക്കണം, ഇതിന്റെ നടുക്കായിട്ട് ഒരു കോമ ഇട്ട് കൊടുത്താൽ. സോ ഇവിടെ റൺ ചെയ്യപ്പോൾ എന്ത് സംഭവിക്കും, കേട്ടോ, യുവർ റിസൾട്ട് ഈസ് 1400 എന്ന് വന്നത് ഇത് ഇവിടെ ഞാൻ 550 ആക്കിക്കൊണ്ടാണ്. ഓക്കെ, സോ ഇവിടെ വന്നപ്പോൾ എനിക്ക് 1350 എന്ന് വന്നു. ഓക്കെ, ശരി. അപ്പോൾ ഇതാണ് സംഭവം. ഇനി നിങ്ങൾക്കുള്ള ടാസ്ക്, ഇങ്ങനെ ഒരു എല്ലാ ടാസ്കും നിങ്ങൾക്ക് ഉണ്ടാവും കേട്ടോ. നിങ്ങൾക്ക് എല്ലാ ദിവസവും ഇതുപോലെ ടാസ്ക് ഉണ്ടാവും. നിങ്ങൾ എന്ത് ചെയ്യുക, അതായത് ഇന്ന് മുതൽ നിങ്ങൾക്ക് ഇതേപോലെ നിങ്ങൾക്ക് ടാസ്കുകൾ ഉണ്ടാവും. ഞാൻ നിങ്ങൾക്ക് ടാസ്ക് പറയും, നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾക്ക് എഴുതി ഫോട്ടോ എടുത്ത് ഗ്രൂപ്പിലിടാമെങ്കിൽ ഇടാം. എൻ്റെ നമ്പർ നിങ്ങൾ സേവ് ചെയ്തിട്ടുണ്ടാവും, എനിക്ക് വാട്സപ്പ് ചെയ്യാം. നമുക്ക് ഇതിൽ ചാറ്റ് മെസ്സേജ് ഉണ്ട്, ചാറ്റ് മെസ്സേജ് ഇടാം. എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. എല്ലാവരെയും ഞാൻ നോക്കും, നിങ്ങൾക്ക് എറേഴ്സ് ഉണ്ടെങ്കിൽ പറയും. 1 മിനിറ്റ് ടൈം ഞാൻ തരും, നിങ്ങൾക്ക് ചെയ്യാം. ഓക്കെ, നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇതാണ്. ഓക്കെ, ട്രൈ ആണ്, ജസ്റ്റ് ട്രൈ ആണ്. അപ്പോൾ ട്രൈ ചെയ്യുമ്പോൾ നമുക്ക് എറർ വരും, നമ്മൾ അത് ഫിക്സ് ചെയ്യും. അങ്ങനെയാണ് നമ്മൾ പഠിക്കുന്നത് കേട്ടോ. എല്ലാ കാര്യവും നമ്മൾ അങ്ങനെയാണ് പഠിക്കുന്നത്. ചെറിയ കാര്യം തരും, ആ ചെറിയ കാര്യം നമ്മൾ ചെയ്യും. അതിന് നമുക്ക് ഇഷ്യൂ വരുമ്പോഴത്തേക്കും നമ്മൾ എന്ത് ചെയ്യും, അത് ഫേസ് ചെയ്യും. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഫസ്റ്റ് നമ്പറിന്റെ ഇവിടെ ഞാൻ 500 850 ആണ് വെച്ചത്. യൂസറിന്റെ അടുത്ത് പറയണം എൻ്റർ യുവർ ഫസ്റ്റ് നമ്പർ എന്ന് പറയണം. അപ്പോൾ അയാൾക്ക് ഏത് നമ്പർ വേണമെങ്കിലും കൊടുക്കാൻ പറ്റണം. സോ അതിനൊരു ഫംഗ്ഷൻ ഞാൻ പഠിപ്പിച്ചു. എന്ത് ഫംഗ്ഷൻ ആണെന്ന് പറയാമോ? ഇൻപുട്ട്. യെസ്, ഗുഡ്. ഇൻപുട്ട് ഫംഗ്ഷൻ നമുക്ക് ഉപയോഗിക്കാം. സോ അപ്പോൾ നമുക്ക് ഇൻപുട്ട് ഫംഗ്ഷൻ ഉപയോഗിച്ച് നമുക്ക് ഫസ്റ്റ് നമ്പർ വാങ്ങണം, അതേപോലെ സെക്കൻഡ് നമ്പർ വാങ്ങണം. എന്നിട്ട് എന്ത് ചെയ്യണം, ആ രണ്ട് സംഖ്യയുടെയും തുക എനിക്ക് ഡിസ്പ്ലേ ചെയ്യണം. എങ്ങനെ കാണിക്കണം, യുവർ റിസൾട്ട് ഈസ് എന്ന് പറഞ്ഞിട്ട് അതിന്റെ ഉത്തരം കാണിക്കണം. സോ എനിക്ക് അയക്കാം, എല്ലാവർക്കും അയക്കാം. സോ 1 മിനിറ്റ് ടൈം, നിങ്ങൾക്ക് എല്ലാവർക്കും എന്താ എഴുതി ഫോട്ടോ എടുത്ത് അയക്കാം. ഓക്കെ, ക്വസ്റ്റ്യൻ ക്ലിയർ ആണല്ലോ അല്ലേ? ഡൗട്ട് ഉള്ളവർ ചോദിക്കാം. സോ ബേസിക്കലി സർ ഔട്ട്പുട്ടിനകത്ത് രണ്ട് നമ്പേഴ്സും വേണം, അതിന്റെ സം കൂടെ കാണിക്കണം. ഔട്ട്പുട്ടിന്റെ അകത്ത്, അതെ, ഔട്ട്പുട്ടിന്റെ അകത്ത് രണ്ട് സംഖ്യ ഇതൊന്നും വേണ്ട. യുവർ റിസൾട്ട് എന്ന് പറഞ്ഞാൽ ഉത്തരം മാത്രം. പക്ഷെ യൂസർ ഏത് വാല്യൂ കൊടുത്താലും എൻ്റർ ആയിട്ട്. ഇപ്പൊ ഞാൻ ഇവിടെ 500 850 അല്ലേ വെച്ചത്. യൂസറിന് നമുക്ക് റൺ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ചോദിക്കണം, എൻ്റർ ഫസ്റ്റ് നമ്പർ. അപ്പോൾ അയാൾക്ക് ഏത് നമ്പർ വേണമെങ്കിലും കൊടുക്കും. അടുത്ത് എൻ്റർ ചെയ്യുമ്പോൾ എൻ്റർ സെക്കൻഡ് നമ്പർ. അപ്പോഴും നമുക്ക് ഏത് നമ്പർ വേണമെങ്കിലും കൊടുക്കും. അടുത്ത് എൻ്റർ അടിക്കുമ്പോൾ നമുക്ക് ഉത്തരം യുവർ റിസൾട്ട് ഈസ് എന്ന് പറഞ്ഞാൽ അയാൾ കൊടുത്ത ഫസ്റ്റ് നമ്പർ പിന്നെ സെക്കൻഡ് നമ്പർ തമ്മിൽ ആഡ് ചെയ്ത്. ഇതാണ്, ട്രൈ ആണ്. ഉറപ്പായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഗസ് ചെയ്യുക, പഠിച്ചത് വെച്ചിട്ട് ചെയ്യുക. നമുക്കത് എന്ത് ചെയ്യാം, അത് ഫോം ചെയ്യാം. ഓക്കെ ഓക്കെ അല്ലേ? ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ അല്ലേ? ഓക്കെ അല്ലേ? എല്ലാവരും ഞാൻ വിളിക്കാം. വിജീഷേ മനസ്സിലായോ? എന്റെ ചോദ്യം മനസ്സിലായോ? വിജീഷ്, രമ, മിനി, മാധവ് പറഞ്ഞു, ബാലു, ഗോകുൽ. പറഞ്ഞു മനസ്സിലായി സർ. ശരി. ഓക്കെ ശരി. മിനി മാഡം കേട്ടായിരുന്നോ? ഗോകുൽ, അനു, അജിത, നിങ്ങൾ ഓക്കെ സെറ്റാണ്. നിങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങളെ ഇതിനു വേണ്ടി. ഓക്കെ ശരി. ഓക്കെ സർ ഒരു ഡൗട്ട്. ശരി.
ഇപ്പൊ നമ്മള് ഇൻപുട്ടിനകത്ത് നമ്മൾ വാല്യൂസ് എടുക്കുമ്പോൾ ഒരു കാര്യം ചെയ്യും എന്താ പറയുക, എഴുതി അയച്ചാൽ മതി. ഞാൻ ഡൗട്ട് ഞാൻ പറയാം. ഓക്കെ ഓക്കെ, എഴുതി അയച്ചു. കാര്യം ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ളവർ ട്രൈ ചെയ്യണം. ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യാം? ഒരു സ്പേസ് തന്നെ വരുന്നില്ല നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ. വിജീഷ് പറഞ്ഞോ, എന്താ പറ്റി? വിജീഷ് എന്താ പറഞ്ഞേ? നമ്മൾ ഈ പൈച്ചാണ് ടൈപ്പ് ചെയ്യുമ്പോൾ ഒരു സ്പേസ് വരുന്നില്ല സാർ അതിന് തന്നെ? ഇല്ല, അങ്ങനെ വരത്തില്ലല്ലോ. വരാൻ സാധ്യത കുറവാണ് വിജീഷ്. അങ്ങനെ ടൈപ്പ് ചെയ്യുമ്പോൾ സ്പേസ് വരത്തില്ല. ഞാൻ എപ്പോഴും റെക്കമെൻഡ് ചെയ്യുന്നത്, നിങ്ങൾ കോഡ് എഴുതുമ്പോൾ നിങ്ങൾ എഴുതി അയക്കണം. കാര്യം എന്ന് വെച്ചാൽ ഇത് ചെയ്ത് അയക്കുന്ന സമയത്ത് ഒരു പ്രശ്നമുള്ളതെന്ന് വെച്ചാൽ എറർ വരും. നിങ്ങൾ അത് ഫിക്സ് ചെയ്യാൻ നിൽക്കും, അപ്പോൾ നമ്മുടെ സമയം പോകും. എനിക്ക് നിങ്ങൾ എന്താണ് എഴുതിയിരിക്കുന്നതെന്ന് എനിക്ക് അറിയണം. എഴുതിയതിനു ശേഷം നമുക്ക് എന്ത് ചെയ്യാം? റൺ ചെയ്യാം. ഓക്കെ, അപ്പൊ നിങ്ങൾ പേപ്പറും പേനയും വെച്ച് നിങ്ങൾ എല്ലാവരും ഉണ്ടാവണം. നിങ്ങൾ എഴുതുക, ഫോട്ടോ എടുക്കുക, അയക്കുക. അതാ ചെയ്യേണ്ടത്. ഞാൻ ഗൂഗിളിന്റെ അടുത്തും ഗൂഗിളെല്ലാം നമ്മളെ മാധവും എല്ലാം അങ്ങനെ തന്നെ ചെയ്യാം. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം? നമുക്കത് സോൾവ് ചെയ്യാം. ഫോട്ടോ ഗ്രൂപ്പിലേക്ക് വേണ്ടത്? ഗ്രൂപ്പിൽ പേഴ്സണൽ ആയിട്ട് അയച്ചാലും മതി. എങ്ങനെ വേണോ അയക്കാം, ഗ്രൂപ്പിൽ വിടാം, കുഴപ്പമൊന്നുമില്ല. ഗൂഗിൾ ഉണ്ടല്ലോ അല്ലേ? ഗൂഗിൾ എനിക്ക് ഉത്തരവൊന്നും കിട്ടിയിട്ടില്ല. ഞാൻ നിങ്ങളെ ഉത്തരത്തിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. ഒരുപാട് സമയം എടുക്കരുത്. ഞാൻ മാക്സിമം 2 മിനിറ്റാണ് പറയുന്നത്. ഓക്കെ, വെരി ഗുഡ്. വിജീഷ് എനിക്ക് ഉത്തരം തന്നു, ഫസ്റ്റ് ഉത്തരം തന്നു. നോക്കാം. വിജീഷ്, ഓക്കെ ഓക്കെ. വിജീഷ് പക്ഷേ എറർ ഉണ്ട്, ഞാൻ പറയാം. ശരി, ഓക്കെ, വെരി ഗുഡ്, വെൽ ട്രൈ കേട്ടോ, വെൽ ട്രൈ. ശരി, അജിത. ഓക്കെ അജിത, ഓക്കെ ശരി. അജിത, ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ. നമ്മൾ ഈ ഫംഗ്ഷൻസ് എല്ലാം സ്മോൾ ലെറ്റർ, ഞാൻ ഇതുവരെ ഈ ക്യാപിറ്റൽ ലെറ്റർ യൂസ് ചെയ്യാനേ പറഞ്ഞിട്ടില്ല കേട്ടോ. എല്ലാം സ്മോൾ ലെറ്റർ. ഒരിടത്ത് സ്പേസ് കൊടുക്കാനും പറഞ്ഞിട്ടില്ല, ഒരിടത്ത് ക്യാപിറ്റൽ ലെറ്ററും കൊടുക്കാൻ പറഞ്ഞിട്ടില്ല. എല്ലാം സ്മോൾ ലെറ്റർ ആണ്. ഡബിൾ കോഡ്സിന്റെ അകത്ത് നിങ്ങൾ എന്ത് എഴുതിക്കോ അതെല്ലാം എന്ത് ചെയ്തോളൂ, അത് ക്യാപിറ്റൽ ലെറ്റർ. ഡബിൾ കോഡ്സിന്റെ അകത്ത് നിങ്ങൾ എന്ത് എഴുതിയാലും അത് ക്യാപിറ്റൽ ലെറ്ററിൽ കൊടുക്കാനുള്ള നമുക്ക് ഇതുണ്ട്. ഓക്കെ, ശരി, ഓക്കെ. അപ്പൊ 2 ഉത്തരം എനിക്ക് വന്നു. രണ്ടുപേരും ഗുഡ് ട്രൈ ആണ്. ഓക്കെ, ബാക്കിയുള്ള ഉത്തരത്തിൽ ഞാൻ ഒരു കാര്യം പറയാം. നമ്മുടെ ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, നമുക്ക് എന്ത് വേണമെങ്കിലും എഴുതി അയക്കാം കേട്ടോ. നിങ്ങൾക്ക് എന്താണോ മനസ്സിലായത് അത് അതേപോലെ എഴുതി അയക്കാം. അതുകൊണ്ടാണ് ഞാൻ എഴുതാൻ പറഞ്ഞത്. സോ എഴുതപ്പോൾ നമുക്ക് ഉറപ്പായിട്ടും കോഡിംഗ് ആണ്, അപ്പൊ ടൈപ്പ് ചെയ്താലേ പറ്റത്തുള്ളൂ. പക്ഷെ നമ്മൾ ഇനിഷ്യലി നമ്മൾ എന്ത് ചെയ്യുക? എഴുതി നിങ്ങൾ അയക്കുക. എഴുതി അയക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് ചില ബ്ലണ്ടർ ആവും, അത് കുഴപ്പമില്ല. അതുകൊണ്ടാണ് പേഴ്സണലായിട്ട് എനിക്ക് തന്നെ അയക്കാൻ പറഞ്ഞത്. അപ്പോൾ ഒരിക്കലും ഞാൻ ഇയാൾ ഇങ്ങനെയല്ലേ ചെയ്തതെന്ന് ഒരിക്കലും ക്ലാസ്സിൽ പറയത്തില്ല. ആ ഒരു ഫ്രീഡം നിങ്ങൾക്കുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക? എഴുതി അയച്ച് നമുക്ക്, അപ്പോൾ എനിക്ക് ഐഡിയ കിട്ടും നിങ്ങൾക്ക് എങ്ങനെയാണ് മനസ്സിലായത്. സോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിലിരിക്കുന്ന ആൾക്കാർ ഇനി അയക്കാനുണ്ട്. നിങ്ങൾ എവിടെയാണോ സ്റ്റക്ക് അവിടെ അയക്കുക. ചിലപ്പോൾ ഒരു ലൈൻ എഴുതാൻ പറ്റുള്ളൂ, കുഴപ്പമില്ല, നിങ്ങൾ അയക്കുക. നമുക്ക് എന്ത് ചെയ്യുക? അതിൽ അങ്ങനെ ഒരിക്കലും എന്താകാൻ പാടില്ല. ഇതുകൊണ്ട് ശരി സാർ എന്ത് വിചാരിക്കും എന്നൊന്നും വിചാരിക്കേണ്ട കാര്യമില്ല. പക്ഷെ അങ്ങനെ നമ്മൾ തെറ്റി വരുത്തി മാത്രമേ നമ്മൾ കോഡിങ് പഠിക്കത്തുള്ളൂ. സോ ഞാൻ അത് പറയാം. നമ്മള് വിജീഷ് അയച്ചു, അജിത അയച്ചു. പ്രോപ്പർ ആയിട്ടുള്ള ഉത്തരം ആണോ എന്ന് ചോദിച്ചാൽ അവർ നല്ലോണം ട്രൈ ചെയ്തിട്ടുണ്ട്. അവർക്ക് അറിയാവുന്ന രീതിയിൽ അവർ ട്രൈ ചെയ്ത് അയച്ചിട്ടുണ്ട്. അതേപോലെ എല്ലാവരും ചെയ്യുക. അപ്പൊ ഇപ്പൊ ഞാൻ 2 മിനിറ്റ് തന്നിട്ട് ഇപ്പൊ ഞാൻ ഏകദേശം എത്ര മിനിറ്റായി? 4 മിനിറ്റ് കൂടുതലായി. അതുകൊണ്ട് ഇനി ഇത്രയും ഞാൻ സമയം എടുക്കുന്നില്ല, ഞാൻ പറയാൻ പോവാണ്. ഓക്കെ, മാധവ്, ഓക്കെ, ഗുഡ് ട്രൈ ആണ്. പ്രോപ്പർ ആൻസർ അല്ല എങ്കിൽ പോലും ഗുഡ് ട്രൈ ആണ്.
നമ്മൾ പഠിച്ചത് വരെ എന്ത് ചെയ്തിട്ടുണ്ട്? മാധവ് അയച്ചിട്ടുണ്ട്. വെരി ഗുഡ്. മാധവ് അയച്ചിട്ടുണ്ട്. ഓക്കെ, നമുക്ക് വരാം. അപ്പൊ നമ്മൾ എന്താ പറഞ്ഞാൽ, നമുക്ക് ആദ്യം നമുക്ക് വേണ്ടത് 2 സംഖ്യയാണ്. അപ്പൊ ഇതിന്റെ പ്രത്യേകത, ഇവിടെ നേരത്തെ ഞാൻ 500 വെക്കാൻ പറഞ്ഞു, 850 വെക്കാൻ പറഞ്ഞു. ഇവിടെ നമ്മൾ അതിന് പകരം യൂസറിന്റെ കയ്യിൽ നിന്ന് വാല്യൂ വാങ്ങിക്കാൻ പോകണം. അപ്പൊ യൂസറിന്റെ കയ്യിൽ നിന്ന് വാല്യൂ വാങ്ങിക്കണമെങ്കിൽ നമ്മൾ ഇൻപുട്ട് എന്ന് വേണം കൊടുക്കാൻ. അപ്പൊ ഇൻപുട്ട് ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത് യൂസറിന്റെ കയ്യിൽ നിന്ന് ഡേറ്റ കളക്ട് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? ഇൻപുട്ട് ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത്. അപ്പൊ ഇൻപുട്ട് ഫംഗ്ഷന്റെ അകത്ത് നമുക്ക് എന്ത് ചെയ്യാം? യൂസറിന്റെ അടുത്ത് പറയണം, നീ ഇവിടെ ഫസ്റ്റ് നമ്പർ കൊടുക്ക്, അടുത്ത് നമുക്ക് പറയാം നീ ഇവിടെ സെക്കൻഡ് നമ്പർ കൊടുക്ക് എന്ന്. നമുക്ക് അതിനെയാണ് നമ്മൾ പ്രോംപ്റ്റ് എന്ന് പറയുന്നത്. അത് കൊടുത്തപ്പോൾ തന്നെ പൈച്ചാം എഴുതി കാണിക്കുന്നുണ്ട് പ്രോംപ്റ്റ് എന്ന്. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ, അപ്പൊ ഇയാൾ കൊടുക്കുന്ന ഡേറ്റ നമുക്ക് ഉറപ്പായിട്ട് സ്റ്റോർ ചെയ്യണം. അപ്പൊ ആദ്യം എഴുതേണ്ടത് നമ്മൾ എന്ത് ചെയ്യണം? വേരിയബിളിന്റെ പേരാണ്. അപ്പൊ ഫസ്റ്റ് നമ്പർ ആണ് വരുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം, നമ്പർ 1 അല്ലെ, നം1 ആദ്യത്തെ നമ്പർ ആണ് നം1. ഓക്കെ, അപ്പൊ ഈ നമ്പർ 1ന്റെ അകത്ത് ഞാൻ എന്ത് ചെയ്യുന്നു? ഇൻപുട്ട് വിളിക്കുന്നു. ഡബിൾ കോഡ്സിന്റെ അകത്ത് ഞാൻ പ്രോംപ്റ്റ് എഴുതുന്നു, എന്റർ ഫസ്റ്റ് നമ്പർ. ഓക്കെ, കണ്ട, ഈ ഡബിൾ കോഡ്സിന്റെ അകത്ത് എനിക്ക് ഈ ക്യാപിറ്റൽ ലെറ്റർ എഴുതാം, എഫ് ക്യാപിറ്റൽ എന്ത് വേണം എഴുതിക്കോ, കുഴപ്പമൊന്നുമില്ല. സിമ്പിളും കൊടുക്കാം, സ്പേസും കൊടുക്കാം. അത് ഡബിൾ കോഡ്സിന്റെ അകത്ത് ആയതുകൊണ്ട് മാത്രമാണ്. ഓക്കെ, ബാക്കി എല്ലാം സ്മോൾ ലെറ്റർ ആണ്. ശരി, നമ്പർ 1 കൊടുത്തു. ശരി, നമ്പർ 2 ഈസ് ഈക്വൽ ടു ഇൻപുട്ട്. വീണ്ടും കാര്യം രണ്ടാമത്തെ നമ്പർ ആണ്. അപ്പൊ എന്താണ് സംഭവിക്കുന്നത്? ഫസ്റ്റ് ആദ്യം ഒരു, ഇപ്പൊ എന്താ നമ്മൾ റിയൽ ലൈഫിൽ എന്താ, നമ്മളൊരു പെട്ടി വാങ്ങിച്ചു, നമ്മൾ പഞ്ചസാരയും വാങ്ങിച്ചു, സോൾട്ട് മേടിച്ചു, 2 കണ്ടെയ്നർ എടുത്തു. എന്നിട്ട് അതിൻ്റെ അകത്ത് ഒന്നിൽ പഞ്ചസാര ഇട്ടു, ഒന്നിൽ നമ്മൾ സോൾട്ട് ഇട്ടു. എന്നിട്ട് ഇത് രണ്ടിനും നമ്മൾ എന്ത് ചെയ്യണം? പഞ്ചസാര എന്ന് എഴുതി വെച്ച് കഴിഞ്ഞാൽ അടുത്ത ദിവസം നമ്മൾ ചായ ഇടപ്പോൾ പണി കിട്ടും. അപ്പൊ എന്ത് ചെയ്യണം? ആദ്യത്തേൽ പഞ്ചസാര എന്ന് എഴുതി വെക്കണം, രണ്ടാമത്തേൽ സോൾട്ട് എന്ന് എഴുതി വെക്കണം, അല്ലേ? അങ്ങനെയല്ലേ നമ്മൾ എഴുതി വെക്കുന്നത്. അതേപോലെ നമ്മൾ ഫസ്റ്റ് നമ്പറിന് നമ്പർ 1 എന്ന് വെച്ചാൽ സെക്കൻഡ് നമ്പറിന് നമ്പർ 2 എന്ന് വെക്കണം. ഓക്കെ, അപ്പൊ അങ്ങനെ വേണം കൊടുക്കാൻ. ഫസ്റ്റ് നമ്പറിന് N1 എന്നാണ് കൊടുത്തെങ്കിൽ സെക്കൻഡ് നമ്പറിന് N2 എന്ന് വേണം കൊടുക്കാൻ. സോ ലൈക്ക് ദാറ്റ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവിടെ നമ്മൾ എന്റർ സെക്കൻഡ് നമ്പർ എന്ന് കൊടുക്കും, സെക്കൻഡ് നമ്പർ. ഓക്കെ, ശരി. അപ്പോൾ നമ്മൾ എങ്ങനെയാ കൊടുക്കേണ്ടത്? നമ്മൾ ആദ്യം വേരിയബിളിന്റെ പേര്, പിന്നെ ഈക്വൽ ടു സിമ്പിൾ, പിന്നെ ഇൻപുട്ട് ഫംഗ്ഷൻ. അപ്പൊ ഈക്വൽ ടു സിമ്പിൾ ഒരു എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ, റൈറ്റ് സൈഡിൽ ഇരിക്കുന്ന വ്യക്തിയെ ലെഫ്റ്റ് സൈഡിലോട്ട് കൊണ്ടുവരും. അപ്പൊ ഇവിടെ വാല്യൂ വരുന്നു, ഈ വാല്യൂവിനെ ഇവിടെ കൊണ്ടുവരും. സോ ഇത് നമുക്ക് നേരെ കാണാം. സോ ഇത് ജസ്റ്റ് ഞാൻ എന്ത് ചെയ്യുന്നു? ഇതിനെ ഞാൻ തോണിയിലിടുകയാണ്. നിങ്ങൾക്ക് ഒന്ന് വിഷ്വലൈസ് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. നമ്മൾ ഇനി പോകെ ഇത് പതുക്കെ നമ്മൾ തോണി ഒഴിവാക്കും. പക്ഷേ നിങ്ങൾക്ക് ആദ്യം മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ തോണിയിലോട്ട് ഇടുന്നത്. നിങ്ങൾ പഠിക്കുന്ന സമയത്ത് തോണിയൊക്കെ നോക്കിയൊക്കെ പഠിച്ച ഇതായിരിക്കും. പക്ഷെ കോഡ് ചെയ്യുന്നത് എപ്പോഴും പൈച്ചാമി തന്നെ ചെയ്യണം. അതാണ് സിമ്പിൾ. ഇത് അത്ര യൂസർ ഫ്രണ്ട്ലി ഒന്നും അല്ല ഈ തോണി. സോ നമുക്ക് റൺ ചെയ്യാം. ഓക്കെ, നോക്കൂ, എന്റർ ഫസ്റ്റ് നമ്പർ. ഓക്കെ, അപ്പൊ ഞാൻ ഫസ്റ്റ് നമ്പർ ഒരു 896 കൊടുത്തു. എന്നിട്ട് എന്റർ അടിച്ചപ്പോൾ നോക്കിയേ, 896 എവിടെ വന്നു? നമ്പർ 1 വന്നു. ഓക്കെ, ശരി. അടുത്ത് എന്റർ സെക്കൻഡ് നമ്പർ വന്നിട്ട് ഞാൻ 786 എന്റർ അടിച്ചപ്പോൾ കണ്ടോ, സെക്കൻഡ് നമ്പറിന്റെ അകത്ത് 786 വന്നു. ഓക്കെ, 786 വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് ഡാറ്റ വരുന്നത് കേട്ടോ. അപ്പൊ അത് മനസ്സിലായല്ലോ. അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. വേരിയബിൾ നെയിം ഈക്വൽ ടു ഇൻപുട്ട് ഫംഗ്ഷന്റെ അകത്ത് ആ ഡിസ്പ്ലേ ചെയ്യേണ്ട പ്രോംപ്റ്റ്. അപ്പൊ യൂസർ ആ പ്രോംപ്റ്റ് മാത്രമാണ് കാണുന്നത്. അയാൾ കൊടുക്കുന്ന വാല്യൂ നമ്മൾ എവിടെ വരും? കോഡിൽ വരികയും ആ വേരിയബിളിൽ സ്റ്റോർ ആവുകയാണ് ചെയ്യുന്നത്. ശരി, ഇനി ഞാൻ എന്റെ റിസൾട്ടിനെ ഞാൻ സ്റ്റോർ ചെയ്യാൻ പോവാണ്. ഓക്കെ, അപ്പൊ ടോട്ടൽ ഈസ് ഈക്വൽ ടു നമ്പർ 1 പ്ലസ് നമ്പർ 2. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? ആദ്യത്തെ കണ്ടെയ്നറിൽ ഇരിക്കുന്ന വാല്യൂ രണ്ടാമത്തെ കണ്ടെയ്നറിൽ ഇരിക്കുന്ന വാല്യൂ തമ്മിൽ ആഡ് ചെയ്ത വാല്യൂ കണ്ട, ഈ റൈറ്റ് സൈഡിൽ ഇരിക്കുന്ന വാല്യൂ ഇവിടെ 2 സംഖ്യ. ഇപ്പോൾ ഇതിൻ്റെ അകത്ത് 5ഉം ഇതിൻ്റെ അകത്ത് 10ഉം ആണെങ്കിൽ 5 + 10 15നെ എങ്ങോട്ട് മാറ്റും? ടോട്ടൽ എന്ന് പറയുന്ന വേരിയബിളിലോട്ട് മാറ്റും. ഇപ്പൊ നമ്മൾ ഉത്തരം എവിടെ ഉണ്ടാവും? ടോട്ടൽ എന്ന് പറയുന്ന വേരിയബിളിൽ ഉണ്ടാവും. ശരി, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? പ്രിന്റ് ഓക്കെ, യുവർ റിസൾട്ട് ഈസ്. അപ്പൊ എന്താണ്? നമുക്ക് റിസൾട്ട് ഈസ്. അപ്പൊ അത് മെസ്സേജ് ആയി. ഇനി എനിക്ക് എന്താ വേണ്ടത്? എനിക്ക് ഇവിടെ വേണമെങ്കിൽ നമ്പർ 1 പ്ലസ് നമ്പർ 2 എന്ന് ഇവിടെ എഴുതാമായിരുന്നു. പക്ഷെ ഞാൻ എന്ത് ചെയ്യുന്നു? എനിക്ക് പിന്നെ എപ്പോഴെങ്കിലും ഈ ഉത്തരം കൊണ്ട് ആവശ്യം ഉണ്ടെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം? സ്റ്റോർ ചെയ്യാം. അപ്പൊ ഞാൻ ഇവിടെ സ്റ്റോർ ചെയ്തു. എവിടെ സ്റ്റോർ ചെയ്തു? ടോട്ടൽ എന്ന് പറയുന്ന വേരിയബിളിന്റെ അകത്ത് സ്റ്റോർ ചെയ്തു. അപ്പൊ ആ ടോട്ടൽ എന്ന് ഞാൻ ഇവിടെ എഴുതി. ടോട്ടൽ എന്ന് ഇവിടെ നിന്ന് എഴുതിയാൽ മാത്രം പോരാ, ഇവിടെ ഒരു കോമയും കൂടി ഇട്ട് കൊടുക്കണം.
സോ നമുക്കൊന്ന് റൺ ചെയ്യാം. റൺ ചെയ്യുമ്പോൾ ഇവിടെ എന്താണ് നമുക്ക് പ്രോപ്പറായിട്ട് ഉത്തരം കിട്ടുമെന്ന് ചോദിച്ചാൽ ഇല്ല, അതിൽ കുറച്ച് കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട്. ഓക്കെ, അത് അവിടെ നിൽക്കട്ടെ. ഇപ്പൊ നമുക്ക് പ്രോഗ്രാം ഒന്ന് എക്സിക്യൂട്ട് ചെയ്യാം. ഞാൻ 56 എന്ന് എഴുതി എൻ്റർ അടിച്ചു. സെക്കൻഡ് നമ്പർ 89 എന്ന് എഴുതി എൻ്റർ അടിച്ചു. എനിക്ക് ഉത്തരം 56,689 എന്നാണ് കിട്ടിയത്. അതായത് 56 പ്ലസ് 89 5689 എന്നാണ് കാണിച്ചത്. ഇവിടെ ഒരു കാര്യമുണ്ട് പറയാം. അത് ഞാൻ പറയാൻ വേണ്ടിയിട്ടാണ് ഈ സാധനം തന്നത്. നോക്കിക്കോ, ഇതിനെ ഞാൻ ഇവിടെ നിന്ന് കോപ്പി ചെയ്യാണ്. കോപ്പി ചെയ്തതിന് ശേഷം ഞാൻ നമ്മളെ തോണിയിൽ പേസ്റ്റ് ചെയ്യണം. ഓക്കെ, പേസ്റ്റ് ചെയ്യാണ്. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ഡീബഗ് ചെയ്യുന്നു. ഡീബഗ് ചെയ്യുന്ന സമയത്ത് എൻ്റർ ഫസ്റ്റ് നമ്പർ എന്ന് കൊടുത്തു. ഞാൻ 56 എന്ന് കൊടുത്ത് എൻ്റർ അടിച്ച് വന്നപ്പോൾ കണ്ടോ, ഈ 56ന്റെ കൂടെ എന്ത് വന്നിട്ടുണ്ട്, സിംഗിൾ കോഡ്സ് വന്നിട്ടുണ്ട്. അപ്പൊ സിംഗിൾ കോഡ്സിന്റെ അകത്ത് എന്ത് വന്നാലും അതിന് എന്തായിട്ട് എടുക്കത്തുള്ളൂ, സ്ട്രിങ് ആയിട്ട് എടുക്കത്തുള്ളൂ. അപ്പൊ ഞാൻ പറയാം, കീബോർഡ് വഴി നമ്മൾ ഒരു ഇൻപുട്ട് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ പ്രോഗ്രാമിലോട്ട് പോകുന്ന ഡേറ്റ എപ്പോഴും എന്തായിരിക്കും, സ്ട്രിങ് ആയിരിക്കും. എന്തായിരിക്കും, സ്ട്രിങ്. അപ്പൊ സ്ട്രിങ് എന്താണ്, സ്ട്രിങ് എന്ന് പറയുന്നത് സിംഗിൾ കോഡ്സിന്റെ അകത്തുള്ള വാല്യൂ ആണ്. ഓക്കെ, അതായത് ഇതൊരു സിമ്പിൾ ആയിട്ടോ ഈ ഒരു ക്യാരക്ടർ ആയിട്ട് മാത്രമേ ചെയ്യുള്ളൂ. സോ ഇതിനെ ഒരു നമ്പർ ആക്കി നമ്മൾ ഇനി മാറ്റണം. നമ്മൾ നാളത്തെ ക്ലാസ്സിൽ അതാ പഠിക്കാൻ പോകുന്നത്. ശരി, അപ്പൊ എന്ത് ചെയ്യുന്നു, നമ്മൾ വീണ്ടും അടുത്ത് നമ്മൾ നമ്പർ 2 എൻ്റെ സെക്കൻഡ് നമ്പർ എന്ന് കൊടുക്കുന്നു. സെക്കൻഡ് നമ്പർ എന്ന് ഞാൻ 89 കൊടുത്തു. അപ്പൊ 89 വന്നു നമ്പർ 2ൽ സ്റ്റോർ ചെയ്യും. അപ്പൊ ആക്ച്വലി ഇവിടെ എന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ നമ്പർ 2 56, പക്ഷെ സിംഗിൾ കോഡ്സ് ഉണ്ട്. 89 അതിലും സിംഗിൾ കോഡ്സ് ഉണ്ട്. രണ്ട് സ്ട്രിങ്ങുകൾ തമ്മിൽ ആഡ് ചെയ്താൽ അതിനെ വിളിക്കുന്ന പേരാണ് കൺകാറ്റിനേഷൻ. അതും നമ്മൾ പഠിക്കും. അതായത് ഒരാളുടെ പേര് ഫസ്റ്റ് നെയിം മനോജ്, ലാസ്റ്റ് നെയിം കുമാർ. അപ്പൊ അയാളുടെ ഫുൾ നെയിം എന്ന് പറയുന്നത് മനോജ് കുമാർ. അപ്പൊ എന്താ സംഭവിച്ചത്, രണ്ട് വേർഡുകൾ തമ്മിൽ അഡീഷനെ വിളിക്കുന്ന പേരാണ് കൺകാറ്റിനേഷൻ. ഓക്കെ, ആക്ച്വലി ഇവിടെ അതാ സംഭവിച്ചത്. 56നെയും 81നെയും കൂടെ ഒരുമിച്ച് വെച്ച്. സോ നമുക്ക് 56 81 എന്നാണ് ഉത്തരമാണ് കിട്ടുന്നത്. ഓക്കെ, ശരി. അപ്പൊ അത് നമ്മൾ എന്ത് ചെയ്യുന്നു, നമുക്ക് ഡേറ്റ ടൈപ്സ്, ഇതിന്റെ കൺവേർഷൻ എല്ലാം പഠിക്കണം. അപ്പൊ ഇത് എങ്ങനെയാ സോൾവ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ വളരെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് ഇതിനെ കൺവേർട്ട് ചെയ്യണം, നമ്പർ ആയിട്ട് കൺവേർട്ട് ചെയ്യണം. സോ നമ്പർ ആയിട്ട് കൺവേർട്ട് ചെയ്യാം. അത് ഞാൻ പഠിപ്പിക്കുന്നില്ല, ഞാൻ ഉത്തരം മാത്രമേ ഇവിടെ കാണിച്ചിരുന്നുള്ളൂ. അത് നമുക്ക് കുറച്ച് ഡേറ്റ ടൈപ്പ് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് കാര്യങ്ങൾ ചെയ്യാറുണ്ട്. സോ അതിനെ ആ സിംഗിൾ കോഡ്സിനെ മാറ്റാൻ വേണ്ടി ഞാൻ ഇന്റ് എന്ന് എഴുതി. ഓക്കെ, ഇന്റ് എന്ന് എഴുതിയതേ ഉള്ളൂ. ഇത് എന്താണെന്ന് ഞാൻ ഡീപ്പായിട്ട് നാളെ പഠിപ്പിക്കും. സോ നമുക്കിപ്പോൾ ഇവിടെ ഉത്തരം കിട്ടും. ഫസ്റ്റ് നമ്പർ 59, സെക്കൻഡ് നമ്പർ 89. സോ ഓക്കെ, അപ്പൊ ടോട്ടൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ 59നെ എന്തായിരിക്കും, ഞാനിപ്പോൾ ആ സിംഗിൾ കോഡ്സ് ഇവിടെ നിന്ന് പോയി, അതായത് കൺവേർട്ട് ചെയ്ത് കേട്ടോ. ശരി, അത് കൺവേർഷൻ നമുക്ക് പഠിക്കാറുണ്ട്. കൺവേർഷൻ ഞാൻ നാളെ പഠിപ്പിക്കും. ഇൻഡ് 89 ആയി. ഇപ്പൊ നമുക്ക് ഉത്തരം എന്ത് കിട്ടും, ടോട്ടല് എന്തായിട്ട് കിട്ടും, 148 ആയിട്ട് കിട്ടും. സോ ഓക്കെ, അതാണ് നമുക്ക് ചെയ്യാനുള്ളത്. അത് നമുക്ക് ഇനി ടൈപ്പ് കാസ്റ്റിങ്ങും ടൈപ്പും ഡേറ്റ ടൈപ്പും പഠിക്കണം. സോ അത് നമ്മൾ പഠിക്കപ്പോഴായിരിക്കും ഇത് പൂർത്തിയാക്കുക. ഇപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ അല്ലേ? ഇന്ന് പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ ആണോ? ഓക്കെ ആണ് സർ. എല്ലാവരും ഒന്ന് പറയൂ. ഓക്കെ ആണ് സർ. എല്ലാവർക്കും ഓക്കെ ആണോ? ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? അപ്പൊ ഞാൻ റെക്കോർഡിംഗ് സ്റ്റോപ്പ് ചെയ്യാണ്. ഞാനൊന്ന്